ഈ കൈ കൊണ്ടല്ലേ നീ പ്രവാചകനെ നിന്ദിച്ചത്, ഈ കൈ കൊണ്ട് നീ എഴുതണ്ട എന്ന് പറഞ്ഞിട്ടാണ് കൈ വെട്ടിമാറ്റുന്നത്. കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മൂല കാരണം അവിടെ ഒരു അച്ഛന് ഒരു പദവിയോട് താല്പര്യമുള്ളതുകൊണ്ടാണെന്നൊരു കഥ കേൾക്കുന്നത്. അതിനകത്ത് കഥയൊന്നുമില്ല. അതൊന്നും അന്നാണ് ഈ ലുക്കൗട്ട് നോട്ടീസൊക്കെ വന്നിട്ട് എൻ്റെ ഫോട്ടോ എല്ലാം വന്നത്. അന്നാണ് പടം വരുന്നത്. ഞാനത് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കാരണം എന്നെ തിരിച്ചറിയാനുള്ള രേഖ സർക്കാർ തന്നെ കൊടുക്കുമല്ലേ. ഏത് തീവ്രവാദിക്ക് എവിടെ വെച്ച് എന്നെ തിരിച്ചറിയാനുള്ളൊരു സാധ്യത അല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ മുറിക്ക് പുറത്തിറങ്ങാതെ 2 ദിവസം അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് വലിയ പോലീസ് വണ്ടി ഇരുത്തി, മുന്നിലും പുറകിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വാഹന വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇത്ര വലിയ ആളാണ്. ഞാനതൊക്കെ ആസ്വദിച്ചാണ് അതിനെ പോകുന്നത്. ശരിക്കും നമ്മൾ ഒളിവിലായിരുന്ന സമയത്ത് നാട് മുഴുവൻ പ്രചരിച്ച അപവാദ കഥകൾക്ക് കണക്കില്ല. എന്താ പറഞ്ഞത്? എന്നെ കിട്ടാഞ്ഞിട്ട് പോലീസ് എൻ്റെ മോനെ പിടിച്ചുകൊണ്ടുപോയി 3-4 ദിവസം പിന്നെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലൊക്കെ വെക്കുകയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും 3-ാം മുറയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. കേൾക്കട്ടെ, ആളുകൾ പേരെങ്കിലും പറ. ഇടിച്ചതിന് മെഡൽ കിട്ടിയ ആളുടെ പേരെന്ന് പറ, കേൾക്കട്ടെ. ചില അവിടെ വണ്ടി ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് 3-4 പേര് ഇങ്ങനെ ചാടി ഇറങ്ങുകയാണ്. മുന്നിൽ വന്ന ആളുടെ കയ്യിൽ ഒരു തോൾസഞ്ചി എന്നൊരു മഴ ഇങ്ങനെ എടുത്തോണ്ടാണ് പുള്ളി നമ്മുടെ വണ്ടിയുടെ അടുത്ത് ഓടി വരുന്നത്. പക്ഷെ മോൻ വന്നപ്പം പിന്നെ മോൻ അതൊന്നും വകവെക്കാതെ കയറി. അതിനും ബോംബ് എറിഞ്ഞു, കൈ ബോംബ് എറിഞ്ഞു. പുള്ളിയുടെ കാലിന് ചുവട്ടിൽ വെച്ച് പൊട്ടിയാലും പുള്ളി ആ പുകയ്ക്കകത്തോടെ കയറി വന്നിട്ട് മഴ പിടിച്ച് വെട്ടിക്കൊണ്ടിരുന്ന സവാദെന്ന ഏറ്റവും അവസാനം പിടികിട്ടിയ 1-ാം പ്രതിയുടെ പുറത്ത് വെട്ടി. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കൃത്യമായൊരു അടയാളപ്പെടുത്തൽ നമ്മൾ കാണുന്നത് തൊടുപുഴയിലെ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടൽ കേസിലൂടെയാണ്. അതിനു മുമ്പും ഇവിടെ ഇസ്ലാമിക ഭീകരവാദത്തിന് ഉദാഹരണങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിലും മറ്റും ആളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നൊരു ഭീകര സംഘടന തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വളരെ കൃത്യമായ അടിത്തറയോടുകൂടി ഇസ്ലാമിക ഭീകരവാദം ഇവിടെ ചുവട് വയ്ക്കുന്നത് തൊടുപുഴ സംഭവത്തോടെയാണ്. അതല്ല അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയായിരിക്കുന്ന ഒരാളെ വ്യവസ്ഥാപിതമായ കത്തോലിക്ക സഭയും പീഡിപ്പിച്ചു എന്നതാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇരയാക്കപ്പെട്ട ഭീകരവാദത്തിന് ഇരയാക്കപ്പെട്ട ഒരാളെ സംരക്ഷിക്കുന്നതിന് പകരം കത്തോലിക്ക സഭ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച ഒരു കാലമുണ്ട്. ആ ഒരു വല്ലാത്ത ജീവിത കഥയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രൊഫസർ TJ ജോസഫ്. നമസ്കാരം സാർ. നമസ്കാരം. സാറ് അടിസ്ഥാനപരമായി എവിടുത്തുകാരനാണ്? തൊടുപുഴക്കാരനാണ്. സാർ താമസിക്കുന്ന മൂവാറ്റുപുഴയിലാണ്. ബേസിക്കലി സാർ എവിടുത്തുകാരനാണ്? ബേസിക്കലി മീനച്ചി താലൂക്കുകാരനാണ്. പാലക്കാരനാണെന്ന് വേണം പറയാം. പാലാ ഭാഗത്ത് നിന്ന് ഈ ഇരാറ്റുപേട്ടയ്ക്ക് കിഴക്ക് ഭാഗത്തേക്ക്, അതായത് ചമ്മലമറ്റം, വലിയാനിക്കാട് ആ ഭാഗത്തേക്ക് എൻ്റെ വല്യപ്പൻ കുടിയേറിയതാണ്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. ചമ്മലമറ്റത്ത്. അവിടെയാണ് ഞാൻ എൻ്റെ ചമ്മലമറ്റം സ്കൂളിലാണ് എൻ്റെ പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ. 4-ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അതിന് ശേഷം അവിടെ ഹൈസ്കൂളില്ലാത്തതുകൊണ്ട് അടുത്തുള്ള കാളുകെട്ടി എന്ന സ്ഥലത്തുള്ള അവിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അവിടെയാണ് നടത്തിയത്. പിന്നെ ജോലി കിട്ടിയാണോ തൊഴിലേക്ക് പോകുന്നത്? അങ്ങനെയല്ല. അതിന് ശേഷം ആ കാലത്ത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മുരിക്കാശ്ശേരിയിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിരുന്നു. തോപ്രാംകുടി മുരിക്കാശ്ശേരി ഭാഗത്ത്. ഇപ്പോൾ മുരിക്കാശ്ശേരി കോളേജ് ഇരിക്കുന്നതിന് നേരെ എതിർവശത്താണ്. പവനാത്മ കോളേജിൻ്റെ പരിസരത്ത് തന്നെ. അപ്പൻ അങ്ങോട്ട് മാറി. ഞങ്ങൾക്ക് 2 ആ സമയത്ത് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് അവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. അവിടെ നെൽകൃഷിയോ? അന്നുണ്ടായിരുന്നു. പറ്റിയ സ്ഥലമാണ്. അതെ, ധാരാളം പാടങ്ങളുണ്ടായിരുന്നു. മുരിക്കാശ്ശേരി നല്ല നിരപ്പുള്ള സ്ഥലമാണ്. അത് ഭയങ്കര പുതിയ അറിവാണ് എനിക്ക്. അവിടെ നെൽകൃഷിയൊക്കെ ഞങ്ങളുടെ സ്ഥലത്തിൽ പകുതിയും പാടമായിരുന്നു. നെല്ല് നല്ല വില ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ട് താമസം മാറ്റി, കുടുംബസമേതം. അപ്പം ഞാൻ പിന്നെ SLC വരെ ഇവിടെ പഠിച്ചിട്ട് ഞാനും ഹൈ റേഞ്ചിൽ പോയി. അങ്ങോട്ടെല്ലാം. അപ്പം എങ്ങനെ അവിടെ അപ്പൻ പണിക്ക് പോകും? അപ്പൻ അവിടെ പോയി കൃഷി നടത്തും? അപ്പൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും, രണ്ടിടത്തായിട്ട്. പിള്ളേരുടെ പഠിത്തമൊക്കെ ഇവിടെയായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അപ്പോൾ അതിന് ശേഷം 10-ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ അവിടെ പോയി ഹൈ റേഞ്ചിൽ തന്നെ മുരിക്കാശ്ശേരിയിൽ താമസിച്ചുകൊണ്ട് ഒരു 5-7 കിലോമീറ്റർ അകലെ പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പാരലൽ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. പണിക്കൻകുടി പാറത്തോട്. പാറത്തോട് അടിമാലി കല്ലാർകുട്ടിയപ്പുറം. അത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ചിന്നാർപ്പുഴ കടന്ന്, മുരിക്കാശ്ശേരിയിൽ നിന്ന് ചിന്നാർ കടന്ന് അങ്ങനെ പാറത്തോടിന് വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ പഠിച്ച്
പരീക്ഷയൊക്കെ പാലാ സെൻറ് തോമസ് കോളേജിൽ വന്ന് എഴുതി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അങ്ങനെ എഴുതി പ്രീ ഡിഗ്രി അവിടെ പഠിച്ചു പാലക്കോളേജിൽ. പക്ഷേ സെൻറ് തോമസ് കോളേജിൽ വന്നിട്ടാണ്. അതിനെ പാലക്കോളേജിൽ പഠിക്കാൻ മാർക്ക് കുറവായിരുന്നു? അല്ലല്ല, ഞങ്ങളെല്ലാം അവിടെയല്ലേ താമസം. അതുകൊണ്ട് വരാനുള്ള അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ട. ആ പ്രായത്തിൽ തേർഡ് ഗ്രൂപ്പോ ഫോർത്ത്? ഞാൻ തേർഡ് ഗ്രൂപ്പാണ്. അന്ന് ഫോർത്ത് ഗ്രൂപ്പ് അന്നില്ലായിരുന്നു, തേർഡ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൈവറ്റായിട്ട് പഠിക്കാൻ പറ്റും. എന്നിട്ട് പാലാ സെൻറ് തോമസ് എഴുതി. അങ്ങനെ പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ തന്നെ ചേർന്നിട്ട് ഈ ചമ്മൽമറ്റത്തുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട്. അപ്പോഴത്തേക്ക് അമ്മയും എല്ലാവരും അവിടെയാണ്. ഞാൻ അവിടുത്തെ കൃഷിഭൂമി. സഹോദരങ്ങളുടെ അനിയനും അവരെല്ലാം അവിടെയാണ്, മഞ്ചേശ്വരിയിലാണ്. മലയാളത്തിന് ചേർന്നോ? മലയാളം. മലയാളം എടുക്കാൻ കാരണം എനിക്ക് ഈ മലയാള സാഹിത്യത്തോട് വളരെ താല്പര്യമുള്ളതുകൊണ്ട്, ഒരു എഴുത്തുകാരനാകണമെന്നൊക്കെ ഉള്ളൊരു മോഹം കൊണ്ട്. എനിക്ക് മലയാളം പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പാലാ സെൻറ് തോമസ് ഞങ്ങൾക്ക് അടുത്തുണ്ടായിരുന്നില്ല. അവിടെ വരെ പോകാൻ കാശില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബികോമിന് പോവുക ചെയ്തത്. ആയിക്കോട്ടെ. എനിക്ക് അവിടെ പോകാൻ ഒരു 10-28 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ റബ്ബർ വെട്ടൊക്കെ ഉള്ള ദിവസം പോകുകയല്ലായിരുന്നു. അന്ന് അറ്റൻഡൻസ് ഇന്നത്തെ പോലെ അത്ര കർശനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടുത്തെ കാർഷിക വൃത്തികളൊക്കെ നടത്തി ഒറ്റയ്ക്ക് താമസിച്ച് അങ്ങനെ ഇടയ്ക്കൊക്കെ പല സെൻറ് സ്കൂളിൽ പോയാണ് ഇത്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കി? എല്ലാം തന്നെ. ചിലപ്പം പുറത്തുനിന്ന് കഴിക്കും. അപ്പോൾ കോളേജിൽ പഠിച്ചപ്പോഴേ സ്വയം പര്യാപ്തത നേടി. അങ്ങനെ ഞാനൊരു പിന്നെ അവിടെ താമസിച്ച് പഠിച്ച് പിന്നെ MA-ക്ക് മഹാരാജ് കോളേജിലാണ് ചേർന്നത്. നല്ല മാർക്ക് കിട്ടി. നല്ല മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ MA-ക്ക് ചേർന്ന ആ 2 വർഷം മാത്രമേ ഞാൻ അങ്ങനെ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠനത്തിന് വേണ്ടിയിട്ട് 1-ാം വർഷം അപ്പോഴും ഞാൻ തേവരൂർ പാർലർ കോളേജിൽ BA കഴിഞ്ഞല്ലോ മലയാളം പഠിപ്പിക്കുമായിരുന്നു. ഫുൾ ടൈം അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ MA ഫൈനൽ ഇയറിൽ മാത്രമേ പഠിത്തത്തിന് വേണ്ടിയിട്ട് 1 വർഷം പൂർണ്ണമായിട്ട് നീക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്തെങ്കിലും ഒരു തൊഴിൽ അതിൻ്റെ കൂടെ ചെയ്തിട്ടാണ് അങ്ങനെ ജീവിച്ചത്. മാർക്ക് MA-ക്ക് നല്ലതായിട്ട് കിട്ടിയോ? MA-ക്ക് പിന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഞാനായിരുന്നു ടോപ്പ്. കോളേജിലെ ടോപ്പ് ഞാനായിരുന്നു. പിന്നെ ജോലിക്ക് കയറിയത് വർഷമാണ്? അത് 83-ലാണ് ഞാൻ MA പാസ്സാവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം കൂടെ നാട്ടിൽ വന്ന് ഈ കുറച്ച് റബ്ബർ റീപ്ലാന്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്ത് ചെമ്മലമറ്റത്ത്. അതിനുശേഷം 84-ൽ ഞാൻ B.Ed-ന് ചങ്ങനാശ്ശേരി NSS കോളേജ് ചേർന്നു. അവിടെ മെറിറ്റിൽ തന്നെ എനിക്ക് പിന്നെ ഞാനായിരുന്നു 1ാമത് ചേർന്നത്. അപ്പോൾ അങ്ങനെ B.Ed കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അപ്പം പരീക്ഷ കഴിഞ്ഞ സമയത്തൊരു ഇൻ്റർവ്യൂ പിന്നെ ഈ കോതമംഗലം ഡയോസിസിലെ കോളേജുകളിലേക്ക് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത് എനിക്ക് 85 ജൂലൈ 15-നാണ് ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് കാശൊന്നും കൊടുക്കണ്ടായിരുന്നല്ലോ? അന്ന് അങ്ങനെ ഒരു വിലപേശലൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന കൊടുത്താൽ മതിയായിരുന്നു. അപ്പം നമ്മുടെ ആസ്തി അനുസരിച്ച് എന്നോടാണെങ്കിൽ ഞാൻ കാശൊക്കെ എത്ര വേണമെങ്കിലും തരും എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും ഇപ്പം പറയണ്ട, അതൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് അന്നത്തെ മാനേജർ പറഞ്ഞത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ധനസ്ഥിതിയൊക്കെ അനുസരിച്ച് ഒരു തുക ചോദിച്ചവർ. ഞാൻ അത്രയൊന്നും തരാൻ പറ്റുകയില്ല, അതിൻ്റെ പകുതി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൊടുത്തപ്പം അതിൻ്റെയും കൂടെ പകുതി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊന്നും പ്രശ്നമാക്കാതെ എനിക്ക് അവിടെ ജോലി തന്നാണ്. ആ ഒരു മനുഷ്യർ തന്നവരെ കാണിച്ചു. അത് അന്ന് പിന്നെ അവരെ മനുഷ്യരെ പരിഗണിക്കുന്നുണ്ടായിരുന്നവർ. എവിടെയായിരുന്നു ആദ്യത്തെ നിയമനം? മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ. സാധാരണ ആളുകൾ ജോലി കിട്ടി വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കല്ലേ പോകുന്നത്. ഞാൻ ജോലി കിട്ടി 10 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് ചെന്നതാണ്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ പോയി നടന്നു വരാനുള്ള ദൂരമുള്ളൂ. തൊട്ടടുത്ത് വീട്ടിലിരുന്ന് കാണാൻ. കോളേജ് വർഷം അവിടെ പഠിപ്പിച്ചു? അവിടെ 8 വർഷം പഠിപ്പിച്ചു. അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടുന്നത്, പ്രൊമോഷൻ കിട്ടിയപ്പോൾ? അത് എനിക്ക് പിന്നെ അന്ന് പോകണമെന്ന് താല്പര്യമൊന്നുമില്ലായിരുന്നു. അവിടെ കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സീനിയറായിട്ടൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിനോട് പോകാനാണ് പറഞ്ഞത്. അവിടെ പിന്നെ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ ട്രാൻസ്ഫർ നിർമ്മലയിലേക്ക്. അപ്പം സിസ്റ്ററിന് പോരാൻ താല്പര്യമില്ല. പണ്ടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ ഞാൻ പോകും. കാരണം ഇവിടെ ഈ സെക്കൻഡ് ലാംഗ്വേജ് പ്രീ ഡിഗ്രി പിള്ളേരെ പഠിപ്പിക്കുകയാണ്. പ്രീ ഡിഗ്രി ഉള്ളൂ അന്ന്. ഡിഗ്രി തുടങ്ങിയതേ ഉള്ളൂ, BCom മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂവാറ്റുപുഴയാണെങ്കിൽ മെയിൻ മലയാളം ഐച്ഛികമായിട്ടുള്ള BA ഒക്കെ ഉണ്ട്. അപ്പം സാഹിത്യ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു അങ്ങനെ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പൊക്കോ, ഞാൻ പോകുന്നില്ല. അങ്ങനെ സിസ്റ്റർ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പോകുന്നതാണ്. നിർമ്മലയിൽ എത്ര കാലം? നിർമ്മലയിൽ 15 വർഷം. 15 വർഷം. അങ്ങനെയാണ് മൂവാറ്റുപുഴ താമസമായത്. നിർമ്മല കോളേജിൻ്റെ അടുത്ത് തന്നെ വീട് വെച്ച് അങ്ങനെ താമസമായി. വിവാഹം ആ സമയത്താണോ? അല്ലല്ലോ, വിവാഹം ജോലി കിട്ടി 1 വർഷം കഴിഞ്ഞപ്പോൾ. അവിടെ നിന്ന് തൊടുപുഴയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് എത്ര കൊല്ലം മാറി? ന്യൂമാനിലേക്ക് 2008-ലാണ്. അത് 2 കൊല്ലം ഉണ്ടായിരുന്നു. 2008. അതായത് 15 മുരിക്കാശ്ശേരിയിൽ 8 വർഷം, ഇവിടുത്തെ 15 കൊല്ലം. അങ്ങനെ 23 വർഷത്തെ സർവീസിന് ശേഷം ആണ് എന്നെ HOD ആയിട്ട്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റായിട്ട് തൊടുപുഴയ്ക്ക് അങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഞാൻ കേട്ടത്, അവിടെ എന്തായിരുന്നു അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ആഭ്യന്തര തൊടുപുഴയിൽ ഈ മാനേജ്മെൻറ്റ് അകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് ഈ വിഷയത്തിൻ്റെ ഒരു തുടക്കം? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടുത്തെ ഒരു പഠിപ്പിക്കുന്ന അച്ഛനും തന്നെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നല്ലേ?
അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അവിടെ എൻ്റെ തന്നെ സഹപ്രവർത്തകനായൊരു അച്ഛനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛനല്ല പ്രിൻസിപ്പൽ. ഞാനവിടെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലൊക്കെയാണ് പോയത്. എന്നെ മലയാളത്തിൻ്റെ HOD എന്ന നിലയിൽ മാത്രമല്ല, ഈ കോളേജ് കൗൺസിലിൽ ഞാൻ മെമ്പറാണ്. എല്ലാ HODമാരും മെമ്പറാണ്. ആ കൂടെ ഞാനും മെമ്പറാണ്. അതുകൂടാതെ ഈ വാല്യൂ എഡ്യൂക്കേഷൻ സെല്ല് എന്ന് പറഞ്ഞ സെല്ലുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മൂല്യബോധന ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് എന്നെ കോളേജ് കൗൺസിൽ പ്രിൻസിപ്പൽ നിയമിച്ചു. അപ്പോൾ ഞാനായിരുന്നു ഈ അധ്യാപകർക്ക് ഓരോ ക്ലാസ്സിലും വാല്യൂ എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിശ്ചയിച്ച് ഒരു ലഘുലേഖ എഴുതി ഉണ്ടാക്കി, ചെറിയ ലേഖനം അധ്യാപകർക്ക്. അത് വെച്ചിട്ട് അവർ ബേസായിട്ട് കൊടുക്കുന്നതാണ്. അത് വെച്ചിട്ടാണ് അവർ ഓരോ ക്ലാസ്സും എടുത്തുകൊണ്ടിരുന്നത്. ഒരു 40 ക്ലാസ്സുകളിൽ ഞാൻ സെലക്ട് ചെയ്ത വിഷയം, ഞാൻ കൊടുത്ത കഥകളൊക്കെ, ചെറിയ കഥകളൊക്കെ ചേർത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അത് 2 വർഷവും ഞാൻ അവിടെ ഉണ്ടായിരുന്നതിനെ പിരിച്ചു വിടുന്നിടം വരെ ഉള്ളത് ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ അധ്യാപകർക്ക് വേണ്ടി എഴുതിയ ഈ വാല്യൂ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള മൂല്യബോധന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ലേഖനങ്ങൾ, ചെറു ലേഖനങ്ങൾ പിന്നീട് ഞാൻ പുസ്തകമാക്കിയിട്ടുണ്ട്. DC ബുക്സ് നല്ല പാഠങ്ങൾ എന്നുള്ള പേരിൽ 2015 അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. സാറ് തന്നെ എഴുതുക, സാറിൻ്റെ ഐഡിയ എഴുതുക? ഞാനൊരു പിന്നെ ഈ നിരപേക്ഷമായിട്ട്, അതായത് മതനിരപേക്ഷമായിട്ട് എല്ലാ കുട്ടികൾക്കും ചേരാവുന്ന രീതിയിൽ, മതപഠനമൊന്നുമല്ല, ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ഒരു മൂല്യങ്ങൾ അന്നുണ്ടായിരുന്ന എൻ്റെ ഒരു മൂല്യസങ്കല്പമൊക്കെ വെച്ചിട്ട് ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ഇതാണ് അധ്യാപകർ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ചിലർ നമ്മൾ ഉദ്ദേശിച്ചത് അതവർ വായിച്ച് സ്വായത്തമാക്കിയിട്ട് അവരുടെ രീതിയിൽ ഇത് ക്ലാസ് എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചില അധ്യാപകർ വളരെ ചുരുക്കം പേര് അങ്ങനെ ചെയ്യും. ഇത് തലേദിവസം തന്നെ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നതാണ്, DTP എടുത്ത് കൊടുക്കുന്നതാണ്. ചിലർ ഇത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു സിലബസിന് സാറ് മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവൽ വേണം കൊടുക്കുന്നത്? വേണ്ട, ഞാൻ പ്രിൻസിപ്പലിൻ്റെ മതി. ഞാൻ പ്രിൻസിപ്പലിനെ കാണിച്ച് പ്രിൻസിപ്പൽ ഒപ്പിട്ടിട്ടാണ് അത്. പിന്നെ അല്ലാതെ അതിനൊരു സിലബസും സിസ്റ്റം ഒന്നും ഇല്ല. അങ്ങനെയില്ല. ഞാനാണ് എൻ്റെ ഒരു സിലബസ് ഉണ്ടാക്കി ഓരോ വിഷയം ആഴ്ചയിലൊന്നുണ്ടാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പ്രിൻസിപ്പലിനെ പിന്നെ വാർഷിക റിപ്പോർട്ടിൽ അതിൻ്റെ നല്ലതായിട്ട് അതിനെ കുറിച്ച് പറയുകയും എന്നെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിറ്റേ വർഷവും എന്നെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ഞാനത് ചെയ്തു പോകുന്നതാണ്. അല്ല, അപ്പോൾ ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മൂല കാരണം അവിടെ ഒരു അച്ഛന് ഒരു പദവിയോട് താല്പര്യമുള്ളതുകൊണ്ടാണെന്നൊരു കഥ കേൾക്കുന്നത്. അതിനകത്ത് കഥയൊന്നുമില്ല. അതൊന്നും എനിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകനായ ജൂനിയറായിട്ടുള്ള ഒരു അച്ഛനുമാണ്. ആ അച്ഛൻ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. 1993 ഞാൻ നിർമ്മല കോളേജിൽ വന്നതിൻ്റെ പിറ്റേ വർഷം 94 അവിടെ MA മലയാളം കോഴ്സ് അനുവദിച്ചു. അതിലാദ്യം ബാച്ചിൽ പഠിച്ച അച്ഛനാണ് അവിടെ എൻ്റെ സഹപ്രവർത്തകനായിട്ട് അന്നുണ്ടായിരുന്നത്. അദ്ദേഹം അവിടുത്തെ ബർസാറായിരുന്നു. ബർസാർ എന്ന് പറയുന്നത് ഒരു HOD-യേക്കാളുമൊക്കെ കൂടിയ പദവിയാണ്. അതെ. പിന്നെ ഈ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ കോളേജിലെ ഒരു നടത്തിപ്പുകാരൻ, പ്രതിനിധിയാണ്. അപ്പം പ്രിൻസിപ്പൽ ബർസാർ അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, ഭരിക്കുന്നത്. അപ്പം HOD എന്ന് പറയുന്നത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമുള്ള ആളാണ്. അപ്പം HOD-യുടെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അച്ഛനൊക്കെ എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വലിയ കഴമ്പൊന്നുമില്ല. ആളുകൾ അങ്ങനെ പറയുന്നു തന്നെ ഉള്ളൂ. എങ്ങനെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്? വലിയ കുഴപ്പമില്ല, പിള്ളേരുമായിട്ട് നല്ല ബന്ധമാണ്, മാനേജ്മെൻറ്റുമായിട്ട് നല്ല ബന്ധമാണ് അല്ലേ സാറിന് ആ സമയത്ത്? അതെ. ഇതിനിടയിൽ ഇൻറ്റേർണൽ എക്സാം വന്നോ? ഒരു പിന്നെ ഇൻറ്റേർണൽ എക്സാം, അതായത് ഈ പുതിയ രീതി അനുസരിച്ചിട്ട് പിന്നെ ഈ ഇൻറ്റേർണൽ എക്സാമിനും യൂണിവേഴ്സിറ്റിയിൽ ഒരു മാർക്കുണ്ട്. മിക്കവാറും ഒരു ഇൻറ്റേർണൽ എക്സാം, 2 ഇൻറ്റേർണൽ എക്സാം ഒരു സെമസ്റ്ററിന് വേണം. അതിൽ 4 മാർക്ക് ഇതിനുള്ളതാണ്. അത് പാഠപുസ്തകത്തിൽ നിന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്? പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ കൊടുക്കാം. ഇപ്പം അല്ലാതെയും കൊടുക്കാം. പാഠപുസ്തകത്തെ അധികരിച്ചാണ് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഈ വിവാദം ഉണ്ടായ ക്വസ്റ്റ്യൻ പിന്നെ ഞാൻ തയ്യാറാക്കിയത് BCom 2ാം സെമസ്റ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് 2ാം സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം വർഷമാണ്, പക്ഷേ 2ാമത്തെ സെമസ്റ്ററാണ്. അതിന് പിന്നെ പഠിപ്പിക്കാനുള്ളത് വളരെ നിസ്സാരമേ ഉള്ളൂ. അവർക്ക് മലയാളമൊക്കെ വളരെ ഞാൻ BCom പഠിച്ചത്. അപ്പം ഒരു നോവല്, പിന്നെ അല്ലെങ്കിൽ കുറച്ച് കഥാസമാഹാരം, 2 കവിത, പിന്നെ ഈ ഭാഷാശുദ്ധി വരുത്താനൊക്കെ ഉള്ളൊരു പുസ്തകം. അപ്പം ഭാഷാശുദ്ധി വരുത്താനുള്ള എഴുത്തോല എന്ന് പറയുന്ന ഒരു ബുക്കായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ബാക്കി പറയുന്ന എൻ്റെ സഹപ്രവർത്തകനായ വൈദികനായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദ്യം എനിക്ക് തന്നു. പിന്നെ ഞാൻ ഈ എഴുത്തോല എന്ന് പറയുന്ന അത് നിസ്സാരമായിട്ടുള്ള ചോദ്യം മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം എനിക്ക് തന്നു. അദ്ദേഹം 2 പേരും കൂടെ ഒരുമിച്ചാണ് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. പുള്ളി പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ള ചോദ്യപേപ്പർ എനിക്ക് തന്നു. ഞാൻ പഠിപ്പിച്ച എഴുത്തോലയിൽ നിന്ന് അതിങ്ങനെ നിസ്സാര ഭാഷയിലുണ്ടാകുന്ന തെറ്റുകളൊക്കെ തിരുത്താനുള്ള ചോദ്യങ്ങളാണ്.
ഇപ്പം വിവാദമുണ്ടായ ചോദ്യം എന്ന് പറയുന്നത് ചിഹ്നനം എന്നൊരു അധ്യായമാണ്. അതായത് ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കാൻ എവിടെയാണ് ചിഹ്നനം. ആ ചിഹ്നനം. ആ അങ്ങനെ ഒരു വാക്കുണ്ട്. ഉണ്ട്. അതായത് പിന്നെ എവിടെയാണ് പിന്നെ ഫുൾ സ്റ്റോപ്പ് വേണ്ടത്, എവിടെയാണ് കോമ വേണ്ടത്, എവിടെയാണ് അച്ചിരിച്ചിഹ്നം വേണ്ടത്, ഒരു സംഭാഷണം എഴുതുമ്പോൾ ഏത് ചിഹ്നം വേണം, ചോദ്യചിഹ്നം, അതുപോലെയൊക്കെയുള്ള എല്ലാ ചിഹ്നങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഓരോന്നിനും ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് വേണ്ടത്, എവിടെയാണ് കോമ വേണ്ടത്, എവിടെയാണ് അച്ചിരിച്ചിഹ്നം വേണ്ടത്, അങ്ങനെ ഓരോന്നും പ്രത്യേകം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിന് സാധ്യതയുള്ള ഒരു തേടിപ്പോയി. അപ്പം ഞാനങ്ങനെ ചോദ്യം ഇട്ടപ്പം പരമാവധി ചിഹ്നങ്ങൾ ചേർക്കാൻ സാധ്യതയുള്ളൊരു പാഠഭാഗം അങ്ങനെ ആലോചിച്ച് ഈ പി.ടി. കുഞ്ഞു മുഹമ്മദിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന്, അത് MG യൂണിവേഴ്സിറ്റി BA-ക്കും MA-ക്കും റെഫറൻസ് ഗ്രന്ഥമായിട്ട് വെച്ചിരിക്കുന്ന മലയാളം റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉള്ളതാണ്. അത് അങ്ങനെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്നൊരു ബുക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പിന്നെ ചോദ്യമാണ് നമ്മളൊരു ഭാഗം. അത് എനിക്ക് മനഃപ്പാഠമായ ഒരു സംഗതിയാണ്. അതായത് തിരക്കഥ ഇവിടെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ പി.ടി. കുഞ്ഞു മുഹമ്മദിൻ്റെ ലേഖനമാണ്. അത് നേരത്തെ വായിച്ചിട്ടുണ്ട്. ഞാനത് തിരക്കഥയൊക്കെ ഇവിടെ നിർമ്മല കോളേജിൽ തിയേറ്റർ ആൻഡ് സിനിമ എന്നുള്ള പേപ്പർ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. സിനിമയെക്കുറിച്ചും ഇതൊക്കെ ഇത് വായിച്ച് പഠിക്കുകയും പിന്നെ പഠിപ്പിക്കുകയും പിന്നെ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പി.ടി. കുഞ്ഞു മുഹമ്മദിൻ്റെ ഈ പുസ്തകത്തിൽ, ഈ തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൽ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും ചില ഐഡിയാസൊക്കെ ഈ സിനിമ എഴുതുമ്പം തിരക്കഥ രചിക്കുമ്പോൾ കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ചില സീക്വൻസൊക്കെ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു ഭ്രാന്തനുണ്ടായിരുന്നു. ആ ഭ്രാന്തന് ഇങ്ങനെ ദൈവത്തെ വിളിക്കും. എന്നിട്ട് ദൈവമായിട്ട് തന്നെ വിളി കേൾക്കുന്നത് ഈ ഭ്രാന്തൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഭ്രാന്തനുമായിട്ടും ദൈവവുമായിട്ടുള്ള ആ സംഭാഷണം പി.ടി. കുഞ്ഞു മുഹമ്മദ് അതിൽ നിന്നാണ് ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഗർഷം എന്ന സിനിമയിൽ അതിലെ നായകനായിട്ടുള്ളൊരു കഥാപാത്രം മുരളി അഭിനയിക്കുന്നൊരു വേഷമാണ്, ഒരു പ്രവാസിയുടെ കഥ. അതിൽ ഈ സിനിമ പിന്നെ റിയലിസ്റ്റിക് സിനിമയാണെങ്കിലും അതിൽ ഗാന്ധിജിയായിട്ടും പിന്നെ ദൈവമായിട്ടുമൊക്കെ ഈ നായകൻ സംസാരിക്കുന്ന രംഗമുണ്ട്. അപ്പോൾ അതിന് പ്രചോദനം കിട്ടുന്നത് ഈ ഭ്രാന്തൻ്റെ ഈ ദൈവത്തെ വിളിച്ചുള്ള ഈ സംഭാഷണമാണ്. അപ്പം അദ്ദേഹം അതിൻ്റെ അകത്ത് ആ സംഭാഷണം എഴുതി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഭ്രാന്തൻ ഇങ്ങനെ ദൈവത്തെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പടച്ചോനെ ഇപ്പം ദൈവം എന്താടാ നായിൻ്റെ മോനെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ് നായിൻ്റെ മോനെ. അപ്പം പിന്നെ ഭ്രാന്തൻ, ഒരു അയല അത് മുറിച്ചാൽ എത്ര കഷ്ണമാണ് ദൈവം? 3 കഷ്ണമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായേ. അങ്ങനെയാണ് ആ ഡയലോഗ് എഴുതിയിരിക്കുന്നത്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായെന്ന്. അപ്പം ഞാനത് ഈ പിന്നെ ആധുനിക സാഹിത്യം പഠിപ്പിക്കുമ്പം കറുത്തകാസ്യമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയലോഗ് എടുത്ത് നേരത്തെ ഉപയോഗിക്കുമായിരുന്നു. ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്ന കാലത്തൊക്കെ. അതായത് ഇതിനകത്തൊരു ഹാസ്യമുണ്ട് അടിസ്ഥാനപരമായിട്ട്. അതായത് ഈ ദൈവത്തെ വിളിക്കുന്ന പടച്ചോനെ എന്നൊക്കെ വിളിക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവം വളരെ മകനെ വത്സല എന്നൊക്കെ വിളിക്കുന്നതാണ്. അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പം. അപ്പം നമ്മുടെ സങ്കല്പം തന്നെ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, വേറെ ഒന്ന് സംഭവിക്കുന്നു. അവിടെയാണ് ഹാസ്യം ഉണ്ടാകുന്നത്. വൈരുദ്ധ്യാത്മകമാണ്, വൈരുദ്ധ്യത്തിൽ നിന്നാണ് ഹാസ്യം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനം മാത്രമല്ല ചീത്തവിളി എന്ന് പറയുന്ന സാധനത്തിനെയും റദ്ദ് ചെയ്യുവാണ് അല്ലേ. നമ്മൾ ഈ തെറി എന്നുള്ള ആ സംഭവത്തെ ദൈവത്തിൻ്റെ പദമാക്കി അത് റദ്ദാക്കുവാണ്. അത് മാത്രമല്ല ഈ പിന്നെ തെറിവാക്കുകൾ, അതായത് ഈ പരുഷവാക്ക്, തെറിവാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ എന്നൊക്കെ വിളിക്കുന്നത് ചിലയിടത്തത് പിന്നെ സ്നേഹത്തോടെയും വിളിക്കും. ഈ പരുഷവാക്കുകൾ ഭാഷയുടെ ജീവനാണ്. നമ്മുടെ ഒരു പിന്നെ വികാരം സ്വാഭാവികമായിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ അങ്ങനെ അതുപോലെ പിന്നെ ഭംഗിവാക്കുകളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഭാഷയ്ക്ക് ജീവനേ ഇല്ല എന്നൊക്കെ ഉള്ള അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഇങ്ങനെ പറഞ്ഞത്, ദൈവം അങ്ങനെ പറയാൻ പിന്നെയും കാര്യമുണ്ട്. ദൈവത്തെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നാഴിക്ക് 40 വട്ടം. ദൈവത്തിന് എന്തെല്ലാം വേറെ പണിയുണ്ട്. എന്നിട്ട് ദൈവം പക്ഷേ വിളി കേൾക്കുന്നുണ്ട്. പരമകാരുണ്യവാനാണല്ലോ ദൈവം. അതുകൊണ്ട് എന്നിട്ട് ഈ പുള്ളി ചോദിക്കുന്നത് എന്താണ്, ഒരയല അത് മുറിച്ചാൽ എത്ര കഷ്ണമാണെന്ന്. അത് ദൈവം 150 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു 3 കഷ്ണമാണെന്ന്. പിന്നെയും ചോദിച്ചുകൊണ്ട് വരുവാണ്. അപ്പോഴാണ് നായിൻ്റെ മോനെ. ആർക്കും ആവശ്യം വരുമല്ലോ, ദൈവത്താണേലും വരുമല്ലോ. ദൈവം നമ്മുടെ യേശുക്രിസ്തുവൊക്കെ ആണേലും വെള്ളയടിച്ച കുഴിമാടങ്ങളെ നിന്ന് വിളിച്ചിട്ടുണ്ട്. സ്നാമകയോ ഞാൻ തൻ്റെ അടുക്കൽ മാമോദിസ സ്വീകരിക്കാൻ വന്ന ആളുകളെയൊക്കെ അണലിസന്തതികളെ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഈ ബൈബിളിൽ പോലുള്ള വാക്കുകളാണ്. അതിനെ ഒരു പിന്നെ തെറിവാക്കെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യായം കൂടെ ഉണ്ട്. ഞാനിത് ചോദ്യപേപ്പറിൽ എടുത്ത് ഇടുമ്പോൾ പക്ഷേ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് ചേർത്തു. അപ്പോൾ അത് ചോദ്യം ഞാൻ എഴുതിയിട്ട് ഇത് ഒരു പിന്നെ പടച്ചോനെ എന്നുള്ളതാണല്ലോ
വിളി. അപ്പോൾ ഇതൊരു മുസ്ലിമായിരിക്കും. മുസ്ലിമാണ്. അപ്പോൾ ഏത് പേരാ കൊടുക്കണമെന്ന് ചോദിച്ചപ്പം അത് പി.ടി. കുഞ്ഞു മുഹമ്മദാണല്ലോ നമ്മുടെ കണ്ണു മുമ്പിലുള്ളത്. അദ്ദേഹം തന്നെ കുഞ്ഞു മുഹമ്മദാണ്. മാത്രമല്ല ഏറ്റവും കൂടുതലുള്ള ഇസ്ലാമിക നാമം മുഹമ്മദാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞു മുഹമ്മദ് ആദ്യം എഴുതി ക്വസ്റ്റ്യൻ പേപ്പറിൽ, പിന്നെ കുഞ്ഞു മുഹമ്മദ് വേണം, മുഹമ്മദ് മതി എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് മുഹമ്മദ് വന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഇങ്ങനെ ഈ കലാപം ഇങ്ങനെ തൊടുപുഴ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന തലേദിവസം ഈ നമ്മുടെ ഈ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഹപ്രവർത്തന അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനോടത്ത് ഈ നായിൻ്റെ മോനെ എന്നൊക്കെ ചേർത്ത് കൊണ്ടാവും എന്നൊക്കെ ആണ് വിചാരിച്ചത്. അല്ല, അങ്ങനെ മുഹമ്മദ് എന്ന് അങ്ങ് ചേർക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നു ബികോമിൽ. അങ്ങനെ പിള്ളേരാരും പരാതിപ്പെട്ടോ ആ സമയത്ത്? പിള്ളേർ ആ സമയത്തൊന്നും പരാതിപ്പെട്ടില്ല. പിന്നെ ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ ചോദ്യം അടിച്ച് പ്രിൻസിപ്പലിന് കൊടുക്കുന്നത്. പ്രിൻസിപ്പൽ അപ്രൂവ് ചെയ്തു. ഞാൻ തന്നെ DTP എടുത്ത് DTP ഓപ്പറേറ്റർ എടുത്തുകൊണ്ട് കൊടുത്ത് അത് പ്രൂഫ് നോക്കി അതിൻ്റെ പിന്നെ ക്വസ്റ്റ്യൻ കൊണ്ട് കൊടുക്കുകയാണ്. പിന്നീടാണ് അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നത്. പ്രിൻസിപ്പൽ പള്ളിയിൽ അച്ഛനല്ലേ? അല്ല, ഒരു വേറെ ഒരു അൽമേനാണ്, കോട്ടയം എസ്സത്തിൽപ്പെട്ട ഒരു സാറാണ്. അപ്രൂവ് ചെയ്തു. ക്ലാസ് പരീക്ഷ ഇട്ടു. പരീക്ഷ പിറ്റേ ചൊവ്വാഴ്ച മറ്റോ നടക്കുന്നത്. അപ്പം പരീക്ഷ ഇട്ടിട്ട് ചൊവ്വാഴ്ച വരെ ഒരു കുഴപ്പമില്ലാതെ ഈ പരീക്ഷ നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ച ഈ പരീക്ഷ ഇട്ടപ്പോൾ ഞാൻ കൃത്യസമയത്ത് ഈ ബികോംകാരുടെ അവിടെ, അതായത് 1 മണിക്കൂർ പരീക്ഷയാണ്. രാവിലത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ് 2ാം സെക്ഷനിലാണ് എനിക്ക് കയറേണ്ടത് ഇൻവിജിലേഷൻ ഡ്യൂട്ടിക്ക്. ഞാൻ അവിടെ ചെല്ലുമ്പം എന്നോടൊപ്പം എൻ്റെ കൂടെ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി എന്നോടൊപ്പം വന്നിട്ടേ എന്നോട് ചോദിച്ചു, സാറ് തന്നെയാണോ ഈ മലയാളത്തിൻ്റെ ചോദ്യം ഇട്ടെന്ന് ചോദിച്ചേ. ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പിന്നെ അല്പം വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നത്. അതായത് പിന്നെ മുഹമ്മദ് എന്നുള്ളതിന് പകരം ഞാൻ ആ പേര് മാറ്റി ആണ് എഴുതിയിരിക്കുന്നത്. അതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല, അതിൻ്റെ ആ ചിഹ്നമൊക്കെ ശരിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പേരിലെന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വിട്ടു. എന്നിട്ട് പിന്നെ ഞാൻ ആ കുട്ടി പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഞാനും പറഞ്ഞു ആ ചോദ്യത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഇപ്പം ഒരു കഥയുണ്ട്, ആ കഥ ഞാൻ ക്ലാസ്സിൽ പേപ്പർ തരുമ്പം പറയാം എന്നും പറഞ്ഞ് ആ കുട്ടിയെ വിട്ടതാണ്. അത് പി.ടി. കുഞ്ഞിന് പറയാനായിരുന്നു. ഈ പി.ടി. കുഞ്ഞുമുഹമ്മദിൻ്റെ കഥയും ഈ പറഞ്ഞ ഈ ഗർഷം സിനിമയുടെ കഥയെല്ലാം പറഞ്ഞ് ഈ ക്ലാസ് ഒന്ന് കൊഴിപ്പിക്കാമല്ലോ, സാഹിത്യാത്മകമാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ കുട്ടി എന്നിട്ട് പിന്നെ ഞാൻ ആ പേപ്പർ നോക്കി, പിന്നെ ബുധനും വ്യാഴം ഒക്കെ ഇരുന്നിട്ട് പിന്നെ പേപ്പർ നോക്കിയപ്പോൾ ഈ കുട്ടി അത് വെട്ടിയിട്ട് ഈ മുഹമ്മദ് ദൈവം എന്നുള്ള പേര് വെട്ടിയിട്ട് ചേട്ടൻ അനിയൻ എന്നാക്കി വെച്ചു. അതാണ് ആ കുട്ടി ചെയ്തത്. അപ്പം ഞാനതിന് പിന്നെ 1-2 അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഒരു B ഗ്രേഡ് മാർക്കൊക്കെ കൊടുത്തു, ഗ്രേഡാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞു പോയതാണ്. അതിന് ശേഷമാണ് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇങ്ങനെ ഇന്ത്യ വിഷനിൽ വാർത്ത വന്നെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സഹപ്രവർത്തകനായ ഫാദർ വിളിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യ വിഷനിലാണോ ആദ്യം? സൂര്യയിലും ഇന്ത്യ വിഷനിലാണോ? ഇന്ത്യ വിഷനിലാണ്. അപ്പോൾ അങ്ങനെ അത് ഞാനന്ന് കേട്ടത് ഈ ഹൈദരലി എന്ന് പറയുന്ന കക്ഷിയുണ്ട്. ഇപ്പോൾ ഈ ഒരു യൂട്യൂബൊക്കെ നടത്തി സിനിമാക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഹൈദരാലി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളൊന്ന് സൂര്യ TV-യുടെ അവിടുത്തെ റിപ്പോർട്ടറായിരുന്നു. അയാളും ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ഇപ്പോൾ ന്യൂസ് സൈറ്റിലും കണ്ടുള്ള ഒരു കക്ഷി. ഇവർ രണ്ടുപേരോട് കൂടി മൂപ്പിച്ചാന്നാണ് ഞാൻ കേട്ടത്. എനിക്കെന്നെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്ത്യ വിഷനിൽ വാർത്ത വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ആ ചോദ്യപേപ്പറിൽ ഞാൻ പറഞ്ഞു അത് അതിൻ്റെ അകത്ത് പാഠഭാഗം ഞാൻ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ എൻ്റെ സഹപ്രവർത്തന അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആണ് ഞാൻ അറിയുന്നത്. എന്താ വാർത്ത എങ്ങനെയായിരുന്നു? തൊടുപുഴയിൽ പിന്നെ എന്തോ വാർത്ത ഞാൻ കണ്ടില്ല, ആ വാർത്ത ഞാൻ കേട്ടുമില്ല. അല്ല, അച്ഛൻ പറഞ്ഞു ഏതാണ്ട് ചോദ്യപേപ്പറിൽ എന്തോ കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനസ്സിലായില്ല. ഞാനും ചോദിച്ചു എവിടുന്ന അച്ഛൻ വാർത്ത കേട്ടോ? ഞാൻ കേട്ടില്ല. എൻ്റെ ഒരു കസിന് ബന്ധു ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. അച്ഛൻ ആ വാർത്ത നേരിട്ട് കണ്ടിരുന്നില്ല. ഏതായാലും ഞാൻ വിചാരിച്ചു ഈ നായിൻ്റെ മോനെ പ്രയോഗമാണ് ഈ കുഴപ്പം എന്ന് വിചാരിച്ചു. അതിനൊക്കെ നമുക്ക് ന്യായം പറയാനുണ്ടല്ലോ, ഇത് പുസ്തകത്തിലേതാണ്, അങ്ങനെയൊക്കെ പറയാമല്ലോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ യഥാർത്ഥത്തിൽ അന്നും ഇന്നും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ ഈ ചാനലുകാരാണ്. സത്യത്തിൽ ഇത് കുത്തിപ്പൊക്കിയത് അന്നത്തെ ഈ ചാനലാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പിന്നെ എൻ്റെ കൂടെ ന്യൂമാൻ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ഫിസിക്സിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഇത് ഇങ്ങനെ അവിടെ എല്ലാം പള്ളികളിലൊക്കെ എല്ലാം ഇതിനെതിരെ പ്രതികരിക്കണം, ഇത് മതനിന്ദ നടത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിയിപ്പുണ്ടായി. അവിടെയൊക്കെ പോസ്റ്റ്. മുസ്ലിമാണോ? അദ്ദേഹം മുസ്ലിമല്ല, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ ചോദിച്ചെന്താണ് അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാര്യം? അത് മുഹമ്മദിനെ നിങ്ങൾ അപമാനിച്ചു, നിന്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് എനിക്ക് കത്തിയത്. ഈ പേരാണ് പേരാണ് പ്രശ്നമാണ്.
അതോടുകൂടി നമുക്ക് ഭയങ്കര ആദ്യമായിപ്പോൾ. അതുവരെ ഞാൻ വളരെ കൂളായിട്ട് നായൻ്റെ മോനാണല്ലോ. നായൻ്റെ മോൻ അതൊക്കെ സാരമില്ല. അതൊക്കെ ഈ സാഹിത്യത്തിൽ തെറിയെന്ന് പറയുന്നതും പിന്നെ അതും അതിൻ്റെ ഭാഷയുടെ ഒരു അലങ്കാരമാണ്. പിന്നെ അത് ആധുനിക കവിതയിലൊക്കെ ആണെങ്കിൽ ധ്വനിയാണ് കവിത എന്ന് പറയുന്നത്. അപ്പം തെറിയെന്ന് പറയുന്നത് തീർത്തും ധ്വന്യാത്മകമാണ്, അർത്ഥമില്ല, വാച്യാർത്ഥവും ഇല്ല, വ്യംഗ്യാർത്ഥവും ഇല്ല, ധ്വനി മാത്രമേ ഉള്ളൂ. അപ്പം അത് ഒക്കെ നമുക്ക് അങ്ങനെയാണ് എന്നുള്ളൊരു പക്ഷക്കാരനാണ്, സാഹിത്യത്തിൻ്റെ ഒരു പക്ഷത്തിലാണ് നിൽക്കുന്നത്. വൈലോപ്പിള്ളിയൊക്കെ അങ്ങനെ പരുഷ വാക്കുകൾ, തെറി വാക്കുകൾ, നമ്മുടെ ഭാഷയിൽ തെറി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് ഞാൻ പറയുന്നത് കൊച്ചു കുട്ടികളോടൊന്നുമല്ലല്ലോ, 18 വയസ്സ് പൂർത്തിയായി വോട്ടവകാശമുള്ള കുട്ടികളുടെ ക്ലാസ്സിലാണ്, അവരുടെ സാഹിത്യ ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് എന്നുള്ള അപ്പോഴാണ് ഒരു സീരിയസ്നെസ് പിടി കിട്ടുന്നത്. അന്നത്തേക്കും പിന്നെ തൊടുപുഴയിലെ ഒരു DSP എന്നെ വിളിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ കേസായെന്ന് പറഞ്ഞോ? അങ്ങനെ പരാതിയായെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ വിശദീകരണം ചോദിച്ചു. ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആരായിരുന്നു ആ DSPയുടെ ഓർമ്മയുണ്ടോ? പേര് വല്ലോ? മറ്റേ സൈമൺ അല്ല? സൈമൺ തന്നെയാണ്. സൈമണായിരുന്നു അദ്ദേഹമായിരുന്നു അന്നത്തെ അവിടുത്തെ. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. വളരെ സോപ്പിട്ട് കേട്ടു. കേട്ടിട്ട് പിന്നെ ഇങ്ങനെ മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഞാൻ വരുത്തിയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് മൂളി നിർത്തി. പിന്നെ ഞാനന്ന് തൊടുപുഴ MLA PT തോമസാണ്, ഇടുക്കി MP ആണെന്ന് തോന്നുന്നു. ഇടുക്കി MP ആണ് PT തോമസ് എൻ്റെ ഒരു അകന്ന ബന്ധുവും സുഹൃത്തുമൊക്കെയാണ്, ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ PT തോമസ് ഇത്തരം കാര്യങ്ങൾ വ്യത്യസ്ത നിലപാടുള്ള ആളാണ്. ഞാൻ PT തോമസിനെ വിളിച്ച് ഈ കാര്യം വിശദീകരിക്കുകയും വേണ്ട, ഇവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനുള്ള നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് PT തോമസ് കുഴപ്പമില്ല. പുള്ളി അത് കേട്ടു. പുള്ളി എനിക്കൊരു ഉറപ്പൊന്നും വന്നില്ല, ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതിന് പുള്ളി വേണ്ടായിരുന്നു, അപകടമൊന്നുമില്ല പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇല്ല. പിന്നെ വേറെ ഒരു സുഹൃത്ത് പിന്നെ അവിടുന്ന് ഈ പോലീസുകാരോടൊക്കെ ബന്ധമുള്ളൊരു പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ പിന്നെ 6ലെ അധ്യാപകനാണ്, എന്നെക്കുറിച്ച് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, സാറ് പിന്നെ വീട്ടിൽ നിന്ന് മാറി നിന്നുള്ള പറഞ്ഞ് പോലീസ് ചിലപ്പം കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവിടുന്ന് കിട്ടി? അത് പോലീസ് നിങ്ങളിൽ നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പിന്നെ എന്നാൽ ഞാനൊന്ന് മാറിയേക്കാന്ന് വിചാരിച്ചിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോയി. അപ്പോൾ നമ്മൾ സ്വന്തം വണ്ടി എടുത്ത് സാറ് തന്നെ പോയോ? അല്ല, മകനോട് പറഞ്ഞു എന്നെ പിന്നെ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് കൊണ്ടുപോയി. അവൻ എത്ര വയസ്സുണ്ടോ? അവനന്ന് 22 വയസ്സ്. അവൻ എന്ത് ചെയ്യുമായിരുന്നു? അവനന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് BTech കഴിഞ്ഞിട്ട് പിന്നെ വേറെ MBAക്കൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി വിട്ടിട്ട് അവൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പിന്നെ മാനേജർ അച്ഛൻ, വികാരി ജനറൽ മാനേജർ അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചു. അപ്പം മൊബൈലില്ല അന്ന് മൊബൈലുണ്ട്. സാർ മൊബൈൽ കൊണ്ടുപോയി? ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഓഫാക്കി വെച്ചിട്ടാണ് പോയത്, വീട്ടിൽ നിന്ന് തന്നെ ഓഫാക്കിയിട്ട് കൊണ്ടുപോയി. അപ്പം മോനെ വിളിച്ച് ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ എവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നോളാൻ അച്ഛനോട് പറയാൻ. പ്രിൻസിപ്പൽ അല്ല, മാനേജർ പറഞ്ഞു. മാനേജർ അച്ഛൻ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ കേസ് എടുത്തപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ അന്നേരമൊക്കെ ഈ മാനേജറും ഒക്കെ എൻ്റെ കൂടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇതെങ്ങനെ മോൻ അറിയിച്ചോ? പിന്നീട് അറിയിക്കുന്നത്? അതൊക്കെ ഞാൻ പിന്നെ തിരിച്ചു വന്നപ്പോൾ അറിയിക്കുന്നത്. എന്നിട്ട് സാറ് പോയി? അവിടെ ഞാൻ പോയി. പിന്നെ വീടുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ലാതെ ഞാൻ അവന് ഒരാഴ്ചക്കാലം അങ്ങ് പോയി. എവിടെ ഒന്നും പറയാൻ പറ്റത്തില്ലേ? പറയണ്ട. സാറിന് വേണ്ടപ്പെട്ട എവിടെ പോയി താമസിച്ചു? അല്ലാതെ പറയാം, ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ പാലക്കാട് പോയി അവിടെ ലോഡ്ജിൽ, അവിടെ ഒരു മുസ്ലിം ലോഡ്ജായിരുന്നു, അവിടെ പോയി. അവിടെ പിന്നെ വില കുറഞ്ഞൊരു എന്തെങ്കിലും 800 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ഞാൻ എറണാകുളത്ത് പോയി എൻ്റെ കസിൻ ജോയ്സി, എഴുത്തുകാരൻ, നോവലിസ്റ്റ് ജോയ്സിയോട് 2000 രൂപ കൂടെ വായ്പ വാങ്ങിച്ചിട്ട് കിട്ടുന്ന വണ്ടി കയറി ഞാൻ പാലക്കാട് ഒരു 5 മണിയോടുകൂടി എത്തി. ഈ പാലക്കാട് പോകാൻ തീരുമാനിച്ചു? പാലക്കാട് ഞാൻ എനിക്ക് മുമ്പ് അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കൊല്ലങ്കോട്. അല്ല, കേരളം വിട്ടു പോകണ്ടെന്ന് ആലോചിച്ചെന്നാ? കേരളം വിട്ടു പോകണ്ട, ഒന്നാമതിന് പണമില്ലല്ലോ. ഈ പറയുന്ന 2800 രൂപേൻ്റെ എല്ലാ പടയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏറ്റവും വില കുറഞ്ഞ ഒരു ലോഡ്ജ് എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കണ്ടുപിടിച്ചാണ്. പിന്നെ പാലക്കാട് എനിക്ക് ഈ സീരിയലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജോയ്സിയോടൊപ്പം ഒക്കെ പങ്കെടുത്ത് അവിടെ പലയിടത്തും തിരക്കഥ എഴുതിയിട്ടുണ്ടോ? ആ തിരക്കഥ ജോയ്സിയുടെ അവിടെയൊക്കെ എഴുതാൻ കൂടിയിട്ടുണ്ട്, സ്വന്തമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അല്ല, അപ്പോൾ ഈ പാലക്കാട് സാറിന് ഐഡൻറ്റിറ്റിയും പേരും കൊടുക്കണ്ടായിരുന്നു ലോഡ്ജിൽ? അവിടെ ചെന്നപ്പം പിന്നെ എന്നെ കണ്ടപ്പോൾ അവർക്ക് നല്ലൊരു പരിചയം തോന്നി. ഇതിനു മുമ്പ് ഞാനിങ്ങനെ പേരൊക്കെ എഴുതാൻ തുടങ്ങിയപ്പം സാറിവിടെ ഒന്ന് താമസിച്ചിട്ടുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. താമസിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതൊരു അവരുടെ ഒരു ഓർമ്മ പെശക് ഞാനൊരു അനുഗ്രഹമായിട്ട് എടുത്തിട്ട്, അതുകൊണ്ട് എന്നോട് അവിടെ ID കാർഡൊന്നും ചോദിച്ചില്ല. ഞാൻ ജോസഫ് എന്നുള്ള പേര് എഴുതാൻ വന്നിട്ട് ഞാൻ ജോ എഴുതിയിട്ട് ജോർജ് കുട്ടി എന്നൊക്കെ ആക്കി ആ പേരൊക്കെ മാറ്റി എഴുതി. അങ്ങനെ അവിടെ താമസിച്ചു. എത്ര ദിവസം അവിടെ? പിന്നെ ഒരു ദിവസം താമസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ താമസിക്കുന്നത് ഞാനൊരു ഒരു ഫോൺ ചെയ്തായിരുന്നു.
പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ പിന്നെ ഫോണിലേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അത് പാലക്കാട്ടിൽ നിന്ന് തന്നെ ചെയ്തത് മോശമായി പോയല്ലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ വിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ട് ഗുരുവായൂരൊക്കെ പോയിട്ട് റൂം നോക്കിയിട്ട് എനിക്ക് റൂം തരുന്നില്ല, ID കാർഡില്ല, റൂം തരികയെന്ന് പറഞ്ഞു. പിന്നെ തൃശ്ശൂർ വന്ന് അവിടെ റൂം കിട്ടി. ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലായിരുന്നോ പോകാനായിട്ട്? അല്ല, അങ്ങോട്ടൊന്നും പോയില്ല. അവിടെ പോയായിരുന്നു 7 കൊണ്ട് തന്നെ അവർ ബുക്ക് ചെയ്യാനായിരുന്നു. ഒരു 3-4 സ്ക്വാഡായിട്ട് എൻ്റെ സകല ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ പോലീസ് അരിച്ചു പറഞ്ഞു. എന്നെ തപ്പി നടന്നതാ. അതുപോലെ എന്നെ 3000 പേരെ എന്നെ തപ്പി നടന്നത്. വേറെ ഒരു കുറ്റവാളിയെ എത്രയും പിന്നെ ഈ പറഞ്ഞ എന്നെ പിന്നെ കൈവെട്ടി ആക്രമിച്ചൊക്കെ അവരെ പോലും പോലീസ് ഇത്രയും ശുഷ്കാന്തിയോടെ. അല്ല, എൻ്റെ കാര്യത്തിൽ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു DIGയും 2 SP-മാരും നിരവധി മറ്റ് ഓഫീസർമാരോട് 3000 പോലീസിന് 6 സ്റ്റേറ്റിൽ എന്നെ തപ്പിവിട്ടു. പക്ഷേ എനിക്കിത് അറിയായിരുന്നുകൊണ്ട് പിടികിട്ടിയില്ല. എനിവേ, എന്നിട്ട് സാർ അവിടുന്ന് ഗുരുവായൂർ എന്നിട്ട് കിട്ടിയില്ല. ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ. അപ്പം സാറിൻ്റെ ഫോട്ടോ ഒക്കെ വരാൻ തുടങ്ങിയോ? ഞാൻ ഇവിടെ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച പുറപ്പെട്ട് പോയതാണ് ഇവിടുന്ന്. വെള്ളിയാഴ്ച രാവിലെ പോയിട്ട് ഞായറാഴ്ചയാണ് വീണ്ടും ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് അവിടെ തന്നെ ഉച്ചകഴിഞ്ഞെത്തി പാലക്കാട്ടെത്തി. അവിടെ തന്നെ വേറെ റൂം മാറി കിട്ടി. പിന്നെ ഞാൻ അവിടെ താമസിച്ചപ്പോൾ അന്നാണ് ഈ ലുക്കൗട്ട് നോട്ടീസൊക്കെ വന്നിട്ട് എൻ്റെ ഫോട്ടോ എല്ലാം വന്നത്. അന്നാണ് പടം വരുന്നത്. ഞാനത് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കാരണം ഇങ്ങനെ എന്നെ തിരിച്ചറിയാനുള്ള രേഖ സർക്കാർ തന്നെ കൊടുക്കുമല്ലേ, ഏത് തീവ്രവാദിക്ക് എവിടെ വെച്ച് തന്നെ തിരിച്ചറിയാനുള്ളൊരു സാധ്യത അല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ മുറിക്ക് പുറത്തിറങ്ങാതെ 2 ദിവസം ഇരുന്നു. സാറെങ്ങനെ അറിഞ്ഞു ലുക്കൗട്ട് നോട്ടീസ് വന്ന കഥ? അവിടെ മുറിയിൽ TV ഉണ്ടായിരുന്നു. TV കണ്ടു. പക്ഷേ എന്നിട്ട് ഇവിടെ ഹോട്ടൽ റൂമുകാർ പേര് മാറിയല്ലേ ഇരിക്കുന്നത്. ഞാൻ പിന്നെ കണ്ണട വെച്ചൊരു വലിയ കണ്ണട ഫ്രെയിമൊക്കെ ഉള്ള കണ്ണട വെച്ചൊരു ഫോട്ടോ പണ്ട് ഞാൻ സിംഗപ്പൂരിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ് ഇവർക്ക് കിട്ടത്. അതാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ ഈ കണ്ണടയെ ഉപയോഗിക്കാതായി. ഈ റൂം ബോയൊക്കെ വരുമ്പോൾ കണ്ണട ഊരി വെക്കും. ഈ പുറകോട്ട് മുടി ഇരി വെച്ചിരുന്ന് ഞാൻ ചിരിച്ചൊക്കെ ഈ മുടി ഇരി വെക്കും. അങ്ങനെ പരമാവധി സംശയം അവർക്ക് തോന്നിയൊന്നുമില്ല. അപ്പം അങ്ങനെ അതിനുശേഷം എന്നെ ഞാൻ കീഴടങ്ങിയതിന് ശേഷം എത്ര ദിവസം അവിടെ താമസം? അവിടെ ഞാൻ 6 ദിവസം അവിടെ. എന്നിട്ട് ഞാൻ പിന്നെ ഒരു സുഹൃത്തിനെ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയായിരുന്നു. പുള്ളിയെ പോലീസ് നിലത്ത് നിർത്തിയില്ല. പുള്ളിയെ കൊണ്ട് പോലീസ് നടന്ന് പുള്ളിക്കതൊന്നും തരപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ ജാമ്യത്തിന് കൊടുത്തില്ല. അങ്ങനെ ശ്രമം പോലും നടത്തിയില്ല. അതുകൊണ്ട് പിന്നെ അവസാനം ഇവിടേക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടുന്ന് പോയാൽ മതി, ബാക്കി കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഏത് വക്കീല് എങ്ങനെയൊക്കെയുള്ള എല്ലാ സിസ്റ്റമാണ്. ഇത് സിസ്റ്റം ഇല്ലായിരുന്നു. നമ്മൾ ഓർക്കാപ്പുറത്തല്ലേ. അപ്പോൾ അങ്ങനെ ആ പുള്ളിയെ കൊണ്ടാണ് എന്നെ അന്വേഷിച്ച് പോട്ടെ പോകുന്നു, അവിടെ പോകുന്നു, ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നു. ധ്യാനകേന്ദ്രത്തൊക്കെ പോയി പോട്ടയിലൊക്കെ. ഇതെല്ലാം KG സൈമനാണ് കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ കീഴിലൊക്കെ ഉള്ള വേറെ ആയിരിക്കും. അങ്ങനെ ഏതായാലും ഞാനും പിന്നെ ഈ ബുധനാഴ്ച ഞാൻ പിന്നെ ഫോൺ വിളിച്ചത് തിങ്കളാഴ്ച വിളിച്ചില്ല, പിന്നെ ബുധൻ 2 ദിവസം ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട്ടിൽ നിന്ന് പിന്നെ ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷൻ ഒരു ബൂത്തിൽ പോയാൽ വിളിച്ചത്. അങ്ങനെ 2ാമത്തെ തവണയും പിന്നെ ഫോൺ എടുത്തിട്ട് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് കാരണം അവരുടെ ഫോൺ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് അവർ മിണ്ടിയില്ല. ഫോൺ എൻ്റെ കോളാണെന്ന് കണ്ടത് കട്ട് ചെയ്ത് കളഞ്ഞു. അതോടുകൂടി എൻ്റെ ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഞാൻ പിന്നെ കട്ടപ്പനയുള്ളൊരു സുഹൃത്തിനെ വിളിച്ചു. എനിക്ക് കാശ് തീർന്നു പോയി. കാശ് എത്തിക്കാമോ എന്ന് ചോദിക്കാൻ വേണ്ടി. പുള്ളി കാശൊക്കെ എത്തിക്കാം, പക്ഷേ നിങ്ങളെന്തിനാ അങ്ങനെ പേടിച്ചു ഓടുന്നത് എന്ന് കട്ടപ്പനയിലൊരു ജോസഫ് മാത്യു എന്ന് പറഞ്ഞൊരു സ്കൂൾ അധ്യാപകൻ എൻ്റെ കൂടെ B.Ed ഉണ്ടായിരുന്നതാണ്. പുള്ളി പറഞ്ഞു പിന്നെ വന്ന് കീഴടങ്ങും, അതല്ല നല്ലത് എന്നൊക്കെ പറഞ്ഞ കാരണം ഞാൻ കട്ടപ്പനയ്ക്ക് പോയി. കട്ടപ്പന അവിടെ ജനമൈത്രി പോലീസിൻ്റെ അടുത്ത് കീഴടങ്ങാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അതൊക്കെ രാത്രിയിൽ ഭയങ്കര റിസ്ക്കായിട്ടാണ് പോയത്. തിരിച്ചറിയാതെ വഴിക്ക് പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അവിടെ ചെന്ന് പുള്ളിയുടെ കെയർ ഓഫിൽ പിന്നെ ചില രാഷ്ട്രീയക്കാരുമൊക്കെ ആയിട്ട് പുള്ളി ബന്ധപ്പെടുകയും കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കീഴടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വേണ്ട, ഈ കേസെല്ലാം അവിടെ എല്ലാം കേസെല്ലാം എഴുതി തീർത്തതാണ്, ഇവിടെ കീഴടങ്ങിയാൽ ഞങ്ങൾക്ക് ഭയങ്കര പണിയാവും, അതുകൊണ്ട് ഈ അവിടെ തന്നെ പോയി കീഴടങ്ങുന്ന നല്ലതെന്ന് പറഞ്ഞു. തൊടുപുഴ തന്നെ. അപ്പം ഞങ്ങളിങ്ങനെ തൊടുപുഴയ്ക്ക് പോരാൻ നേരത്ത് പിന്നെ വാഗമൺ കൂടി ഒരു കുറുക്കിന് വന്ന് സ്റ്റേഷന് മുമ്പാകെ അവർ പിടിക്കുമെന്നറിയാം, എന്നാലും ഇന്ന് നോക്കാം, വഴിക്ക് പിടിച്ചാൽ അവർ പിടിച്ചെന്നല്ല വരികയല്ലേ, നമ്മൾ കീഴടങ്ങി എന്നുള്ളത് വരികയല്ലോ, അവർ വേറെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഞങ്ങളങ്ങനെ വന്നു ഇവർ പിന്നെ ഞങ്ങളെ ജോസഫ് മാത്യുവിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും അതുപോലെ തന്നെ ആ ഫോൺ ട്രേസ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വാഗമൺ വഴി വരുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണേ. അതെനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു വണ്ടി തിരിച്ചു വിടാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ കട്ടപ്പന തിരിച്ചു പോയി. എന്നിട്ട് അവിടെ ചെന്ന് പിന്നെ അവിടുത്തെ പിന്നെ സൈമണിൻ്റെ ഭാര്യ
പിന്നെ ഒരു DO മറ്റാന്ന് തോന്നുന്നു, വിദ്യാഭ്യാസ വകുപ്പ് ജോലിയാണ്. അവരെ ഈ ജോസഫ് മാത്യുവിനെ അറിയാം. ആ മാഡത്തിനോട് ഇവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഈ കട്ടപ്പന കീഴടങ്ങാൻ പറഞ്ഞിട്ട് കീഴടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ അങ്ങനെ തൊടുപുഴയ്ക്ക് വരാൻ പറഞ്ഞ് ഞങ്ങൾ പിന്നെ പൈനാവ് കൂടി വന്ന് പിന്നെ ഇടുക്കി കൂടി വന്ന് അവർ കുളമാവിൽ വെച്ച് പൈനാവ് കഴിഞ്ഞ് ആ കാട്ടിൽ വെച്ച് കൈമാറി. ആദ്യം അവർ പോലീസ് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു എന്നൊക്കെയാണ്. പിന്നെ അന്നത്തെ ഒരു DSP ഒരു ഫിലിപ്പ് സാർ പറഞ്ഞ് നിങ്ങൾ വേറെ കള്ളമൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ കാരണം എൻ്റെ ഫിലിപ്പ് സാർ നല്ലയാളാണ്. കീഴടങ്ങലായിട്ട് തന്നെ പിന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ അവർ പിന്നെ സാഹസമായി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ന് അവരെ പത്രക്കാരോടെല്ലാം വിളിച്ച് പറഞ്ഞ് എന്നെ ഞാൻ കീഴടങ്ങിയ സമയത്തൊക്കെ അവർ മെസ്സേജ് കൊടുക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഫിലിപ്പ് സാറിൻ്റെ ഇടപെടൽ കൊണ്ട് അത് കീഴടങ്ങിയതായിട്ട് തന്നെ വന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരുത്തുന്നു, കോടതിയിലെത്തി. എത്ര ദിവസം? അങ്ങനെ അവിടെ തൊടുപുഴ വന്ന് ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നു. അത് അവർ പറഞ്ഞ ലോക്കപ്പിൽ ഇടാൻ നിർബന്ധമായിട്ടൊന്നുമില്ല, ലോക്കപ്പിൽ കിടക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ലോക്കപ്പിൽ ഇട്ടത്. കാരണം പിന്നെ ആ ലോക്കപ്പിൽ കിടക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വന്ന് ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ഉണ്ടായിരുന്നു, അന്തരീക്ഷം ഡെവലപ്പ് ചെയ്തായിരുന്നു അറ്റാക്ക് ചെയ്യാൻ തരുന്നത്. അവിടെ ശരിക്കും പോലീസ് എന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാണ്, ഇത് പെസഹ വ്യാഴാഴ്ചയാണ് നമ്മൾ കീഴടങ്ങുന്നത്. പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച പിന്നെ തൊടുപുഴയിലെ CJM കോടതി അവധി ആയതുകൊണ്ട് കട്ടപ്പനയാണ് എന്നെ കൊണ്ടുപോകുന്നത്. സുദീപായിരുന്നു അന്നത്തെ ജഡ്ജ്. സുദീപ് കട്ടപ്പനയല്ല, പകരക്കാരനായിട്ടാണ് സുദീപ് എന്നെ റിമാൻഡ് ചെയ്തിരുന്നത്. വലിയ വാചടിക്കുന്ന പുള്ളിക്ക് വിടാവുന്നുള്ളായിരുന്നു ഒന്ന്. ഞാനതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. വലിയ മഹാനാന്നാണ് അടിക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് വലിയ പോലീസ് വണ്ടി ഇരുത്തി, മുന്നിലും പുറകിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വാഹന വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇത്രയും വലിയ ആളാണ്. ഞാനതൊക്കെ ആസ്വദിച്ചാണ് അതിനെ പോകുന്നത് ശരിക്കും. അപ്പം പോലീസിന് കീഴടങ്ങുന്നതിന് ശേഷം കീഴടങ്ങുന്നതിന് വരെ എനിക്ക് കുറച്ച് പരിഭ്രാന്തിയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഈ ലോക്കപ്പ് ജീവിതവും ഈ പറയുന്നതെല്ലാം ആസ്വദിച്ച്, ജയിൽ ജീവിതം എല്ലാം ആസ്വദിച്ചാണ്. അങ്ങനെ അവിടെ പോയിട്ട് എത്ര ദിവസം റിമാൻഡ് ചെയ്തു സുദീപ്? പിന്നെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തതാണ്. പക്ഷേ അത് ദുഃഖവെള്ളിയാഴ്ച റിമാൻഡ് ചെയ്തു. പിറ്റത്തെ ബുധനാഴ്ച എനിക്ക് ജാമ്യം കിട്ടി. ഈസ്റ്ററൊക്കെ അതേത് തൊടുപുഴ കോടതി ജാമ്യം തന്നു? തൊടുപുഴ CJM കോടതി. സുദീപല്ലായിരുന്നു, വേറെ ഇവിടെ കോടതി തുറന്നല്ലോ അവിടെ. അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഉള്ള അനുഭവം എന്താണ്? അതിനുശേഷം ഈ എത്ര കാലം കഴിഞ്ഞാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്? ജാമ്യം കിട്ടി വീട്ടിൽ വന്നിട്ടോ പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തി, ആരും തിരിഞ്ഞു കയറാതെ ഒരു ഭയവും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അയൽക്കാരിൽ നിന്ന് വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ മാത്രമേ നമ്മളോട് ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുള്ളൂ. എന്താ കാര്യം? ഇത് നമ്മളൊരു ഭീകരനാണെന്നും അങ്ങനെ നമ്മൾ ഒളിവിലായിരുന്ന സമയത്ത് നാട് മുഴുവൻ പ്രചരിച്ച അപവാദ കഥകൾക്ക് കണക്കില്ല. എന്താ പറഞ്ഞു? എന്നെ പിന്നെ ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നെ പിടിക്കാത്തതിൻ്റെ പേരിൽ തൊടുപുഴ നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. അപ്പോൾ ഏതായാലും പുള്ളിക്ക് പിന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് പുള്ളി പ്രഖ്യാപിച്ചത്. അന്ന് പോലെ തുടങ്ങുള്ളൂ. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ഈസ്റ്റർ നഷ്ടപ്പെടുകയല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആളൊക്കെ പിന്നെ അവിടെ ഇലക്ഷനൊക്കെ മത്സരിക്കുന്നത് കണ്ടു. അങ്ങനെ ഈ ആളുകളുണ്ടല്ലോ, ഈ ഒരാളെ ഒരു കുറ്റവാളിയായിട്ട് റോയ് വാരിക്കട്ടോ, ഞാനത് പറയുന്നില്ല. എന്നിട്ട് പിന്നെ ഈ ഒരാളിങ്ങനെ ഒരു കുഴപ്പക്കാരൻ, ഇപ്പം ഞാനിങ്ങനെ ഇവർ പള്ളിയിലച്ചന്മാരൊക്കെ പള്ളിയിലും അവിടെയൊക്കെ പറഞ്ഞാണ് ഇത് തരം കിട്ടിയാൽ ഇങ്ങനെ മതം വിമർശിക്കുന്ന ആളാണ്. അന്ന് നമ്മൾ അങ്ങനെ ഒന്നുമില്ല. ഞാൻ കാറ്റഗിസം പോലും പഠിപ്പിക്കുന്ന ആളാണ്. മൂല്യബോധനത്തിൻ്റെ പിന്നെ ഡയറക്ടറല്ലേ. പക്ഷെ അപ്പം തന്നെ എന്നിട്ട് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ ഒരു അനുഭവം പറയുണ്ടായി. അദ്ദേഹം ഒരു +2 ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ സ്കൂളിലെ ഒരു ജീവനക്കാരൻ്റെ വീട്ടിൽ ചെന്നപ്പം ആ കുട്ടി BAക്ക് ഈ പറയുന്ന എൻ്റെ പിന്നെ ന്യൂമാൻ കോളേജിൽ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നതാണ്. അപ്പം അവിടെ ചെന്ന് ആ കുട്ടി എന്നെക്കുറിച്ച് പറഞ്ഞത്, ആ സാറ് തരം കിട്ടിയാൽ ദൈവനിന്ദയെ പറയുള്ളൂ, ദൈവദൂഷണമേ പറയുള്ളൂ എന്ന്. ഇങ്ങനെ എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അവരും അങ്ങനെ പെട്ടുപോവാണ്. അവരുടെ ഒരു ചിന്താശേഷിയോ എല്ലാം നഷ്ടപ്പെട്ടിട്ടേ അങ്ങനെ സമൂഹം മുഴുവനും ഞാൻ ഏതാണ്ട് ഭയങ്കര ഭീകരനാണ് എന്നൊക്കെയുള്ള ഒരു രീതിയിലേ അങ്ങനെ ഈ വാർത്താമാധ്യമങ്ങളെല്ലാം അങ്ങനെ പ്രചരിപ്പിച്ച്, പത്രങ്ങളെല്ലാം അങ്ങനെ എതിരാണ്. രാത്രിയിൽ മീഡിയാസൊക്കെ നമുക്കെതിരായിട്ടുള്ള ചർച്ച അങ്ങനെയെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കുറ്റവാളിയായിട്ട് അന്ന് മീഡിയ ചർച്ച, ഇന്ത്യ വിഷനും സൂര്യ എല്ലാം ചർച്ചയായിരിക്കും. ഏതായാലും അങ്ങനെ ഒരു ഭീകരനായിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലെ അന്തരീക്ഷം, ഭാര്യയുടെ അതിനിടയ്ക്ക് വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്, എന്നെ കിട്ടാഞ്ഞിട്ട് പോലീസ് എൻ്റെ മോനെ പിടിച്ചു കൊണ്ടുപോയി 3-4 ദിവസം
പിന്നെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലൊക്കെ വെക്കുകയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഈ പറയുന്ന മൂന്നാം മുറയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് മകനോട്. അതിനെതിരെ പിന്നെ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ മകൻ പരാതി കൊടുത്ത് 2 പോലീസ് ഓഫീസറെ പിന്നെ 25,000 രൂപ നഷ്ടപരിഹാരത്തിനും പിന്നെ അച്ചടക്ക നടപടി എടുക്കാൻ ഗവൺമെൻറ്റിനോടും പറഞ്ഞാണ്. പക്ഷേ ചെയ്തിട്ടില്ല. അവർ അപ്പീൽ കൊടുത്തു. അത് അവിടെ ചുമ്മാ എടുക്കുകയാണ് ഇപ്പോഴും. ആരെ അപ്പീൽ കൊടുക്കണമെങ്കിൽ അതിന് പിന്നെ നമ്മൾ പോകണം, ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെങ്കിൽ. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. ഹൈക്കോടതി പോകുമ്പോൾ നമ്മൾ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ പോകണം. അതുകൊണ്ട് അതങ്ങനെ പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന പാവങ്ങളുടെ ഒരു പ്രയോജനം ഇല്ലാതെ പാവങ്ങളുടെ കുറേ സമയവും കാശും കളയാനുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് എനിക്ക് അന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഉപദ്രവിച്ചിട്ട് അവരിപ്പോൾ സർവീസ് റിട്ടയർ ആയിക്കാണ്. അവർക്കൊക്കെ പോലീസ് മെഡൽ വരെ കിട്ടി ആ ഉപദ്രവിച്ച് ശിക്ഷിക്കപ്പെട്ട ആളിനൊക്കെ. കേൾക്കട്ടെ, ആളുകൾ പേരെങ്ങനെ പറ. ഇടിച്ചതിന് മെഡൽ കിട്ടിയ ആളുടെ പേരെന്ന് പറ, കേൾക്കട്ടെ. ചില ഷിൻറ്റോ കുര്യൻ. പൊക്കമുള്ള ഇടിവീരനാ. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെയും ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ശിക്ഷിച്ചതാണ്. ഈ ഷിൻഡോ കുര്യനെ എനിക്കറിയാം. കാഞ്ഞിരപ്പള്ളി അയാൾ SI DSP ഒക്കെ ആയിരുന്ന ആളാണ്. ഇടിവീരനായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ പിന്നെ ഉപദ്രവിച്ചത്. അപ്പോൾ അവർക്കൊക്കെ പിന്നെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലൊക്കെ കിട്ടി. അതാണ് നമ്മുടെ നാടിൽ മനുഷ്യാവകാശ കമ്മീഷൻ പിന്നെ ശിക്ഷിച്ച് പിന്നെ ഫൈനും അതുപോലെ തന്നെ നടപടിയും നിർദ്ദേശിച്ചതാണ്. നടപടി എടുത്തില്ല, നഷ്ടപരിഹാരം തന്നുമില്ല. ആ പുള്ളിക്ക് അവാർഡും കൊടുത്തു. അതാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയവും ഭരണം. അത് വീട്ടിൽ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് വിഷമമുണ്ടാക്കി. അങ്ങനെ ഭാര്യയ്ക്ക് വിഷമമുണ്ടായി. പിന്നെ ഞാൻ എവിടെയാണെന്ന് അറിയാത്തതിൻ്റെ വിഷമം. പിന്നെ അങ്ങനെയാണ് ഭാര്യയ്ക്ക് ഒരു ഡിപ്രഷൻ പോലെ ആയി. അന്നല്ല ഡിപ്രഷൻ ആയത്, പിന്നീട് പിന്നെ ഈ പിന്നെ അപ്പം മുതലേ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയില്ല, ഭാര്യ നമ്മൾ വന്നതോടുകൂടി അതൊക്കെ മാറി. പിന്നെ എത്ര കാലം കുഴപ്പമില്ലാതെ പോയി? പിന്നെ 1-2 ആഴ്ച ഞാൻ ഭാര്യ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ അപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ട്? സസ്പെൻഷൻ ഉണ്ട്. എപ്പോഴേ ഒളിവിലായിരുന്നപ്പോഴും സസ്പെൻഡ്? ഈ പറഞ്ഞ ഈ ഒളിവിൽ പോയ അന്ന് തന്നെ ഇവർ മാനേജ്മെന്റ് ഒരു കമ്മിറ്റി കൂടി ഒളിവിൽ പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ പിന്നെ സേഫ് കോർണർ കളിച്ചു. അവർ അന്ന് ഒളിവിൽ പോകാനൊക്കെ പറഞ്ഞത് നമ്മുടെ ഒരു സേഫ്റ്റി നോക്കിയിട്ടായിരുന്നു. പക്ഷെ അന്നൊരു കമ്മിറ്റി കൂട്ടിയിട്ട് അവർ പിന്നെ ആലോചിച്ചു, തീരുമാനിച്ചു. അതായത് എന്നെ രക്ഷിക്കുന്നതിന് പകരം എന്നെ ഉപേക്ഷിക്കുന്നതാണ് അവർക്ക് നല്ലതെന്ന്, സേഫെന്ന് അവർ വിചാരിച്ചു. അതോടുകൂടി അവർ പിന്നെ കുറ്റം പറഞ്ഞ പോലെ എനിക്ക് വേണ്ടിയിട്ട് ക്ഷമാപണം നടത്തുകയും ഒക്കെ ചെയ്യുകയും എന്നെ സസ്പെൻഡും ചെയ്തിട്ട് എന്നെ കുറ്റവാളിയാക്കി മാനേജ്മെൻറ്റാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. മാനേജ്മെൻറ്റ് ആ ഒറ്റ ദിവസം എന്നോടൊപ്പം നിന്ന് ഇതിനകത്തൊരു പെശകവുമില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ മുഹമ്മദ് എന്നുള്ള പേര് അങ്ങനെ അറിയാതെ വന്നു എന്നേ ഉള്ളൂ. അതൊരു പേര് മാത്രമാണ്, ഒരു പേരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേരേ ഉള്ളെന്നും പറഞ്ഞ് പ്രിൻസിപ്പലും മാനേജ്മെൻറ്റും ഒറ്റ ദിവസം ഉറച്ചു നിന്നാൽ മതിയായിരുന്നു. പക്ഷെ അവർ പകരം മാപ്പ് പറഞ്ഞ് അവരെല്ലാവരും സമ്മതിക്കും. അവർ പിന്നെ മാപ്പ് പറഞ്ഞ് പിന്നെ കുറ്റം, അതായത് ഇങ്ങനെ വന്നതിൽ ഖേദം പ്രകടിപ്പിച്ച് എന്നെ ഒറ്റുകൊടുത്തു. പിന്നെ അതോടുകൂടിയാണ് പോലീസ് നമ്മുടെ പേരിൽ കേസെടുക്കുകയും എന്നെ അങ്ങനെയാണ് പിന്നീട് കേസ് വന്നതും ബഹളമായതും ഒക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ് തിരിച്ച് വീട്ടിലേക്ക് വന്നു? ഞാൻ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നാലും ഒരു ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങുന്നൊക്കെ പിന്നെ സൂക്ഷിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ഒരാഴ്ച ആ സമയത്ത് ആരെങ്കിലും ഭയപ്പെടുത്ത ഫോൺ വിളിക്കുകയോ വീട്ടിലേക്ക്? അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് വീട്ടിന് പുറത്തിറങ്ങാതൊക്കെ ഇരുന്നിട്ട് ഒരു സഹാധ്യാപകൻ്റെ വീട്ടിലേ വെറുതെ കറങ്ങാൻ പോയതാണ്. എൻ്റെ അളിയനും ഉണ്ടായിരുന്നു, അളിയനും ഞാനും കൂടെയാണ് പോയത്. ആ സമയത്ത് എന്നെ തേടി ഒരു സംഘം ആളുകൾ വന്നു കൃത്യസമയത്ത്. അപ്പോൾ അവരേതോ കോളേജിലെ കുട്ടികളാണ്. അവർ ഒരു കോളേജ് മാഗസിനിലേക്ക് വേണ്ടിയിട്ട് എന്നിൽ നിന്നൊരു ആർട്ടിക്കിൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങൾ സിസ്റ്റർ മാരിസിലേക്ക് വീട്ടിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു കയറിയിരിക്കാനൊക്കെ പറഞ്ഞു. പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ സാറ് കുറച്ച് കഴിയും വരുമെന്നൊക്കെ പറഞ്ഞപ്പം അല്ല ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം അങ്ങനെ എന്നെ ഒന്ന് വിളിക്കാതെയൊക്കെ ഇവർ വന്നത് എനിക്കൊരു സംശയമായിരുന്നു. സംശയം തോന്നി. പക്ഷേ ഞാനിത് സംശയം പിന്നെ മനസ്സിൽ വെച്ചോളൂ, അവരോടൊന്നും അങ്ങനെ ഷെയർ ചെയ്തൊന്നുമില്ല. പിന്നീട് ഒരിക്കൽ ഒരു സായാഹ്ന സമയത്ത് പിന്നെ ഭാര്യ അന്ന് നടക്കാനായിട്ട് പോയതാണ്. ആ സമയത്ത് അളിയൻ്റെ മരുമകനും ഞാനൊക്കെ വീട്ടിലുണ്ട്. ആ സമയത്ത് 2-3 പേര് വീട്ടിൽ വന്നു. അവർ എന്നിട്ട്
പറഞ്ഞു അതിലൊരാളുടെ മകൾക്ക് കിഡ്നി സംബന്ധമായ രോഗമാണ്, അതിനൊരു ചികിത്സാ സഹായത്തിന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്നും പറഞ്ഞ് അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ എല്ലാവരുടെയും മുഖത്തൊരു ക്രൗര്യഭാവമാണ് ഈ സാറോടുള്ളപ്പോഴാണ് അവളപ്പോഴും ഞാൻ വന്ന് വാതിലൊക്കെ തുറന്ന് എന്നോട് അവർ സംസാരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ എല്ലാവരുടെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി എല്ലാവരുടെയും കണ്ണി നോക്കി അങ്ങനെ നിൽക്കുന്നത്, വാതിലിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഈ വാഴക്കുളത്തെ തോമസ് സാറ് പിന്നെ ഒരു കത്ത് തന്നു വിട്ടിട്ടുണ്ടെന്നും പറഞ്ഞൊരു കവർ എൻ്റെ നേരെ നീട്ടി. അപ്പം ഞാൻ കവർ വാങ്ങിച്ചിട്ട് ഏത് തോമസ് സാറാണ്? വാഴക്കുളത്ത് പൈനാപ്പിൾ കച്ചവടം നടത്തുന്ന തോമസ് സാറാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു തോമസ് സാറ് നമുക്ക് പരിചയമൊന്നുമില്ല. പരിചയമില്ലാത്ത ഒരാളൊരു കത്ത് റെക്കമെൻഡേഷൻ കത്ത് തന്ന് വിടുമെന്ന്. നമ്മൾ ഈ കത്ത് പൊട്ടിച്ച് നോക്കുന്ന സമയത്തെങ്ങാനും നമ്മളെ ആക്രമിക്കാനൊക്കെ മറ്റുമായിരുന്നു അവരുടെ പരിപാടിയായിരിക്കും. ഏതായാലും ഞാൻ കത്ത് വാങ്ങിച്ച ഉടനെ അകത്തേക്ക് കയറി കഥ അടയ്ക്കുകയും കഥ അടച്ചു. എന്നിട്ട് മരുമകനോട് പറഞ്ഞു ഇതും കൊടുത്തേരെ, ഇവിടെ പിരിവൊന്നുമില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. മരുമകൻ പിന്നെ കഥ തുറന്ന് ഇറങ്ങി ചെന്ന് പിരിവില്ലെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഭാര്യ ആ സമയത്ത് നടന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഈ 3 പേര് 4 പേര് മറ്റും ഉണ്ട്. അവർ 3 ബൈക്കിലായിരുന്നു വന്നത്. അവർ ആ ബൈക്ക് താഴെ വെച്ചിട്ടാണ്, വീടിന് താഴെ വെച്ചിട്ടാണ് വന്നത്. ഒരാളവിടെ നിൽപ്പുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഇങ്ങനെ കയറി വന്നതാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ബൈക്കിലാണ് കയറി പോയെന്ന് മനസ്സിലായപ്പം നമ്മൾ അപായപ്പെടുത്താൻ വന്നവരാണെന്ന് നമുക്ക് ഏതാണ് ഉറപ്പായി. കാണുമ്പോഴും മനസ്സിലായി. കാണുമ്പോഴും മനസ്സിലായി. അപ്പോൾ ഇതും കൂടെ ആയപ്പം തെളിവും കൂടെ ആയല്ലോ. അവർ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് മാത്രം വന്നതാണ് പിരിവിന്. അപ്പോൾ അങ്ങനെ ഇവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ പോലീസിൽ പിന്നെ പരാതിപ്പെട്ടു. നമ്മുടെ ഈ ചോദ്യപേപ്പർ കേസ് അന്വേഷിച്ച് പിന്നെ ഒരു DSP ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചു ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് അന്ന് വന്നൊന്നുമില്ല. പോലീസ് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അന്ന് ആദ്യം പിന്നെ എങ്ങോട്ടെങ്കിലും മാറിയാലോ എന്നൊക്കെ വിചാരിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് എങ്ങനെ മാറിയാലോ എന്നൊക്കെ ആലോചിച്ചായിരുന്നു. പിന്നെ പോലീസുകാർ 2 പേര് വന്നിട്ട് പറഞ്ഞു മാറേണ്ട കാര്യമുണ്ടെന്നായി. പിന്നെ അങ്ങനെ സ്വന്തം വീടല്ലാതെ ആളുകൾക്ക് വേറെ എവിടെ അഭയസ്ഥാനം ഉണ്ടെന്നൊക്കെ എന്നെ ബോധവൽക്കരിച്ച് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 2ാമത്തെ ദിവസം അങ്ങനെ പോയി. അന്ന് പോലീസിൽ പരാതിയൊന്നും കൊടുത്തില്ല. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു മെയ് 8 അങ്ങനെ ഒരു 10 ദിവസത്തിനിടയ്ക്ക് ആണ് ഇവർ വരുന്നത്. പിന്നെ 3ാമത് മെയ് 28-ാം തീയതി ഞങ്ങൾ പിന്നെ കുടുംബസമേതം വേളാങ്കണ്ണി തീർത്ഥയാത്ര പോകാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അന്ന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഉച്ചയോടുകൂടി 3-4 പേര് വീട്ടിൽ വന്നു. ആ സമയത്തും ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ വാഗണാർ കാറുണ്ട്, ഞങ്ങളെല്ലാവരും പോകില്ല. അതുകൊണ്ട് ആ കാർ അടുത്ത വീട്ടിലെ ഒരു സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നത്. ഞാനവിടെ ഉണ്ട് എന്ന് അവരെല്ലാം ബോധ്യപ്പെട്ടതിന് വന്നതിന് ശേഷം ഇല്ല എന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസം വരാഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് കയറി മുറികളിലെല്ലാം പരിശോധിച്ച് നോക്കി, എന്നിട്ട് പോയി. അപ്പം ഞാൻ അടുത്ത വീട്ടിലത്തെ വീട്ടിൽ ചെന്നില്ല. അതിനു മുമ്പ് തന്നെ പിന്നെ ഈ സംഭവം നടന്നു. അപ്പം പിന്നെ മോൻ എന്നെ വിളിക്കാൻ വന്നു, ഇങ്ങനെ അച്ഛനെ അന്വേഷിച്ചു ആൾക്കാർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് അന്നേരം മനസ്സിലായി ഞാൻ ആ പിന്നെ വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്, ആ സാറിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷെ അന്ന് ഞാൻ പിന്നെ രേഖാമൂലം DSPക്ക് ഒരു പരാതി, ഇങ്ങനെ ഇന്ന ദിവസങ്ങളിലൊക്കെ എന്നെ ആക്രമിക്കാൻ വന്നിരുന്നു, ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഭവനവേദനം വരെ നടത്തിയിരിക്കുന്നു, അങ്ങനെ എൻ്റെ ജീവനും സ്വത്തിനും ഒക്കെ അപകട ഭീഷണിയാണ്, വേണ്ടത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ അപേക്ഷ. ആരായിരുന്നു DSP മുമ്പ് പറഞ്ഞ അദ്ദേഹമാണോ? സാബുജിയൊക്കെ പറയുന്നു തോന്നുന്നു. അങ്ങനെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ വേളാങ്കണ്ണിക്ക് പോകുന്നത്. അതിന് ശേഷം അത് പിന്നെ മെയ് 28. പിന്നെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ വീടൊക്കെ പൂട്ടിയിടാൻ തുടങ്ങി. ഞാനിങ്ങനെ ബൈക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ കാറിൽ മാത്രം യാത്രയായി. അങ്ങനെയായി. ഇപ്പം കാറിൽ യാത്രയായതുകൊണ്ട് അവർ പിന്നെ ബൈക്കിൽ വീട്ടിൽ വന്ന് ആക്രമിക്കാൻ പറ്റിയെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ വഴിക്ക് ആക്രമിക്കാൻ ശ്രമിച്ചു. പിന്നെ അവരൊരു അതിന് വേണ്ടിയിട്ടൊരു ഒമിനി കാർ ഒക്കെ വാങ്ങിച്ച് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വഴിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചോ? അത് പിന്നെ 1-2 തവണ വന്നായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞില്ലത്. ഈ ജൂലൈ 1-2 ഒക്കെ ദിവസം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു അത്രേ. ഞാൻ പിന്നെ പോയ വഴിക്ക് തിരിച്ച് വരാതെയൊക്കെ നടന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നെ ആ സംഭവം ഉണ്ടായ ദിവസമോ അന്ന് പള്ളിയിൽ പോയിട്ട് വരുമായിരുന്നു? അന്ന് രാവിലെ പിന്നെ ഈ മഴയായിരുന്നു. പിന്നെ ഒരു ഞായറാഴ്ചയാണ്, ജൂലൈ 4. ജൂലൈ 3 പള്ളിയിൽ നിന്ന് ഞാൻ പോയില്ല. ജൂലൈ 3 പള്ളിയിൽ പോകേണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ച് പള്ളിയിൽ പോകുന്നതും സിനിമയ്ക്ക് പോകുന്നതും റിസ്ക്കാണ്. കാരണം അവിടെ കയറിയാൽ അവർക്ക്
ആൾ കൂട്ടാൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ സിനിമയ്ക്ക് കയറിയാൽ 2.5 മണിക്കൂറെങ്കിലുമൊക്കെ വേണ്ടേ. നമ്മൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് പ്ലാൻ ചെയ്യാമല്ലോ. അല്ലാതെ നമുക്ക് ഓർക്കാപ്പുറത്ത് നമ്മൾ പോകുന്നതിൽ അവർക്കൊരു ഇല്ല. പിന്നെ അതായത് തെളിവില്ലാതെ അപായപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പള്ളിയിലും പോകണ്ട, സിനിമയ്ക്കും പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ രണ്ടും ഒഴിവാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ജൂലൈ 4 രാവിലെ ഭയങ്കര മഴ ചാറലായിരുന്നു. അപ്പം വയസ്സായ അമ്മയ്ക്ക് പള്ളിയിൽ പോകണം. പിന്നെ പെങ്ങളുടെ സിസ്റ്റർ എൻ്റെ കൂടെ പോകണ്ടായിരുന്നു. അവർക്ക് അവരെ കൊണ്ടുപോയി വിടുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും കൂടെ രാവിലെ പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്. അത് വീട്ടിലടുത്ത് ഒന്ന് പറയാം. വീടിനടുത്ത് വീടിൻ്റെ ഒരു 50 മീറ്റർ 60 മീറ്റർ അകലെ ഒരു കവലയുണ്ട്. സാറിന് എന്നാ വാഗണാർ കാറിലാണ് പോകുന്നത്. സാർ അവിടെ വരുന്നു. വണ്ടി വൈഫുണ്ടോ? വൈഫില്ല, ഞാനും അമ്മയും ഈ എൻ്റെ മൂത്ത പെങ്ങൾ മരിച്ചിട്ടല്ല. അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ ഞങ്ങൾ ഓടിച്ചു വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കലേക്ക് തിരിയുന്ന ഒരു കവലയിൽ അങ്ങോട്ട് തിരിയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു എതിർദിശയിൽ നിന്ന് ഒരു ഒമിനി ചീറിപ്പാഞ്ഞ് വന്നിട്ട് എനിക്ക് തിരിയാൻ പാടില്ലാത്ത പോലെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. ഞാനവിടുത്തെ അവർ വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് കാണാൻ ശ്രമിക്കുന്നതാണെന്ന് വിചാരിച്ചു. ചിന്തയുണ്ടായില്ല. പിന്നെ നീട്ടി ഓണടിച്ചു. പിന്നെ ഒരു കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രൈവിംഗ് നിയമം പാലിക്കാതെ അങ്ങനെ വന്ന് വണ്ടി വലങ്ങിയതിൻ്റെ ആ ഓണടിയൊക്കെ വീട്ടിൽ കേട്ടായിരുന്നു. അത്ര നീട്ടി അത് ആ ഓണടി പിന്നെ മോനൊക്കെ നമ്മുടെ വണ്ടിയുടെ ഓണാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷേ അവർ അവിടെ വണ്ടി ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് 3-4 പേര് ഇങ്ങനെ ചാടി ഇറങ്ങുകയാണ് ചെയ്തത്. മുന്നിൽ വന്ന ആളുടെ കയ്യിൽ ഒരു തോൾസഞ്ചി എന്നൊരു മഴ ഇങ്ങനെ എടുത്തോണ്ടാണ് പുള്ളി നമ്മുടെ വണ്ടിയുടെ അടുത്ത് ഓടി വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ പരശുരാമൻ്റെ മഴു നമ്മൾ ചെറുപ്പത്തിലൊക്കെ പടം കണ്ടിട്ടില്ലേ, അതുപോലൊരു മഴുവാണ്. അപ്പം നമ്മൾ അന്നേരം വിചാരിക്കും ഇത് പരശുരാമൻ്റെ മഴ പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുക. ഇക്കുറി പെട്ടുപോയി എന്ന് പിടി കിട്ടുക. ഇക്കുറി പെട്ടു. സിസ്റ്ററൊക്കെ ഉണ്ട്. ഉണ്ട്. അതോടുകൂടി ഞങ്ങൾ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും ഒരാൾ വന്ന് ഈ മഴുവും കൊണ്ട് വന്ന് എൻ്റെ വാതിൽ ഡോർ തുറക്കാൻ നോക്കി. ഞങ്ങൾ പിന്നെ ഡോറ് ലോക്ക് ചെയ്ത് വെച്ചത് കൂടാതെ ഡോറയിൽ ഇങ്ങനെ കൈപിടിയിലിങ്ങനെ അകത്തോട്ട് സിസ്റ്ററും ഞാനും വലിച്ചു പിടിച്ചു. ഡോറ് തുറക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ പിന്നെ എൻ്റെ വശത്ത് നിന്ന ആൾ മഴ കൊണ്ട് അവിടുത്തെ ചില്ല് വെട്ടിപ്പൊട്ടിച്ചു. സിസ്റ്ററിൻ്റെ അടുത്ത ആൾ വാക്കത്തേക്ക് വെട്ടിപ്പൊട്ടിച്ചു. എന്നിട്ട് ഈ മഴ പിടിച്ച ആൾ എന്നെ അങ്ങ് വെട്ടാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ഈ മഴ പിടിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ വെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വെട്ടുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ ചില സമയത്തൊക്കെ എനിക്ക് പിടുത്തം കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ ഇരിക്കുമല്ലേ, മറ്റേ പുള്ളി നല്ല ശക്തനായിട്ടുള്ള ആൾ നിന്ന് വിട്ടുമല്ലേ, അപ്പം എഴുതിപ്പോയി. അങ്ങനെ എൻ്റെ കൈ പൊങ്ങാതായപ്പോഴാണ് പിന്നെ സിസ്റ്ററിനെ അവർ ആ സമയത്ത് ഡോറ് പൊട്ടി വലിച്ചിറക്കി അങ്ങോട്ട് മാറ്റി കഴുത്തിന് കത്തി വെച്ച് കുത്തിപ്പിടിച്ച് വേറെ 2 പേര് നിന്നു. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി അവർ കൈയും കാലും എല്ലാം വെട്ടുന്ന സാഹചര്യം ഉണ്ടായല്ലേ? കൈയും കാലും സെപ്പറേറ്റ് വെട്ടുന്നു തോന്നുന്നു. അവരെന്നെ വലിച്ചിറക്കി വലിച്ചഴിച്ച് കുറച്ച് കൊണ്ടുപോയിട്ട് എൻ്റെ കാലിൽ മഴ കൊണ്ടും വാക്കത്തി കൊണ്ടൊക്കെ വെട്ടി വലിച്ചു വെച്ചിട്ട് വലതുകൈയൊക്കെ വെട്ടാൻ തുടങ്ങുന്നൊരു സമയത്ത് അതിനു മുമ്പ് ഭാര്യയും മകളും കൂടെ ഈ വീട്ടിൽ നിന്ന് ഓടി വന്നു. അതായത് ഈ വണ്ടിയുടെ ഓണടി കേട്ടപ്പം തന്നെ ഈ മോനെ നമ്മുടെ വണ്ടിയിലാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ സിസ്റ്റർ ഇങ്ങനെ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അച്ഛനെ ഉപദ്രവിക്കുന്ന ആയിരിക്കുമെന്ന് ഭാര്യ സംശയം പറഞ്ഞതോടുകൂടി അവർ 3 പേരും കൂടെ മോളും മോനും ഭാര്യയും കൂടെ ഇറങ്ങി ഈ സംഭവ സ്ഥലത്തേക്ക് കൂടി വന്നു. ഇപ്പം എന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്, നമ്മുടെ വണ്ടിയാണ് തകർക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പം ഭാര്യ നേരെ ഓടി വന്ന് മോനും മോളും തിരിഞ്ഞോടിയിട്ട് മോൾ ആ സമയത്ത് പോയി തന്നെ പോലീസിന് ഫോൺ ചെയ്തു. പോലീസിൻ്റെ ഫോൺ നമ്പരെല്ലാം ഭിത്തിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കരുതലെന്നുള്ള നിലയിൽ ഒരു വാക്കത്തിയൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ജനലിൻ്റെ കർട്ടൻ അവിടെ മോൻ ആ 2 വാക്കത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ പ്രത്യാക്രമണത്തിന് വേണ്ടിയിട്ടേ ഇങ്ങനെ അതിൽ മോന് ആ ഭാഗത്ത് എടുത്തുകൊണ്ട് ഓടി വന്നു. അപ്പം ആ സമയത്ത് ഈ ഭാര്യ സലോമിയെ അവിടെ കൂടിയിരുന്ന സ്ത്രീകൾ അങ്ങോട്ട് പോകാതെ പിടിച്ചു നിർത്തിയിരിക്കുക. പക്ഷേ മോൻ വന്നപ്പം പിന്നെ മോൻ അതൊന്നും വകവെക്കാതെ കയറി. അതിന് ബോംബുകാരൻ ബോംബ് എറിഞ്ഞു, കൈ ബോംബ് എറിഞ്ഞു. ഈ പുള്ളിയുടെ കാലിൻ്റെ ചുവട്ടിൽ വെച്ച് പൊട്ടിയാലും പുള്ളി ആ പുകയ്ക്കകത്തോടെ കയറി വന്നിട്ട് എന്നെ വെട്ടാൻ മഴ പിടിച്ച് വെട്ടിക്കൊണ്ടിരുന്ന സവാദെന്ന ഏറ്റവും അവസാനം പിടികിട്ടി 1-ാം പ്രതിയുടെ പുറത്ത് വെട്ടിയതോടുകൂടി സിസ്റ്ററിനെ കുത്തിപ്പിടിച്ചിരുന്ന ആളുകളൊക്കെ സിസ്റ്ററിനെ വിട്ടിട്ട് ഇവനെ പിന്നെ അതേസമയം അങ്ങാപ്പുറത്ത് വാക്കത്തിയായിട്ട് നിന്ന് അവർ വാക്കത്തി വെച്ച് മുന്നോട്ട് വന്നു. ഇവൻ പുറകോട്ട് മാറിയ സമയത്ത് പുറയിൽ നിന്ന്
തെറിച്ച് രണ്ടുപേരും കൊണ്ട് അവിടുത്തെ സ്കൂളിൻ്റെ ഒരു മതിലിലേക്ക് വീഴുകയും, മതിലിൻ്റെ അപ്പുറത്ത് 20 അടി താഴ്ചയുള്ള ഗ്രൗണ്ടാണ്. അവിടെ ഇങ്ങനെ ഒരു ഇരുമ്പ് വാള് പോലെ വെച്ചിരിക്കുന്ന ഒരു കമ്പി വെച്ചിട്ടുണ്ട്. പിള്ളേരൊന്നും കയറി അകത്തേക്കോടെ നടക്കാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മറിഞ്ഞിട്ട് ഇവരുടെ പ്രതികളിൽ ഒരാൾ വീണു. അവർ പിടിച്ചെണീപ്പിച്ചു. ആ പുള്ളിയുടെ പുറത്ത് ഏതാണ്ട് ചെറിയ മുറിവൊക്കെ പറ്റി. മോൻ അപ്പുറത്തേക്ക് മറിഞ്ഞിട്ട് പാൻറ്റ് കീറിയിട്ട് അതിൽ ഉടക്കി താഴെ പോകാതെ കിടന്നു. ഇവർ ഉടക്കി പിടിപ്പിച്ച് താഴെ ഇട്ടിട്ടു. അപ്പം പുള്ളി കയറി വന്നപ്പോഴത്തേക്കും ഇവർ പോയായിരുന്നു. അപ്പം അവർ ആ സമയത്ത് എന്നെ കൈവെട്ടി എടുത്തിട്ട് അടുത്തുള്ളൊരു വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾ എന്നാ കാര്യം കൊണ്ടാന്ന് പറഞ്ഞു? ഈ കൈ കൊണ്ടല്ലേ നീ പ്രവാചകനെ നിന്ദിച്ചത്, ഈ കൈ കൊണ്ട് നീ എഴുതണ്ട എന്ന് പറഞ്ഞിട്ടാണ് കൈ വെട്ടിമാറ്റുന്നത്. ആദ്യം വെട്ടത് ഇടത് കൈ വെട്ടിയപ്പം അതിലൊരാൾ പറഞ്ഞു ഇടത് കൈയല്ല വലത് കൈയാണ് വേണമെന്ന് പറഞ്ഞു. അന്നേരം ഇടത് കൈയും കിട്ടിയിട്ട് പിന്നെ വലത് കൈ, അങ്ങനെയാണ് ഇടത് കൈയിൽ ഇതുണ്ട് ഒരു നല്ല അപ്പോൾ അവർക്കും ഒരു സംഭ്രമമുണ്ടല്ലോ. ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുന്നതാണ്. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോഴും കുറ്റവാളികൾക്കൊരു സംഭ്രമമുണ്ട്. അതുകൊണ്ട് ഇടത് വലത് മാറിപ്പോയി. കാല് വെട്ടത് ശരിയായിരുന്നു, കാലാദ്യം വെട്ടി. അത് കഴിഞ്ഞ് കൈ വെട്ടാൻ വന്നപ്പോൾ വലത് കൈ ഇടത് കാലും എന്നാണോ? വലത് കൈ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ പ്രവാചകൻ വലത് കൈയും കൊണ്ടാണല്ലോ ഈ എഴുതിയത്, പ്രവാചകനെ നിന്ദിക്കുന്ന വാക്കുകൾ എഴുതുക. അതുകൊണ്ട് ഈ കൈ കൊണ്ട് ആ കൈ കുറ്റം ചെയ്ത അവയവം വെട്ടിക്കളയുന്നു. പിന്നെ അത് മാത്രം അവന് ഈ ലോകത്ത് ഭയങ്കരമായിട്ടുള്ള നരകയാതനകളൊക്കെ അനുഭവിക്കണം, നിന്ദനായിട്ട് ജീവിക്കണം. മറ്റേത് അവിടെ ചെല്ലുമ്പോൾ അള്ളാഹു വാക്ക് ശിക്ഷ കൊടുത്തോളും. അതുകൊണ്ട് എണീറ്റ് പോലും നടക്കാതെ, ഒരു വടി കുത്തി പിടിച്ച് പോലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിൻ്റെ കുതിയൊക്കെ വെട്ടി ഓടിച്ചു കളയുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരാൾ പിന്നെ എഴുന്നേറ്റ് നടക്കത്തില്ല, വടി കുത്തി പോലും നടക്കില്ല, കിടന്ന് നരകിക്കുകയുള്ളൂ. ഇപ്പം ഇത് 7-ാം നൂറ്റാണ്ടിലെ ഒരു നിയമമൊക്കെ അല്ലേ, ശാസ്ത്രമൊക്കെ വളർന്ന് ഇപ്പം ഇതൊക്കെ കൈവച്ച് പിടിപ്പിക്കാൻ, കുതിയൊക്കെ തുന്നിക്കെട്ടി അങ്ങനെ നടക്കുകയും എഴുതുകയൊക്കെ ചെയ്യാം. അപ്പം തന്നെ സാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ മോൻ വന്ന് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ലേ. മോൻ ഇങ്ങനെ താഴെ ഇരുന്നുണ്ട്. മോൻ വന്ന് അച്ചാച്ചാന്ന് വിളിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ ബോധം തെളിയുന്നത്. ആ സമയത്ത് അന്ന് തന്നെ ഇവർ പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അവർ പോയെന്ന് ചോദിച്ചു. പോയെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മരിച്ചെന്ന് അവർ വിചാരിച്ചേ, മോനെ വന്നപ്പോഴത്തേക്കുവേ. അപ്പം ഞാനിങ്ങനെ കണ്ണു തുറക്കുകയും അവർ പോയെന്ന് ചോദിക്കുകയും ഞാൻ പോയെന്ന് പറഞ്ഞു. എന്നാൽ എന്നെ അവർ പോയപ്പോഴും നാട്ടുകാർ ഓടി വന്നില്ല. നാട്ടുകാരൊക്കെ അവിടെ ചുറ്റും നിൽക്കുന്നേ ഉള്ളൂ. അന്നേരവും ഇതെല്ലാം പെട്ടെന്ന് തീരുന്നുണ്ടല്ലോ സമയം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം സിസ്റ്ററും മോനും കൂടെ പിടിച്ചിട്ട് പൊങ്ങുന്നില്ല. അപ്പം അവിടെ പള്ളി കഴിഞ്ഞ് അവിടെ നിന്ന് സംഭ്രമിച്ച് നിന്ന ഒരു അയൽക്കാരൻ ചേട്ടനോട് പറഞ്ഞിട്ട് ആ ചേട്ടനോട് കൂടി എന്നെ വണ്ടിയെ കയറ്റുകയും അവിടെ വേറൊരു പയ്യൻ, അവിടെ അയൽക്കാരനൊരു പയ്യൻ ഈ വണ്ടി തിരിച്ച്, നമ്മുടെ വണ്ടി തന്നെ, ചില്ലി പൊട്ടി വണ്ടി തന്നെ തിരിച്ച് ആ വണ്ടിയെ നമ്മളെ പെട്ടെന്ന് മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ആ കൈയും കൂടെ എടുത്തോളാൻ പറഞ്ഞേ. കൈ നോക്കിയിട്ട് അവിടെയൊന്നും കണ്ടില്ല. അപ്പം കൈ ഇല്ലാതെയാണ് നമ്മൾ നിർമ്മല ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഈ മോളിങ്ങനെ പോലീസിന് ഫോൺ ചെയ്ത് ഈ SP പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുന്നൊരു സമയമായിരുന്നത്. അപ്പം സാട്ടയുടെ സമയമായതുകൊണ്ട് ഈ പറയുന്ന മൂവാറ്റുപുഴയിലെ എടുത്ത ഓഫീസർ അന്നേരം തന്നെ SP-ക്ക് വിളിക്ക് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നെന്ന്. SP അന്നേരം തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിപ്പ് കൊടുത്തു, ഇങ്ങനെ ഒരു വെള്ളമാരുതിയിലാണ് ആക്രമികൾ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരം തന്നെ ഈ അറിയിപ്പ് പോലീസിൽ കിട്ടിയല്ലോ. മോളത് കഴിഞ്ഞ് പിന്നെ ഇത് 2 പോലീസുകാർ, നമ്മുടെ സുഹൃത്തൊരു DSP തിരുവനന്തപുരത്തുണ്ടായിരുന്നു, പുള്ളിയെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ട് അടുത്ത വാക്കത്തി എടുത്തോട്ട് മോൾ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പം മോൾ അങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് തന്നെ ഈ പോലീസെല്ലാം റോഡിലിറങ്ങി. ഇവർ ആവൂലിൽ ചെന്നപ്പോഴത്തേക്കും ആവൂലിൽ വാഴക്കുളം പോലീസും കണ്ട് അവിടെ വെച്ച് കണ്ടെന്നാണ് തോന്നുന്നു പറയുന്നത് കേട്ടത്. അങ്ങനെ റിപ്പോർട്ടൊന്നും ആക്കിയില്ലെന്ന് തോന്നുന്നു. ഏതായാലും അന്ന് ഉച്ചയ്ക്ക് മുമ്പ് 60ഓളം വെള്ള ഓമിനി വാനുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂർ വെച്ച് കണ്ട ഒരു വാനിൽ അവരെ ഈ ചോര കണ്ടപ്പം വണ്ടിയിൽ ചോര പാടുണ്ട്. അതുമാത്രമല്ല മുസ്ലിങ്ങളാണ് അതിനകത്തുള്ളത്. പക്ഷേ അതൊരു മാതാവിൻ്റെ തിരുക്കുടുംബമുണ്ട്, ക്രിസ്ത്യാനിയുടെ മാതാവ്. ആ പടം ഈ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവർ ഒരു ക്രിസ്ത്യാനിയുടെ വണ്ടിയായി വാങ്ങിച്ചത്, അത് പറിച്ചു കളയാൻ അവർ വിട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള 2 പേര് അത് അവർ പറയുന്നതിലൊരു ഈ ചോരയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ വണ്ടി കസ്റ്റഡിയിൽ എടുത്തതാണ്.
അങ്ങനെ അവർ ഈ വണ്ടി അന്നേരം തന്നെ പൊളിക്കാനങ്ങാണ്ട് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അത് അങ്ങനെ അവിടെ വെച്ചാണ് സംശയം തോന്നുന്നത്. പക്ഷേ അവർ പിന്നെ ഇങ്ങനെ സംശയാസ്പദമായിട്ട് അറസ്റ്റ് ചെയ്തപ്പം മൂവാറ്റുപുഴയിലൊക്കെ അതിനെതിരെ ഭയങ്കര പ്രതികരണം ഉണ്ടായി. വെറുതെ പറഞ്ഞു അങ്ങനെ നിരപരാധികളെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തന്നെ പോലീസിന് ഉറപ്പായി ഇവർ ഇതിനകത്തെ കണ്ണുകൾ തന്നെയാണെന്ന്. അപ്പം അങ്ങനെയാണ് ആ ഒരു പെട്ടെന്ന് കിട്ടിയത് കൊണ്ടാണ് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ടാണ് അത്. അതിൻ്റെ അകത്ത് പിന്നെ ഈ ചോര വരാൻ കാര്യം ഈ ഒന്നാം പ്രതി സവാദിൻ്റെ പുറത്ത് മോൻ വെട്ടിയ വാക്കത്തേക്ക് വെട്ടിയ പാടാണ്. അതിപ്പോഴും ഉണ്ടാവും. അത് അവർക്ക് ചികിത്സ തേടേണ്ടി വന്നു. ആ ചോരയാണ്, അല്ലാതെ എൻ്റെ ചോരയല്ല വണ്ടിയിൽ കിടന്നത്. അങ്ങനെ മോൻ്റെയും മോളുടെയൊക്കെ അവസരോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോകാതെ. പിന്നീട് ഭീഷണി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് അപ്പം തന്നെ പോലീസ് സംരക്ഷണമായോ? അപ്പം മുതൽ അപ്പോൾ തന്നെ ആശുപത്രി എത്ര നാളുണ്ടായിരുന്നു? ആശുപത്രിയിൽ 37 ദിവസം ഉണ്ടായിരുന്നു. ഈ കൈ പിന്നെ വന്നു കൊണ്ടുവന്നു? കൈ പിന്നെ ഞങ്ങളങ്ങ് പോകുമ്പം ഇപ്പം കൈ കിട്ടിയില്ല. അങ്ങനെ പോകുമ്പോൾ വണ്ടി സ്ലോ ചെയ്തിട്ട് ഞങ്ങളുടെ അയൽക്കാരനായിട്ടുള്ള കോളേജിലൊരു പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത സാറുണ്ട്. ആ സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു കൈ പറ്റി അവിടെ എങ്ങനെ ഉണ്ടോ നോക്കണം എന്ന് സിസ്റ്റർ വളരെ പെട്ടെന്ന് പറഞ്ഞു. ആ സാർ അവിടെ വന്നൊക്കെ ഇങ്ങനെ കുറ്റിക്കാട് പോലെയുള്ള പ്രദേശം അവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പം പറഞ്ഞു, അവിടെ ആ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് കൈപ്പത്തി കിടപ്പുണ്ട്. സാറ് എന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വലിയ ചരൽ വിരിച്ചിരിക്കുന്ന മുറ്റത്ത് ഇങ്ങനെ സാറിൻ്റെ ഭാഷയിൽ ഉണങ്ങിയ തേക്കല പോലെ ഇങ്ങനെ കൈപ്പത്തി കിടപ്പുണ്ട്. സാർ ഉടനെ അതെടുത്ത് അവിടുന്ന് തന്നെ ഒരു ഷിമ്മിങ് കൂടൊക്കെ വാങ്ങിച്ചിട്ട്, ഈ മണൽ ചെറിയ മണലല്ല, അതുകൊണ്ട് വലിയ അധികം മണ്ണായിട്ട് പറ്റിയിട്ടില്ല, അത് കൊട്ടിക്കളഞ്ഞ് അവിടുന്ന് ഐസ് കട്ടയൊക്കെ വാങ്ങിച്ച് ഈ കൂട്ടിലിട്ടിട്ട് ഇതെങ്ങനെ എത്തിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും പോലീസ് ജീപ്പ് വന്നു. അപ്പം ഞങ്ങളങ്ങ് പോകുമ്പോൾ തന്നെ ഈ മോള് വിളിച്ചതിൻ്റെ പ്രതികരണമായിട്ടേ പോലീസ് പുറപ്പെട്ടിരുന്നു. അപ്പം അവർ വന്നത് ഇത് പോലീസിനെ ഈ കൈപ്പത്തി കൈമാറി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എയ്ഡിന് ശേഷം എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായപ്പോഴത്തേക്കും പോലീസ് ഈ കൈപ്പത്തിയും കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ആംബുലൻസിൽ. അല്ല, കൈപ്പത്തി അത്ര നേരം അവിടെ അങ്ങനെ വേർപെട്ട് കിടത്താനും കുഴപ്പമൊന്നുമില്ലായിരുന്നു? കുഴപ്പമൊന്നുമില്ല. 3-4 മണിക്കൂറൊന്നും കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. ഒരു 3 മണിക്കൂറൊക്കെ, അത് എത്രയും പെട്ടെന്ന്, അതൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ വേണ്ടതുപോലെ കൈപ്പത്തി സംരക്ഷിച്ചതുകൊണ്ട്, കൈപ്പത്തി എടുത്ത് ഐസൊക്കെ ഇട്ട് പെട്ടെന്ന് എത്തിച്ചത് കൊണ്ടാണ്. അല്ല, എന്നിട്ട് അന്ന് തന്നെ കൊണ്ടുപോയോ? സ്പെഷ്യലിസ്റ്റ് ആശുപത്രി പോയോ? അന്ന് തന്നെ. പിന്നെ നിർമ്മലയിൽ നിന്ന് അപ്പം തന്നെ പോയി? നിർമ്മലയിൽ നിന്ന് ഒന്ന് വെച്ച് കെട്ടി. എൻ്റെ കൈ പത്തി ഇല്ലല്ലോ, അപ്പം ബ്ലഡ് വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് വെച്ച് എല്ലാം കെട്ടി, ബാക്കിയെല്ലാം കെട്ടി. ഈ കൈക്കും കാലിലും അല്ലേ മെയിൻ മുറിവ്? പക്ഷേ ഈ തുടയിലൊരു വലിയ മുറിവിൻ്റെ പാടുണ്ട്, അതൊന്നും കണ്ടില്ല. അതുകൊണ്ട് ആ മുറിവ് തോളിനൊന്നും വെട്ടിയില്ല, കൈയും കാലും മാത്രമേ ഉള്ളൂ. ഇടത് മരിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഒരു പിന്നെ ശിക്ഷാവിധി നടപ്പാക്കുക എന്നുള്ളതാണ്. മരിക്കാതിരിക്കുക എന്നുള്ള അവരുടെ പ്രശ്നമല്ല. കൊല്ലുക എന്നുള്ളതല്ല, അവരുടെ നിയമം അനുസരിച്ച്, അവരുടെ വിശ്വാസം അനുസരിച്ച് ഉള്ളൊരു ശിക്ഷാവിധി അവരങ്ങ് മതത്തിൻ്റെ ശിക്ഷാവിധി നടപ്പിലാക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ. പക്ഷേ സാധാരണ മരിച്ചു പോയതിനായിരുന്നു ഇത്രയും ചോര പോയി ആളുകൾ മരിക്കുന്നതാണ്. എന്തുകൊണ്ടോ ഞാൻ മരിച്ചില്ലെന്നേ ഉള്ളൂ, എന്തുകൊണ്ടോ മരിച്ചില്ല, ഏതാണ്ട് മരിക്കാറായിരുന്നു. അങ്ങനെ നേരെ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രി നേരെ പോയി. പെട്ടെന്ന് തന്നെ ഒരു അപ്പോഴത്തേക്കും കൈയുണ്ട്, എല്ലാം കൈയും പിന്നെ സിസ്റ്ററിൻ്റെ കയ്യിലുണ്ടായിരുന്നു. സിസ്റ്റർ ഇങ്ങനെ ഭയങ്കര വേഗത്തിൽ, നല്ലൊരു ആംബുലൻസ് ഡ്രൈവറായിരുന്നു, വളരെ വേഗത്തിൽ അവിടെ എത്തിക്കുകയും അങ്ങനെ മരണപ്പെട്ടില്ല എന്നേ ഉള്ളൂ. മരണത്തിൻ്റെ വാതിക്കൽ ആണ് അവിടെ ചെല്ലുന്നത്. ഒരു മാസത്തിലധികം അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൈ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് പൾസൊക്കെ നിന്ന് പോവുകയും ഞാൻ മരിക്കുകയും ചെയ്തതാണ്. ആണോ? അവർ മരിച്ചെന്ന് വിചാരിച്ചിട്ടേ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ പൾസൊക്കെ നിന്ന് പോയി, അതുകൊണ്ട് ആൾ പോയെന്ന് വിചാരിച്ച് ഓപ്പറേഷനൊക്കെ നിർത്തി വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കിംഗ് ആയി. സാറിന് ആ സമയത്ത് ഒരു ഓർമ്മയില്ല? ബോധം കെടുത്തിട്ടാണല്ലോ. ഇവിടുന്ന് പോയപ്പോഴേ പോയി. ബോധം ഇടയ്ക്കിടയ്ക്ക് വരും, ഇവിടുന്ന് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഞാൻ ഇപ്പം ചോദിക്കും എവിടെയായെന്ന് ചോദിക്കും, ഇന്നലെ പറയും കോലഞ്ചേരി ആയി, പിന്നെ ചോദിക്കുമ്പം അവിടെയായി ഇവിടെയാന്നൊക്കെ ഒരു 3-4 അവിടെ ചെന്ന് പിന്നെ ഓപ്പറേഷനും ഇതായിട്ട് കിടന്നു. പിന്നെ ഈ ഞാൻ കണ്ണും തുറന്ന് പിന്നെ ഇടയ്ക്കൊന്നും നോക്കിയില്ല, ഈ മുറിവുകളിലേക്കൊന്നും നോക്കാതെ മനപ്പുറം കണ്ണടച്ചിരുന്നത്. ബോധം ഉണ്ടെങ്കിലും കണ്ണ് തുറന്നില്ല. അവിടെ നല്ല ബോധമുണ്ട്. കൈ പോയെന്ന് അറിയാം, കൈ പോയെന്നും അറിയാം, കാലിങ്ങനെ വെട്ടി തൂങ്ങിയെന്ന് അറിയാം. പക്ഷേ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാനിങ്ങനെ കണ്ണ് തുറന്നൊന്നുമില്ല. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഇവിടുന്ന് ആശുപത്രിയിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ടി വിക്കാരും ആശുപത്രിക്കാരും നമ്മളെ പെട്ടെന്ന് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റി കയറ്റിയിട്ട് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടനാഴിയിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ഇങ്ങനെ ക്ലിക്ക് എന്നുള്ള പിന്നെ ഫോട്ടോഗ്രാഫർമാരുടെ ശബ്ദം, ഫോട്ടോ എടുക്കുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാനത് കണ്ണ് തുറന്ന് നോക്കി. അന്ന് ഞാൻ കണ്ണ് തുറന്നൊരു ഫോട്ടോ അല്ല ആ കാലത്ത് വന്നത്. അത് കഴിഞ്ഞ് ഈ ആശുപത്രി വല്ല ശല്യം ഉണ്ടോ? പിന്നീടില്ല. ആശുപത്രിയിലൊന്നും പിന്നീട് കേസ് നടത്തിപ്പായിരുന്നു മെയിൻലി.
പിന്നെ ഞാനൊരു 3 മാസം കിടപ്പിൽ കിടന്നിട്ടാണ് പിന്നെ ഫിസിയോതെറാപ്പിക്ക് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് എറണാകുളത്ത് എന്നും പോയി. അങ്ങനെ 1 കൊല്ലത്തെ 1.5 വർഷത്തെ ഫിസിയോതെറാപ്പി. അന്നെല്ലാം പോലീസ് സന്നാഹത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ മരണത്തെ മരണം എന്ന് പറയത്തുള്ളൂ എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ കേസ് നടത്തി കോടതി പോകേണ്ടി വന്നില്ല പിന്നീട് വിചാരണയ്ക്കും പറ്റും? ആ വിചാരണയ്ക്ക് പലതവണ പോകേണ്ടി വന്നു. അപ്പോൾ ഇവന്മാരെ നേരിട്ട് കാണാറില്ലേ? ഇവരെ പലപ്പോഴും അതിനെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പം കാണിച്ചിട്ടുണ്ട്. പിന്നെ തിരിച്ചറിയൽ പര്യടനത്തിന് പോയി കോടതിയിൽ വിയ്യൂർ ജയിലിൽ. ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്നായിരുന്നു? ഇവർ എപ്പോഴും പിന്നെ അവരൊരു നിസ്സംഗരായിട്ട് നിൽക്കുവാണ് എൻ്റെ മുമ്പിലൊക്കെ ചെയ്തിരിക്കുന്നത്. വിചാരണ സമയത്താണെങ്കിലും നമ്മളിങ്ങനെ ഇയാളാണ് എന്നെ എൻ്റെ കൈ വെട്ടത്, ഇയാളാണ് എൻ്റെ കാലിൻ്റെ കുതി വെട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് തൊട്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ തൊടിയിപ്പിക്കുന്നില്ല അവരുടെ. അപ്പോൾ ഇവർക്ക് യാതൊരു ഭാവഭേദവും ഇല്ല. ഇവരൊരു നല്ല കാര്യം ചെയ്തതല്ലേ, ആ ലെവലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അവരെ പിന്നെ അവരുടെ സംഘടനയൊക്കെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഡ്യൂട്ടി, അവരുടെ ഒരു ജോലി അവർ ചെയ്തു. ഈ സവാദിനെ മെയിൻ പ്രതി അവനായിരുന്നില്ലേ? ഈ മെയിൻ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിമിനൽ നിയമം അനുസരിച്ചിട്ട് സവാദ് മെയിൻ പ്രതി എന്ന് പറഞ്ഞാൽ സവാദാണ് എന്നെ കൂടുതൽ മുറിവേൽപ്പിച്ചത്. സവാദിനാണ് ഒടുവിൽ കിട്ടുന്നത്. അതിൻ്റെ ഇതുവരെ ശിക്ഷയായിട്ടില്ല. അത് റിമാൻഡിലാണ് അദ്ദേഹം, ഇപ്പോഴും ജയിലില്ല. അതെ. ഈ സവാദ് വഴി എല്ലാവരും കിട്ടിയിരുന്നു. നേരത്തെ പിന്നെ ആദ്യത്തെ പ്രാവശ്യം 5 പേരെ കിട്ടുള്ളൂ. അതിൽ 2 പേരെ പിന്നീടാണ് കിട്ടിയത്. അവരെ എല്ലാവരുടെയും വിചാരണ കഴിഞ്ഞ് ശിക്ഷിച്ചു. ആദ്യത്തെ ഈ ഇതിൽ ആക്ഷനിൽ പങ്കെടുത്ത ആൾക്കാർക്ക് 8 വർഷമാണ് ശിക്ഷ കിട്ടിയത്. അത് അവർ അപ്പീൽ ഗവൺമെൻറ് കൊടുത്താലും അപ്പീലിന്മേലൊന്നും പിന്നെ നടപടി ഉണ്ടായിട്ടില്ല. ജയിലിൽ എപ്പോഴും അല്ല, അവർ 8 വർഷം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. 8 വർഷം കഴിഞ്ഞു. അവർ റിമാൻഡും കൂടെ കൂട്ടുമല്ലോ. 2010 സംഭവം നടന്നത്. 2018 ആയപ്പോൾ 8 വർഷമായില്ലേ. ആ കാലത്ത് ആദ്യം തന്നെ പിടിക്കപ്പെട്ടവരൊക്കെ 2018 ഇറങ്ങി. പിന്നീട് 2ാം ഘട്ട വിചാരണ വന്നപ്പം അതിൽ പിന്നെ ആക്ഷന് പങ്കെടുത്ത് 2-3 പേരുണ്ടായിരുന്നു. അവർക്ക് ജീവപര്യന്തം കിട്ടി. ആണോ? ഇപ്പം പിന്നെ ഇനിയിപ്പം 3ാം ഘട്ടം സവാദ് മാത്രമേ ഉള്ളൂ. അല്ല, മറ്റേ ഉൾപ്പെട്ടവർ തന്നെയായിരുന്നു അല്ലേ? പക്ഷേ പിന്നെ നമ്മൾ സർക്കാർ അപ്പീലിനും പോയില്ലേ? 8 വർഷം വന്നിട്ട് കൂടുതൽ പോയിട്ടുണ്ട്. ഇപ്പം ഒന്നും ആയിട്ടില്ല. കോടതി എല്ലാം കൂടെ കഴിഞ്ഞിട്ട് സവാദിനെയും കൂടെ ആ വിധിയും കൂടെ വന്നിട്ട് ഒന്നായിട്ട് വിധി പിന്നെ എടുക്കാനെങ്ങാണ്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്കറിഞ്ഞൂടാ. സവാദോടെ ഉള്ളൂ ഇനിയിപ്പോൾ. സവാദിന് വിചാരണ ചെയ്തിട്ടില്ല. ഇനി ജയിലിലാണ്, റിമാൻഡിലാണ്. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഈ അന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ സാറിൻ്റെ പ്രതികരണം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സാറ് പറഞ്ഞിരുന്നു, ഞാനും ഇരയാണ്, അവരും ഇരയാണ്. അവരുടെ ഒരു ചിന്താഗതിയുടെ ഭാഗമായി സാർ ഇരയായി. അവരായിക്കോട്ടെ അവരെ സ്വാധീനിച്ച ദർശനത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന് പുറത്തിരയായി. ഇതെന്താണ് അങ്ങനൊരു തോന്നലിലേക്ക്, അങ്ങനൊരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം? അതാണ് അതിൻ്റെ സത്യം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എന്നെ ഉപദ്രവിച്ചവർക്ക് എന്നോട് വ്യക്തിപരമായിട്ട് യാതൊരുവിധ വൈരാഗ്യവുമില്ല, ദേഷ്യവുമില്ല. ഞാൻ അവരെ വ്യക്തിപരമായിട്ട് യാതൊന്നും ഉപദ്രവിച്ചിട്ടില്ല. അവരെന്നെ എന്നെ അറിയുന്ന ആളുകൾ പോലും അല്ല. അവർ എന്നെ ഉപദ്രവിക്കാൻ കാരണം അവർ പഠിച്ചിട്ടുള്ള ചില മതശാസ്ത്രങ്ങളാണ്. അവർ ആ മതശാസ്ത്രങ്ങൾ പിന്തുടർന്നതിൻ്റെ പേരിലാണ് എന്നെ ആക്രമിച്ചത്. അങ്ങനെ ആക്രമിക്കാൻ കാരണം അവരുടെ ആ മതബോധനമാണ്, മതവിശ്വാസമാണ്. ആ മതത്തിൻ്റെ ഇരകളാണ് അവർ. ഞാൻ ഇരയായതുപോലെ എന്നെക്കാൾ കൂടുതൽ ശിക്ഷ അനുഭവിക്കുകയും സകലം എന്നെക്കാൾ കൂടുതൽ ഇപ്പോഴും ജയിലിലൊക്കെ കിടക്കുവാണ്. ഞാനിങ്ങനെ സ്വതന്ത്ര ലോകത്തിങ്ങനെ വിവരിക്കുന്നില്ല. പോലീസ് സംരക്ഷണം അല്ല, സ്വതന്ത്ര ചിന്ത കൊണ്ടും സ്വതന്ത്രമായിട്ട് ഇഷ്ടം പോലെ ജീവിക്കുന്നില്ലേ. അവർ ജയിലിലാണ് ഇപ്പോഴും. അപ്പോൾ എന്നെക്കാൾ കൂടുതൽ ഈ പീഡകൾ അനുഭവിക്കുന്നത് എന്നെ ഉപദ്രവിച്ച് ജയിലിലായ അവരാണ്. അവർ എന്നെക്കാൾ കൂടുതൽ ഇരകളായത് അവരൊരു മതവിശ്വാസത്തിൻ്റെ ഇരകളാണ്, പ്രാകൃതമായ ഒരു വിശ്വാസത്തിൻ്റെ ഇരകളാണ്. ആ വിശ്വാസത്തിൻ്റെ ഇരകൾ അവരായതുപോലെ അവർ എന്നിലും ഏൽപ്പിച്ചു. പക്ഷേ എന്നെ ശാരീരികമായിട്ട് ഏൽപ്പിച്ചുള്ളൂ. അവർ അതിൻ്റെ മാനസികമായിട്ടുള്ള ഇരകളുമാണ്. ഭൗതികമായിട്ടും അവർ എൻ്റെ സങ്കടങ്ങൾ അനുഭവിക്കുന്നത്. ഒരു വാസ്തവമല്ലേ? നമ്മളൊരു മാനവികമായിട്ടുള്ള കാഴ്ചപ്പാട് നോക്കുമ്പം ഇരകളാണ്. അവരെ പറഞ്ഞു വിട്ടതാണ് അതിൻ്റെ നേതാക്കന്മാർ. അവരും ഇരകളാണ്. യഥാർത്ഥത്തിൽ എന്താണ് വില്ലനാരാണ്? ഈ പറയുന്ന യുക്തിക്ക് നിരക്കാത്ത വിശ്വാസ സമഗ്രതയാണ്. അതിനെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത്, അതിനെയാണ് ബന്ധനത്തിലാക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. എല്ലാ മതഗ്രന്ഥങ്ങളോടും മതവിശ്വാസങ്ങളും ഇതാണ് സമീപനം. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതായത് മതങ്ങൾ ഒരു കാലത്ത് ആവശ്യം ഉണ്ടായിരുന്നായിരിക്കും ചരിത്രപരമായിട്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് ജനാധിപത്യ ലോകത്തിൽ ഈ മതങ്ങളുടെ ആവശ്യമൊന്നുമില്ല. മതങ്ങളാണ് ജനാധിപത്യത്തിന് ഭീഷണിയായിട്ട് ഇന്ന് ലോകമെമ്പാടും നിൽക്കുന്നത്. മതങ്ങൾക്ക് എവിടെ ശക്തി കുറയുന്നോ അവിടെ മാത്രമാണ് ജനാധിപത്യം പുഷ്കലമാവുള്ളൂ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, PC ജോർജ് ചേട്ടൻ ഭിന്നത ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്തൊക്കെ വിളിച്ച് പറയാറുണ്ടല്ലോ? PC ജോർജ് എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ
വാക്കുകൾ ചിലപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് പറയും, ചിലപ്പം എന്നെ തെറി പറയും, അതാ ഇതാന്നൊക്കെ പറയും. എന്നെക്കുറിച്ചല്ലാതെ അദ്ദേഹം എന്നെക്കാളും വലിയ ആളുകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനൊന്നും അഭിപ്രായം പറയാൻ ഞാനാളല്ല. പിന്നെ എന്തെങ്കിലും ഇടക്കാലത്ത് എന്തെങ്കിലും വേറെ ഭീഷണിയോ അല്ലെങ്കിൽ പിന്മാറാനുള്ള ശ്രമമോ വല്ലതും അവന്മാരുടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? നിർത്തണമെന്ന് ആരെങ്കിലും ധാരണയ്ക്ക് വല്ലതും വന്നോ? മൊഴി കൊടുക്കാതിരിക്കാനോ അങ്ങനെ വല്ലതും? അങ്ങനെയൊന്നും വന്നിട്ടില്ല. അവരുടെ ചില പ്രതികൾ ഈ ചില വഴി കാണിച്ചു കൊടുത്തു, ഒരു വീട്ടിലേക്കുള്ള റൂട്ട് മാപ്പ് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ചില പ്രതികളുടെയൊക്കെ മാതാപിതാക്കളൊക്കെ ഞങ്ങൾക്ക് എൻ്റെ മക്കൾക്കെതിരായിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ടേ സാക്ഷി പറയരുതെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ നമ്മളവരുമായിട്ട് നേരിട്ടൊരു ബന്ധമൊന്നുമില്ല. നമ്മളെ ആക്രമിക്കാൻ വന്ന ആളുകൾ നമുക്ക് കണ്ടത് മാത്രം നമ്മൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കാര്യമൊന്നും നമ്മുടെ വിചാരണയിലോ സാക്ഷിമൊഴിയിലോ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞവരെ വിട്ടു. അതൊക്കെ വേറെ ആളുകളായിരിക്കും. വേറെ ആളുകളാണ് അതിന് അവരുടെ കുറ്റകൃത്യം സാക്ഷ്യപ്പെടുത്തേണ്ടത്. നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് വൈഫിനൊരു അസ്വസ്ഥതയും ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നത്? ഈ 2013 നവംബറിൽ എന്നെ ഈ കോടതി കുറ്റവിമുക്തനാക്കി മറ്റേ കേസിൽ. അപ്പം അതുവരെ ഈ എന്നെ സംബന്ധിച്ചും ഒരു ചെയ്യാത്ത ഒരു കുറ്റമാണ് എന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മനസ്സറിയാത്തൊരു കാര്യമാണ്. അതിന് എനിക്ക് കിട്ടിയ ശിക്ഷ 3 കൂട്ടരിൽ നിന്നാണ്. ഒന്ന് എൻ്റെ തന്നെ സഭയിൽ നിന്ന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നിന്ന് അവരെന്നെ പിരിച്ചു വിട്ടു. ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ പിരിച്ചു വിട്ടു. പിന്നെ ഗവൺമെൻറ് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ജയിലിലിട്ടു. മൂന്നാമത് ഈ പറയുന്ന ഭീകര സംഘടന അവരുടെ ഒരു മതനിയമം എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചു. അപ്പം 3 കൂട്ടരിൽ നിന്നാണ് ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന കോടതിയിൽ ആ കേസ് ചാർജ് ഷീറ്റ് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ് പ്രത്യേക അനുമതി വേണം, അതെന്താ കേസായതുകൊണ്ട്. അപ്പം കോടതി അതൊക്കെ ഗവൺമെൻറ് അതൊക്കെ കൊടുത്തു വന്നപ്പം 1-2 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടിയിട്ട് ഈ പറയുന്ന പോലീസ് ഈ കേസ് ചാർജ് ചെയ്യുമ്പോൾ കോടതി കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു. ഡിസ്ചാർജ് പെറ്റീഷനുമേൽ വാദത്തിൽ കേട്ടിട്ട് ഒരു കുറ്റകൃത്യമേ ഇല്ല എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് ആ കുറ്റത്തിനാണല്ലോ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്നെ തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നൊക്കെ മാധ്യമപ്രവർത്തകരോട് പറയുകയും എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നമ്മുടെയാണുള്ള ആവശ്യം എന്നുള്ളത് കൊണ്ട് പോയി മാനേജരെ കാണുകയും മാനേജറിനെക്കുറിച്ച് ആലോചിക്കാം, വക്കീലോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുരഞ്ജന സംഭാഷണമൊക്കെ നടത്തിയിട്ടേ ഒരു ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് വ്യവസ്ഥ എഴുതി അവിടെ കൊടുക്കണം, ഫയൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ വക്കീലിനോട് ഉടനെ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ വക്കീലിനെ കൊണ്ട് എഴുതിയപ്പോൾ അവർക്ക് സ്വീകാര്യമില്ല. ഒത്തുതീർപ്പ് എന്താ? അതായത് നമ്മളെ തിരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എഴുതി കൊടുത്തപ്പം നമ്മൾ എഴുതി കൊടുത്തത് അവർക്ക് സ്വീകാര്യമില്ല. എന്നിട്ട് അവരുടെ വക്കീൽ എന്ന് എഴുതിപ്പിക്കാൻ പറഞ്ഞു. അവരെഴുതിപ്പിച്ചപ്പോൾ നമ്മളെ ഇങ്ങനെ തിരിച്ചെടുക്കാവുന്നതല്ല, നമുക്ക് കമ്പൽസറി റിട്ടയർമെൻറ്റ് തരാവുന്നതാണ് പണ്ടത്തെ ഡേറ്റ് വെച്ചിട്ട്. ശരി. ഇടയ്ക്കൊരു ഈ കോടതിയാണേലും ഈ കേസ് വാദം കേൾക്കാൻ കൂട്ടാക്കില്ല. അത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജഡ്ജിയാണ്. ആദ്യം വന്നത് വേറൊരു ജഡ്ജിയാണ്. അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് തന്നെ തീർക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇവർ പല കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് വക്കീൽ അത് കാലതാമസം വന്നിട്ട് അത് നടന്നില്ല. രണ്ടാമത് വന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ജഡ്ജി. അദ്ദേഹം ഈ കേസ് തീർക്കാൻ ഒട്ടും ഉത്സാഹിച്ചില്ല എന്നുള്ളതാണ്. പലതവണ ഈ മാനേജ്മെൻറ്റ് ഓരോരോ ന്യായം പറഞ്ഞ് ഓരോരോ ഏത് കേസിൻ്റെ സാർ പറഞ്ഞ ആദ്യത്തെ ഈ പറയുന്ന മതനിന്ദാ കേസ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ ഈ മാനേജ്മെൻറ്റ് എന്നെ പിരിച്ചുവിട്ട കേസിൽ നമ്മൾ അപ്പീൽ കൊടുത്തല്ലോ. അപ്പീൽ കൊടുത്ത കേസ് അങ്ങനെ നീണ്ടു പോവുക ചെയ്തു. ഒരിക്കൽ എല്ലാം ഒത്തുവന്ന് രാംകുമാർ എന്ന് പറയുന്ന പ്രസിദ്ധനായ വക്കീൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ റെഡിയായിട്ട് വന്ന് വേറെ ഒരു അഡീഷണൽ പെറ്റീഷൻ ഇല്ലാതിരുന്ന സമയത്ത് ജഡ്ജി പറയുകയാണ് നിങ്ങൾക്കിത് കോംപ്രമൈസ് ആക്കി കൂടെയാണ്. ചോദിക്കുകയാണ് ജഡ്ജിക്കിത് വിധിക്കാൻ താല്പര്യമില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജഡ്ജി എനിക്ക് എതിരായിട്ട് വിധിച്ചാൽ അദ്ദേഹം എന്നോട് ഒരു മതസ്പർദ്ധ കാണിച്ചു എന്നുള്ള ഒരു പരാതി ഉണ്ടാകുമല്ലോ, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ അനുമാനിക്കുന്നത്. എന്താണോ പുള്ളിയുടെ വിചാരം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അനുമാനിക്കുന്നതാണ്. അപ്പോൾ എനിക്കെതിരായിട്ട് വിധിച്ചാൽ പുള്ളി പേരുദോഷം കേൾക്കേണ്ടി വരും. ഇനി എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിമർശനം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം ഈ കേസ് തീർക്കാൻ ഒരിക്കലും കൂട്ടാക്കിയില്ല.
അദ്ദേഹം എല്ലാം ശരിയായി വന്നപ്പോൾ ഒരു അനുരഞ്ജനമായി കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അനുരഞ്ജനം പറ്റിയല്ലെന്ന് ഞങ്ങളുടെ വക്കീലിന് പറയാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞാൽ ആകാം. അപ്പം മാനവേൻ്റെ വക്കീൽ പറഞ്ഞത് മാനവേനോട് ചോദിക്കണം. അങ്ങനെ പിന്നെയും സമയം പോയി. അങ്ങനെ ആയിട്ട് പിന്നെ ഈ പറഞ്ഞ അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നെ തിരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്തോളാം, ഞാൻ രാജിവെച്ചോളാം. അല്ലാതെ പിന്നെ കമ്പൽസറി റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന 7ാമത്തെ ഏറ്റവും വലിയ പിരിച്ചുവിടൽ നടപടിക്ക് തൊട്ട് മുമ്പുള്ള ആ ശിക്ഷയിലേക്ക് എന്നെ ഇളവ് ചെയ്ത് തരാം എന്ന് അവർ പറയുന്നത്. അതെനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിനുശേഷമാണ് എന്നെ ഈ മദന്ത കേസിൽ നിന്ന് കുറ്റമുക്തനാക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു നിലപാടില്ലല്ലോ. കോടതി വെറുതെ വിട്ട കേസിൽ എന്നെ ശിക്ഷിച്ച് വെച്ചിരിക്കണം മാനേജ്മെൻറ്റ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്നെ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നെ 2014 മാർച്ച് 31 ഞാൻ റിട്ടയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുവരെ പിന്നെ ഈ കേസ് നീട്ടിക്കൊണ്ട് പോയി. എനിക്കൊരു പ്രതീക്ഷ തന്നു. എന്നിട്ട് അവസാനം പിന്നെ അവസാനത്തെ ദിവസം ഈ പറയുന്ന അവധി വന്ന റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പുള്ള അവധി ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ വക്കീലുമായിട്ട് വാദിക്കാൻ ചെന്നപ്പോൾ നമ്മുടെ ജഡ്ജി മക്കയ്ക്ക് പോയി. അപ്പോൾ അതോടുകൂടി പിന്നെ നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുകയല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ജോലി തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾ 2013 നവംബർ മുതൽ 14 ഫെബ്രുവരി വരെയും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പം കുടിശ്ശികയെല്ലാം കൂടെ കിട്ടും, എല്ലാം അങ്ങനെ ഞങ്ങളെ മനക്കോട്ട് കിട്ടി. അതെല്ലാം ഇടിഞ്ഞു പോയതാണ്. നമ്മളെ എടുത്തില്ല. ഇനി അവസാനം പറഞ്ഞു, പിന്നെ മാനേജർ പറഞ്ഞു കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ കൈ ഒഴിഞ്ഞു. അങ്ങനെ വന്നൊരു ഇച്ഛാഭംഗത്തിൽ നിന്നാണ് ഡിപ്രഷൻ മൂർച്ഛിക്കുന്നത് വൈഫിന്. എന്നിട്ട് പിന്നെ ആ കോടതി കേസ് എന്തായി? റിട്ടയർ ആയതുകൊണ്ട് പോയി. അപ്പം പിന്നെ ഭാര്യ അങ്ങനെ ഡിപ്രഷൻ കൂടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പം ഇതെല്ലാം റെക്കോർഡുള്ളതല്ല. ഇവർ എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും. അപ്പം രാംകുമാറൊക്കെ ഇരുന്ന് പിന്നെ TV ചർച്ചയിൽ പറഞ്ഞു മാനേജ്മെൻറ്റിനെതിരായിട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന്. അതൊക്കെ കേട്ട് ഇവർ ഭയന്ന് പിന്നെ എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തത്. ഉത്തരവിട്ടു. എന്നിട്ട് അതുവരെ കുടിശ്ശിക തന്നു മാനേജ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് പിന്നെ അവർക്ക് ഗവൺമെൻറ്റാണല്ലോ തരേണ്ടത്. അപ്പോൾ പിന്നെ 2010 പിരിച്ചു വിട്ടിട്ട് 2014 പിന്നെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേദിവസം തിരിച്ചെടുത്തിട്ട് റിട്ടയർ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായി. അതായത് സസ്പെൻഷൻ ഓർഡറും ഡിസ്മിസൽ ഓർഡറും പിൻവലിച്ചവർ. എന്നിട്ട് തിരിച്ചെടുത്തു. എന്നിട്ട് ഇതെല്ലാം സർവീസിൽ എന്നതുപോലെ എല്ലാ ശമ്പളത്തിനും എല്ലാ ആനുകൂല്യത്തിനും അവകാശം ഉണ്ടായിരിക്കും എന്നും എഴുതി ചേർത്തു. പക്ഷേ തരേണ്ടത് ഗവൺമെൻറ്റല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് അങ്ങനെ പിരിച്ചു വിട്ടിട്ട് 4 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുത്തിട്ട് ഗവൺമെൻറ്റിനോട് ശമ്പളം കൊടുത്തോളാൻ പറഞ്ഞാൽ ഗവൺമെൻറ്റിന് കൊടുക്കാൻ ബാധ്യതയുണ്ടോ? അപ്പം ഗവൺമെൻറ് തീരുമാനിക്കണം പിന്നെ എൻ്റെ കിട്ടിയില്ല സർവീസ് റെഗുലറൈസ് ചെയ്ത് തരണമെങ്കിൽ. അപ്പം ഞാൻ പിന്നെ ഗവൺമെൻറ്റിനെ സമീപിച്ച് അന്ന് ജോസഫ് വാഴക്കനായിരുന്നു മൂവാറ്റുപുഴ MLA. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ സംസാരിച്ച് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിട്ടാണ് എൻ്റെ സർവീസ് പിന്നെ റെഗുലറൈസ് ചെയ്ത് കുടിശ്ശികയും തന്ന്. അതുകൊണ്ട് എനിക്കിപ്പം പെൻഷനെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാര്യയുടെ മരണം നമുക്ക് അതിൻ്റെ ഒരു മാറ്റം എങ്ങനെ, ഈ ഒരു ഡിപ്രഷൻ തുടങ്ങി നമുക്ക് മനസ്സിലായി എങ്ങനെ അതിലേക്ക്? അതായത് ഭാര്യയുടെ പിന്നെ എന്നോടൊക്കെ ഒരു ചെറിയ വിരോധം പോലെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനെല്ലാം ചെറിയ കുറ്റത്തിന് വഴക്കുണ്ടാക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നെ അപ്പോഴേ നമുക്ക് മനസ്സിലായി. നമ്മൾ പിന്നെ കോലഞ്ചേരിയിൽ പോയി പിന്നെ ചികിത്സ നടന്നുകൊണ്ടിരുന്നതാണ്. ഈ മരിക്കുന്ന ദിവസവും അന്ന് ആശുപത്രിയിൽ പോയിട്ട് വന്ന ദിവസമാണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ചേച്ചി, ഹൈറേഞ്ചിലുള്ള ചേച്ചി എല്ലാം ഏർപ്പാടാക്കുകയാണ്. സൂക്ഷിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തല്ലേ ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങിയായിരുന്നു. എന്നാലും പിന്നെ ഈ പറയുന്ന ആക്രമണ കാലത്തൊക്കെ എന്നെ ഒത്തിരി ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അതിങ്ങനെ കുറഞ്ഞ് വന്നപ്പോഴും നമ്മൾ വളരെ ലുപ്തിച്ച് വളരെ പിശുക്കി ജീവിതത്തേക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് കാരണം ആവശ്യം ഒന്നും നടക്കാതെ വന്നിട്ടില്ല. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ മിതത്വം പാലിച്ചു. അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ ഏതാണ്ട് ചെറുതായിട്ട് സപ്പോർട്ട് തരുന്നു. അത് പിന്നെ ഭാര്യ മരിച്ച സമയത്താണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എന്തായാലും കേസ് തീർന്നു, ശമ്പളം ആനുകൂല്യം പിന്നീട് തിരിച്ചെല്ലാം പ്രശ്നത്തിൽ ഇപ്പം സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ മകൻ എന്ത് ചെയ്യുന്നു? ജോലി കയറി എവിടെയാണെന്ന് പറയണ്ട. പിന്നെ അന്ന് MBA പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് പിന്നെ ഇപ്പം ജോലിയായി, പ്രൈവറ്റാണ്. ഇപ്പം ജിയോജിത്ത് എന്ന് പറഞ്ഞൊരു കമ്പനിയും ജോലിയാണ്. ശരി. മോൻ്റെ വൈഫ് റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററാണ്. മോള് നേഴ്സിംഗ് ഒക്കെ സെറ്റിലായി. മകള് അയർലൻഡിലായി. മരുമോനും അയർലൻഡിലാണ്. സാർ ഇപ്പോൾ ഒറ്റയ്ക്കാ? ഇല്ല, മോൻ എറണാകുളത്തിന് പോകുന്നത് എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്. വീട്ടിൽ മോനുണ്ട്.
അപ്പോൾ അങ്ങനത്തെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അതായത് വീട്ടിലിങ്ങനെ സാമ്പത്തിക പ്രശ്നമോ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം സാറിൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ഈ ഇത്തരം പൊതുപ്രവർത്തനങ്ങളുണ്ടോ, സജീവമായിട്ടുണ്ടോ? ഇല്ല, പൊതുപ്രവർത്തനം പറഞ്ഞാൽ നമ്മൾ സാംസ്കാരിക പ്രവർത്തനമേ ഉള്ളൂ. അതായതൊരു മാനവികത ഉയർത്തിപ്പിടിക്കാനും സ്വാതന്ത്ര്യത ഉയർത്തിപ്പിടിക്കാനും. സാറിൻ്റെ തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്തെങ്കിലും പരിപാടിക്ക് വിളിക്കാറുണ്ടോ ആളുകളായാലും? ചില പരിപാടികൾ, ലൈബ്രറികളുടെ വാർഷികങ്ങൾക്കും അങ്ങനത്തെ. ഇപ്പം പഴയ ഭയമില്ല? ഭയം പഴയതെന്നല്ല, എനിക്ക് ഭയമേ ഇല്ല. അല്ല, എന്നാലും ഞാൻ പറഞ്ഞ ആ കാലത്ത് അത് അപകടം ഉണ്ടാകുമെന്നുള്ള സമയത്ത് അപകടം ഉണ്ടായതിനു ശേഷം മാറി. അത് ഭയം മാറിയല്ലോ. അവർ ചെയ്യാനുള്ള ചെയ്തിട്ട് പോയതാണല്ലോ. ഇനി ഒപ്പം ഒറ്റയ്ക്ക് പോക്കും വരവൊക്കെ? അല്ലല്ല, പോലീസുണ്ട്. പോലീസുണ്ട്. പോലീസ് എന്നെ ഒറ്റയ്ക്ക് വിടുന്നൊന്നുമില്ല. എനിക്ക് ഭയം ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി ഒരു കുഴപ്പമുണ്ടാവരുതല്ലോ എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ശുഷ്കാന്തി കൊണ്ട് അന്ന് മുതൽ എനിക്ക് പോലീസ് സംരക്ഷണമുണ്ട്. വീട്ടിലും 24 മണിക്കൂറും പോലീസുണ്ട്. അപ്പോൾ സംസാരിക്കാൻ ആളുണ്ട്. എവിടെ സംസാരിക്കാൻ ആളുണ്ട്, എവിടെ പോയാലും കൂട്ടുണ്ട്. ഏത് രാത്രിയിലും നമുക്ക് ഒറ്റയ്ക്ക് പോകണ്ട. അങ്ങനെ തോക്കുള്ള പോലീസ്. തോക്കുണ്ട്. അപ്പോൾ എന്തായാലും VIP ആയി. ഞാനങ്ങനെ അതൊക്കെ ആസ്വദിക്കുകയാണ്. അയർലൻഡിലൊക്കെ പോകുമ്പോഴോ അവരെ അവിടെ വരെ വരുമായിരിക്കും, എയർപോർട്ടിൽ കൊണ്ടുപോയി വിടും. അയർലൻഡൊന്നും പിന്നെ പോലീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങനത്തെ അതിനൊക്കെ അനുവാദം വേണമായിരിക്കും, പോലീസിന് അനുവാദം വേണമായിരിക്കും വിദേശത്ത് പോകാൻ? വേണ്ട. എനിക്ക് എൻ്റെ പൗര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ എൻ്റെ യാത്രയ്ക്ക് ഒരു അനുവാദമൊന്നും അവരോട് ഒരിടത്തുനിന്നും തേടേണ്ടതില്ല. ഞാൻ പോകുന്ന ഇവരോട് പറയുന്നു. ഇപ്പം ഫ്ലൈറ്റിലൊക്കെ തോക്കുമായിട്ട് കയറാൻ പറ്റില്ല, അല്ലാത്ത കാരണം അവരെ കൊണ്ടുപോവുകയില്ല. വേണമെങ്കിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിപ്പം ഹൈദരാബാദിൽ പോകണം, അവിടെ പോലീസ് നമുക്ക് സംരക്ഷണം തരും. പിന്നെ ചിലപ്പോൾ അങ്ങനെ സംരക്ഷണം സ്വീകരിക്കും. അല്ലെങ്കിൽ എനിക്ക് അവിടെ എല്ലാം ലോകം മുഴുവൻ ഇഷ്ടം പോലെ സംരക്ഷണം തരുമ്പോൾ നമ്മൾ ഫീസ് വല്ലതും അടയ്ക്കണോ? വേണ്ട. നമ്മൾ ഇവിടുത്തെ രേഖ കൊടുത്താൽ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവർ ഏർപ്പാടാക്കിക്കൊള്ളൂ. അത് നേരത്തെ പറയണമെന്ന് മാത്രം. പിന്നെ ലോകം മുഴുവൻ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവരാണ് എൻ്റെ. എസൻസിൻ്റെ പ്രവർത്തനത്തിലേക്ക് പിന്നീട് എപ്പോഴാണ് വന്നത്? അത് 2020-21 കാലം മുതലാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നത്. എസൻസിൻ്റെ ഒരു പിന്നെ US ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ അതിഥിയായിട്ട് ക്ഷണിച്ച് കൊണ്ടുപോകുന്നതാണ്. അമേരിക്കയിലേക്ക് എന്നത്തേക്കാണ് യാത്ര? അമേരിക്കയിലേക്ക് ഞാൻ പോകുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിലുണ്ടോ പ്രോഗ്രാം? അയർലൻഡ് പ്രോഗ്രാം അല്ല. അവിടെ ചെന്നാൽ പ്രോഗ്രാം. മോൾ അവിടെയുണ്ട്. മോളിപ്പോൾ വീട്ടിലുണ്ട്. മോള് മെയ് 14 അയർലൻഡിന് തിരിച്ചു പോകുമ്പം ആ കൂടെ ഞാൻ പോകും. ടോമി എവിടെ അല്ലേ? ടോമി സെബാസ്റ്റ്യൻ അവിടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2-3 വർഷം മുമ്പ് പോയപ്പോൾ ടോമി സെബാസ്റ്റ്യനൊക്കെ മുൻകൈ എടുത്ത് എസൻസിൻ്റെ പല പ്രോഗ്രാമും അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കുറച്ച് കാലം സാർ അവിടെ നിന്നിരുന്നു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2-3 മാസം നിന്നിരുന്നു. ആ കൂടെ UK-യിലും പോയി അവിടെയും ചില എസൻസിൻ്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു. അവിടെ ഒരു ടോമി അല്ല, അവിടെ ജോഷി അല്ലേ, ഡോക്ടർ ജോഷിയുണ്ട്. പിന്നെ അങ്ങനെ ടോം ജോസ് തടിയമ്പാടിൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണ് ഞാൻ. ഇതിലുണ്ടോ? ഇതിലില്ല, പക്ഷേ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അയർലൻഡിൽ ചെന്നിട്ട് മെയ് 28-നാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. അമേരിക്കയിലേക്ക് എനിക്ക് തോന്നുന്നത് ഹൂസ്റ്റൺ ഉണ്ടെന്ന് തോന്നുന്നു. ഡാലസിലാണ് പ്രധാന എസൻസ് ഫെസ്റ്റ്. പിന്നെ സിയാറ്റിൽ. അപ്പോൾ മെയ് 30-നാണ് ഡാലസിലെ പ്രോഗ്രാം. അത് ഞാൻ സിയാറ്റിൽ പോവും. പിന്നെ അവിടെ നിന്ന് തന്നെ കാനഡയിൽ പോവും, ടൊറോണ്ടോയിലോ. ഈ പ്രോഗ്രാം അവിടെ എന്നാ സാറുമായിട്ടുള്ള സംവാദം എന്നാണോ, എന്താ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം? എൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടാവും. പിന്നെ ചോദ്യോത്തര പരിപാടി. എസൻസ് ഗ്ലോബൽ അവിടെ ശക്തമാണോ? അവിടെ ശക്തമാണ്. പിന്നെ US-ലും പിന്നെ കാനഡയിലും. 2 വർഷം മുമ്പ് ഞാൻ കാനഡയിൽ പോയപ്പോൾ US എസൻസും കാനഡ എസൻസും കൊണ്ട് ഒരുമിച്ചാണ് നടത്തുന്നത്. 2 കൂട്ടർക്കും വരാൻ എളുപ്പത്തിന് നയാഗ്രയിൽ വെച്ചാണ് നടത്തുന്നത്. ന്യൂയോർക്കിൽ നിന്ന് അങ്ങോട്ട് വരാൻ എളുപ്പമുണ്ട്. ഒരു നദി കടന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി പുതിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഒരിക്കൽ കൂടി ഇങ്ങനെ ആളുകളെ കാണാനും സുഹൃത്തുക്കളെ കാണാനും. സാർ എസൻസ് ഗ്ലോബലിൻ്റെ ഏതെങ്കിലും സജീവ പ്രവർത്തകനാണോ എസൻസ് ഗ്ലോബൽ? അതോ എസൻസ് ഗ്ലോബൽ ഈ പ്രോഗ്രാം വിളിക്കുന്നതുകൊണ്ട് പോകുന്നുള്ളൂ? എസൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അംഗത്വം, അങ്ങനത്തെ ഇടപെടൊന്നുമില്ല. അതിൻ്റെ ഒരു ടോപ്പ് ലെവലിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സമിതികളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ ആളുകളങ്ങനെ വന്നു ചേരുകയാണ്. അവരിൽ നിന്ന് ഒരു അംഗത്വ ഫീസോ അങ്ങനെ വാർഷിക വരിസംഖ്യ അങ്ങനത്തെ ഒന്നും ഇടപെടൊന്നുമില്ല. എന്നെ അവർ വിളിക്കുമ്പോൾ പോവും. ഞാൻ എസൻസിൻ്റെ പ്രോഗ്രാമിൽ മാത്രമല്ല പോകുന്നത്, സാംസ്കാരിക സംഘടനകൾ ആര് വിളിച്ചാലും പോവും. യുക്തിവാദി സംഘത്തിൻ്റെ കഴിഞ്ഞ 2 സംസ്ഥാന സമ്മേളനത്തിൽ എന്നെ അവർ വിളിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഈ സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടുകൂടി. സാർ യുക്തിവാദിയാണോ? ഞാനിപ്പോൾ ഒരു പിന്നെ യുക്തിവാദി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സ്വതന്ത്ര ചിന്തകനാണ്. ഞങ്ങൾ യുക്തിവാദി എന്നുള്ളത് പദം വിട്ടിട്ടേ, അതായത് മതത്തിനും
മതവിശ്വാസത്തിന് പിന്നിലൊരു യുക്തിയുണ്ട്. ഉം. അതുകൊണ്ട് യുക്തിവാദി എന്ന് ഞങ്ങളെ വിശേഷിപ്പിക്കുന്നതിൽ ഞങ്ങൾ ഇപ്പം വിമനസ്സരാണ്. സ്വതന്ത്ര ചിന്തയാണ്. സ്വതന്ത്ര ചിന്തകരാണ്. ദൈവം ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത്? ഈ ഇപ്പോൾ പിന്നെ 2021 വരെ ദൈവമുണ്ട് എന്നാ വിശ്വസിക്കുന്നത്? അന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നതാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു 10-18 വയസ്സായപ്പോൾ തന്നെ ഈ മതങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ദൈവങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അതായത് പ്രകൃതി ശക്തി പ്രകൃതി ശക്തി എന്ന നിലയിൽ ഒരു ദൈവ വിശ്വാസം, അതായത് സാറ് പള്ളിയിലൊക്കെ പോകുന്ന ആളായിരുന്നു. പള്ളിയിലൊക്കെ പോകും. അത് ഞാൻ അന്നൊക്കെ പോകുന്നത് നമ്മളൊരു കൂട്ടായ്മയാണ്, ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപോലെ ഒരേ കൾച്ചറിൽ ജീവിക്കുന്ന, സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളോടൊപ്പം ചേരുക, അവരെ കാണാനൊക്കെ ഉള്ളൊരു അവസരമായിട്ടും പിന്നെ ഒരു സമുദായ സംഘടന എന്ന നിലയിലൊക്കെ അവരോട് പിണങ്ങാതെ, എന്നാൽ വലിയ മതഭക്തിയോ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകണമെന്ന് നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം എന്നുള്ള ആഗ്രഹങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദൈവത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ, ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ചെറുപ്പത്തിൽ നമ്മളെ അങ്ങനെ വളർത്തിയെടുത്തുകൊണ്ട്, ചെറുപ്പത്തിൽ തന്നെ ഈ വിശ്വാസം നമ്മളിൽ ഒരു ബുദ്ധി ഉദിക്കാത്ത കാലത്ത് നമ്മളിൽ ഇങ്ങനെ മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ പകർന്ന് കിട്ടിയതുകൊണ്ട് അതങ്ങ് വേര് പിടിച്ച് പോയതാണ്. അതിൽ നിന്നൊക്കെ ഞാൻ മോചിതനാവുന്നത് 2021 അതിന് അത്രയും കാലം വൈകിയേ? ഇത് ബുദ്ധിയിൽ ഇങ്ങനെ ഉറച്ചു പോയൊരു സംഗതി ഒരു രോഗം പോലെ നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചും കൊതിപ്പിച്ചും, അത് ദൈവത്തോട് അങ്ങനെ നിന്നാൽ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അത് ചെയ്താൽ ദൈവം കോപിക്കും, ശിക്ഷിക്കും, അങ്ങനെയൊക്കെ. ആ കാലമൊക്കെ നേരത്തെ മാറിയായിരുന്നല്ലോ. അല്ല, അങ്ങനെ മാറിയാലും നമ്മൾ ഈ വയസ്സായാലും ഈ ചെറുപ്പത്തിൽ തലച്ചോറിനൊരു ഭാഗത്ത് ഇങ്ങനെ ഇതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അത് പറിച്ചു കളയാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയുടെയൊക്കെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ്. അതായത് നമുക്കൊരു മനോബലം നമ്മളെ കെടുത്തിക്കളയുവാണ് ചെറുപ്പത്തിലെ തന്നെ. അതായത് എൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു രോഗമാണ്. ചെറുപ്പത്തിലെ സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന മനുഷ്യനെ അടിമയാക്കി ഭയത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ആർത്തിയുടെയും ഇരകളാക്കി മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മതങ്ങൾ, ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറയുന്നത് വളരെ വിഷമമാണ്. നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി പോയ ഒരു ആശയമാണത്. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ വായിച്ചും ചിന്തിച്ചും 60 വയസ്സിന് ശേഷമാണ് മോചിതനാവുന്നത്. ഈ 2021 എൻ്റെ പ്രത്യേകത എന്താണ്? 2021 വരെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് രാവിലെ വാഹനം എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. 2021 അന്ന് കോവിഡ് കാലമാണ്. കോവിഡ് കാലത്ത് വീട്ടിൽ ഞാൻ ഉണ്ട്, ഭാര്യ മരിച്ചു പോയല്ലോ. അപ്പോൾ മകളന്ന് അയർലൻഡിലാണ്. അയർലൻഡിൽ ഈ കോവിഡ് കാലത്ത് അവൾ ഗർഭിണിയായി. ഇപ്പോൾ പ്രസവമൊക്കെ അടുക്കാറാകുമ്പോൾ മരുമകൻ്റെ അമ്മ പോകാമെന്നൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ്. പക്ഷേ കോവിഡ് മൂർച്ഛിച്ച കാലമായതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അയർലൻഡിൽ ഇങ്ങനെ പ്രസവത്തിൻ്റെ സമയം അടുക്കും തോറും എനിക്കൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവൾക്ക് ബ്ലഡ് പ്രഷർ കൂടുകയും അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും, അത് സഹായിക്കാനൊരു സുഹൃത്തുക്കൾ പോലും ഇല്ല. അവിടെ മലയാളി സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ കോവിഡ് കാലമായതുകൊണ്ട് പരസ്പര ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും മരുമകനും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടൊക്കെ മകളിങ്ങനെ വിളിച്ച് പറയും, പിന്നെ ഞാൻ ഇങ്ങനെ അഡ്മിറ്റായി, ചിലപ്പം സിസേറിയൻ വേണം. അപ്പോൾ അവളുടെ ആദ്യമൊക്കെ പങ്കുവെക്കാൻ എന്നോടാണ് വിളിക്കുന്നത്. എനിക്കത് കേട്ടിട്ട് അത് പങ്കുവെക്കാൻ എനിക്ക് ഭാര്യയില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഉത്കണ്ഠപ്പെടുന്നു, ആദ്യപ്പെടുന്നു. പക്ഷേ എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? പ്രാർത്ഥിക്കാനാണ് പറ്റുന്നത്. അപ്പം പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കും. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ ഗർഭധാരണം, പ്രസവം എന്നൊക്കെ പറയുന്ന പ്രകൃതിയുടെ ഒരു രീതിയാണ്, അതതിൻ്റെ വഴിക്ക് പൊക്കോളും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്, അങ്ങനെയൊക്കെ ബലം പിടിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങ് തോന്നിയിട്ടും പ്രാർത്ഥിക്കാതെ ബലം പിടിച്ച് ഇരുന്ന് ഞാൻ ആ പ്രാർത്ഥനയോടെ കെട്ടങ്ങ് പൊട്ടിച്ച് കളഞ്ഞു, ആ ലഹരി കളഞ്ഞു. ആ രോഗം അങ്ങ് മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതോടുകൂടി അത്രയും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കാൻ എനിക്ക് സാധിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ ദൈവത്തെ വിചാരിക്കുകയോ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത്രയോടെ അല്ലാതെ ദൈവത്തോടുള്ള പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊന്നും ഈ കെട്ടുപൊട്ടിയതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊരു ഇൻസിഡന്റ് നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത്. ദൈവം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്. പലപ്പോഴും ഈ പല വിശ്വാസങ്ങൾ, അദ്വൈത സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചിടത്തോളം അതും ദൈവം ഇല്ല എന്ന് പറയാനുള്ള ഒരു മടി കൊണ്ട് നമ്മളിത് ഞാൻ ദൈവമാണ്, നിങ്ങൾ ദൈവമാണ്, ലോകം മുഴുവനും പരമാത്മാവാണ്, നമ്മൾ ജീവാത്മാവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കെട്ടുകഥ പോലെ ഒരു
തിയോളജി പോലെ ഒരു ദൈവശാസ്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സാങ്കല്പികമായിട്ട്. ബുദ്ധമതത്തിൻ്റെ എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബുദ്ധമതത്തിൽ എനിക്ക് ഉണ്ടായ ഒരു ബുദ്ധനുണ്ടായ വെളിപാട് പോലെ എനിക്ക് ബുദ്ധനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബുദ്ധൻ്റെ ജീവിത ചര്യകളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും അല്ലെങ്കിൽ പ്രസ്താവങ്ങളൊക്കെ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഗതിയുണ്ട്. ബുദ്ധന് നമ്മൾ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായ ആളാണല്ലോ, ബോധോദയം. ഗയ അതെ, വൃക്ഷച്ചൂട്ടിൽ, ബോധിവൃക്ഷച്ചൂട്ടിൽ ബോധോദയം ഉണ്ടായല്ലോ. എന്താണ് ബോധോദയം ബുദ്ധനുണ്ടായത്? അതാരും പറയുന്നില്ല. അപ്പം ചില ബുദ്ധിസ്റ്റുകളൊക്കെ പറയും, ബുദ്ധൻ അനുയായികളൊക്കെ പറയും അത് വിഷ്ടമാണ്, അത് നമുക്ക് വിഷ്ടം, ജ്ഞാനമാണ്, ജ്ഞാനം പകർന്നു കൊടുക്കാൻ പറ്റുകയില്ല. അതേസമയം നമുക്കൊരു നോളജ് ആണെങ്കിൽ, അറിവാണെങ്കിൽ പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് അവനവന് സ്വയം ആർജിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ തടിതപ്പും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എനിക്കുള്ള ഇപ്പോഴത്തെ തോന്നൽ, ബുദ്ധന് കിട്ടിയ വെളിപാടെന്ന് പറയുന്നത് ദൈവം ഇല്ല എന്നുള്ള ഉറച്ച ബോധ്യമാണ്. ബുദ്ധിസ്റ്റ് സങ്കല്പത്തിലേക്ക് പോയാൽ നമുക്ക് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു ദൈവം ഇല്ല അവർക്ക്. പക്ഷേ ബുദ്ധിസ്റ്റുകൾ ഇപ്പോൾ ബുദ്ധനെ തന്നെ ദൈവമായിട്ട് ആരാധിച്ച് വരുന്ന സ്വാഭാവികം. ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാവുന്നു. ശ്രീനാരായണ ഗുരുദേവനും എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഈ അദ്വൈതത്തിൻ്റെ ആളൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഈ അദ്വൈതം എന്ന് പറയുന്നത് ഈ നാസ്തികതയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ളൊരു പടിയാണ്. ഇപ്പം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം ആദ്യം അദ്വൈതവാദിയായിരുന്നു, പിന്നീടാണ് ശരിക്കും നാസ്തികനായിട്ട് മാറുന്നത്. അപ്പം ശ്രീനാരായണ ഗുരു കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പക്കാ നാസ്തികനായനായിരുന്നു. ഒരുപാട് കാലം ജീവിച്ചു. അപ്പോൾ ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇല്ല. അത് നമ്മൾ ദൈവം ഇല്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് ദൈവം ഇല്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാലേ അത് ആൾക്കാർ ആ സങ്കല്പത്തെ അങ്ങ് പാടെ നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരാണ് ദൈവം എന്ന് ചോദിച്ചു വരുന്ന ശിഷ്യനോട് ഗുരു പറയും അത് നീയാണ്. അല്ലെങ്കിൽ ഗുരു തന്നെ വിചാരിച്ചിരിക്കുന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ ആണ് ദൈവം, ഞാനാണ് ഈശ്വരൻ. ഗുരുവിനോട് ചോദിച്ചു വരുന്ന ശിഷ്യനോടും പറഞ്ഞു കൊടുക്കും അത് നീയാണ് ദൈവം, അത് തത്വമസി, അത് നീയാവുന്നു. അപ്പം ഞാനും നീയും ഒക്കെ ദൈവമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് വരുന്ന ഒരു ദൈവസങ്കല്പത്തിൽ നിന്ന് അല്ല അത് ഉരുവാകുന്നത്. ഈ ലോകത്തെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനൊരു ഭാഗമാണ്. അത് കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മളെന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളൊരു ദൈവത്തെക്കുറിച്ചല്ല മതങ്ങളൊന്നും പഠിപ്പിക്കുന്നത്. നമ്മളെ പിന്നെ നിയന്ത്രിക്കുകയും നമ്മളെ ശിക്ഷിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യാൻ കെൽപ്പുള്ള, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാരിതോഷികങ്ങളൊക്കെ നമുക്ക് വെച്ച് നീട്ടുന്ന ഒരു ദൈവസങ്കല്പമാണ് എല്ലാ മതങ്ങൾക്കും ഉള്ളത്. അപ്പോൾ ആ ദൈവത്തെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. ഈ കൈ വെട്ടിയെടുത്ത് കളയുകയും ഒക്കെ ചെയ്തൊരു കാലമുണ്ട് സാറിന്. അന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞില്ലേ അന്ന്? ഇല്ല, അങ്ങനെയുള്ള ഒരു നന്ദി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ പിന്നെ മരിച്ചു പോകുമെന്ന് ഈ മുറിവേറ്റ് കിടക്കുമ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും എനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. പക്ഷേ അതുകൊണ്ടല്ല, എൻ്റെ ഒരു ധൈര്യം കൊണ്ട് ഞാൻ അങ്ങ് ഭയന്നില്ല. ഭയന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മരിക്കുമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എൻ്റെ ഒരു ധൈര്യം കൊണ്ടാണ്. എന്നാലും ഏതാണ്ട് മരിച്ച അവസ്ഥയിൽ എന്നെ ചികിത്സിച്ച ജയകുമാർ സാറിൻ്റെ അഭിപ്രായത്തിൽ പകുതി ഇകത്തിലും പകുതി പരത്തിലുമായിട്ടാണ് ഞാൻ ആശുപത്രിയിൽ എത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം ഉണ്ടാകുമായിരുന്നു എന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ ബോധം മൊത്തത്തിൽ പോയില്ല. പക്ഷേ അന്നും ദൈവത്തെ ആശ്രയിച്ചില്ല, അങ്ങനെ ആശ്രയിച്ചൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഞാനൊരു ഒപ്റ്റിമിസ്റ്റാണ്. അതായത് ഞാൻ തളരുകയില്ല. അങ്ങനെ കൈ പോയാലും ഇപ്പം അല്ലാതെ നമ്മൾ ജീവിക്കുകയാണ്. ഭാര്യ മരിച്ചപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ, കരഞ്ഞില്ലേ? ഇല്ലില്ല. പിന്നെ കൈ പോയപ്പോഴും ജോലി പോയപ്പോഴും ഞാൻ കരഞ്ഞില്ല. ഭാര്യ മരിച്ചപ്പോഴും കരഞ്ഞു. പക്ഷേ ദൈവത്തോട് ഞാനൊരു പരിഭവവും പറഞ്ഞില്ല. അത് ഭാര്യയുടെ മരണമൊന്നും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ഉള്ളൊരു ധാരണ അന്ന് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് സാറൊരു പുസ്തകം എഴുതുന്നു, ഈ അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള. ഈ പുസ്തകം എന്നാണ് ഇത് എഴുതാൻ തുടങ്ങുന്നതും ഇതെല്ലാം കഴിഞ്ഞ് ഈ ഭാര്യയുടെ മരണം കഴിഞ്ഞിട്ടാണോ തുടങ്ങുന്നത്, അതോ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നോ? ഈ 2010 ഈ ആക്രമണമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അധികം താമസിക്കാതെ DC ബുക്സ് തന്നെ ക്ഷണിച്ച് ആത്മകഥ എഴുതുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഞാനും അവിടെ കഷ്ടിച്ച് നടക്കാറായപ്പോൾ DC ബുക്സിൻ്റെ ഓഫീസിൽ പോയി ശ്രീ DC ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത് ഞാൻ എഴുത്തുകാരനാണോ എന്ന് പുള്ളിക്ക് അറിഞ്ഞൂടെ. എഴുതാനറിയാവും, മലയാളം പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മലയാളം ടീച്ചേഴ്സിലെ എഴുത്തുകാരനാവണമെന്നില്ല.
അത് മാത്രമല്ല എനിക്ക് എഴുതാനുള്ള അംഗവൈകല്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല എഴുത്തുകാരെ വെക്കാം, സാർ പറഞ്ഞു കൊടുത്താൽ മതി, അവർ എഴുതിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പേരൊക്കെ നിർദ്ദേശിച്ചു. അപ്പോൾ ഞാൻ DC രവിയോട് പറഞ്ഞു, എനിക്ക് എഴുതണമെന്ന് താല്പര്യമുണ്ട്, ഞാൻ വേണമെങ്കിൽ എഴുതിക്കോളാം. അതിന് സാമ്പിളായിട്ട് ഞാനിങ്ങനെ എഴുതിയ ഈ സാമ്പിൾ കൊടുത്തത് ഈ പറയുന്ന മൂല്യബോധന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് രചിച്ച ലേഖനങ്ങളാണ്. അതിലൊരെണ്ണം വായിച്ചിട്ട് രവി DC പറഞ്ഞു, സാർ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. രവി അതൊക്കെ വായിക്കുമോ? ഞാൻ വായിക്കാൻ കൊടുത്തു, എൻ്റെ എഴുത്ത് ഇങ്ങനെയാണ്, അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സാർ തന്നെ എഴുതിയാൽ മതി എന്ന് പുള്ളി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ കുറേ ഉണ്ടെങ്കിൽ നമുക്കിത് പുസ്തകമാക്കാമല്ലോ എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, ഇത് വളരെ സംക്ഷിപ്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഒരു വിഷയത്തിൽ, അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി വേണമെങ്കിലൊന്ന് എഴുതാം. അന്നേരം അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള മാതൃക, ഇതേ തന്നെ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാണ് അത് 2015 അത് പിന്നെ അതാ ഇറങ്ങുന്നത്. പക്ഷേ അന്ന് മുതൽ നമ്മൾ എഴുതാൻ പിന്നെ ആ പുസ്തകം അത്യാവശ്യം ഓടിയോ, വിറ്റുപോയോ? ആദ്യത്തെ 3-4 പതിപ്പ് പോയായിരുന്നു. മറ്റേ നല്ല പാഠങ്ങൾ പോയായിരുന്നു. അതിനുശേഷം ഈ 2010 മുതൽ ഞാൻ ആദ്യം ഈ പറയുന്ന ഒളിവിൽ പോയത് അവിടെ മുതലാണ് എഴുതുന്നത്. പിന്നെ ഒളിവിൽ പോയതും പിന്നെ ജയിലിൽ പോയതും അതൊക്കെ എഴുതി ഈ പറയുന്ന 2010-11 പിന്നെ നമുക്കിങ്ങനെ ജീവിത പ്രശ്നങ്ങളാണല്ലോ, അത് എഴുത്ത് പൂർത്തീകരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ DC ബുക്സിൽ നിന്ന് ഇടയ്ക്ക് ഇമെയിൽ വരും, കത്ത് വരും, എത്രയും പെട്ടെന്ന് ഇത് എഴുതണം, ഇത് കാലം കഴിഞ്ഞ് പോയാൽ എൻ്റെ പ്രസക്തിയൊക്കെ കുറഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാനതിനൊക്കെ, എന്നാലും എനിക്ക് വേറെ ഇങ്ങനെ ധാരാളം ജീവിത പ്രതിസന്ധിയല്ലേ. ശരിയായിട്ടുള്ള എഴുത്ത് ഒരു 2015 ശേഷം 16 ആയപ്പോഴാണ് തുടങ്ങിയത്. നമ്മുടെ പിള്ളേരൊക്കെ ഒരുമാതിരി ഒരു സെറ്റിലായി, നമ്മുടെ ഒരു സമാധാനം വന്നതിന് ശേഷം. പക്ഷേ 2018 കുട്ടികളുടെ കല്യാണം 2 പേരുടെ ഒരുമിച്ച് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ശരിയായിട്ട് ഫ്രീ ആയത്. 2018 ജൂൺ മുതൽ എഴുതിയിട്ട് ഡിസംബർ ആയപ്പോഴേക്കും 2019 ഡിസംബർ 31 ഞാൻ അവസാനത്തെ അധ്യായങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. അത് അവർ പെട്ടെന്ന് തന്നെ, പിന്നെ അത് 2-3 ദിവസം കഴിഞ്ഞിട്ട്, അന്ന് KLF ഉണ്ട്, DC ബുക്സിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞാലും അവർ അതിനു മുമ്പ് തന്നെ 2 ആഴ്ച കൊണ്ട് തന്നെ അത് ബുക്ക് ആക്കി KLF-ൽ തന്നെ വെച്ച് ഇനാഗുറേറ്റ് ചെയ്തു. എത്ര എഡിഷൻ ഇറങ്ങിയ പുസ്തകം? അത് 19 എഡിഷനായി. ഇപ്പം അവർ കൃത്യ റോയൽറ്റി ഒക്കെ തരുന്നുണ്ടോ? തരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 50,000 കോപ്പിയോളം ആയി. DC കുറിച്ച് പറയുന്നത് അങ്ങനെ പലരും കണക്കൊന്നും കൃത്യമായിട്ട് പറയില്ലെന്നാ പറയുന്നത്. എന്തായാലും നമുക്ക് കൃത്യ റോയൽറ്റി അവർ തരുന്നുണ്ട്. അവർ പിന്നെ അതിൻ്റെ നമുക്ക് കണക്ക് തരുന്നുണ്ട്, കണക്കനുസരിച്ചുള്ള റോയൽറ്റി തരുന്നുണ്ട്, പൈസ തരുന്നു. വേറെ പുസ്തകങ്ങൾ സാർ എഴുതിയിരിക്കുന്നത്? വേറെ അതിനുശേഷം പിന്നെ എൻ്റെ പുസ്തകങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. 2021 എനിക്ക് കൊടുക്കാൻ പറ്റില്ല. 22 ഭ്രാന്തന സ്തുതി എന്ന് പറയുന്ന ഒരു തമാശ പുസ്തകം, ഈ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തെ പോലെ അത്ര കഠിനതയൊന്നുമില്ല, കുറേയൂടെ ലൈറ്റ് റീഡിങ്ങിനുള്ളതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ പ്രമേയം അതിങ്ങനെ പിന്നെ ഈ അറ്റുപോകാത്ത ബാല്യകാല സംഭവങ്ങളും ഒക്കെ അറ്റുപോകാത്ത ഓർമ്മകളിൽ ചേർക്കാതെ മാറ്റി വെച്ചതും, പിന്നെ അതിന് ശേഷം ഈ PT കുഞ്ഞുമുഹമ്മദും ഒക്കെ ആയിട്ട് നമ്മൾ സന്ധിക്കുന്ന രംഗമുണ്ട്. ഈ ഒരു 3-ാമത്തെ PT കുഞ്ഞുമുഹമ്മദിനെ കുറിച്ചൊരു അക്ഷരം പറഞ്ഞില്ല അന്ന് ഈ വിവാദം. ആദ്യം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ലേഖനമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ലേഖനം എഴുതിയില്ല, അദ്ദേഹം ഒരു പ്രസംഗം നടത്തത് ഇങ്ങനെ വേറെ ഒരാൾ അത് കേട്ട് റെക്കോർഡ് ചെയ്തിട്ട് പുസ്തകമാക്കിയതാണ്. ഏതായാലും അദ്ദേഹം പിന്നീട് എൻ്റെ പക്ഷം പറയുകയും പിന്നെ ഭാര്യ മരിക്കുന്ന സമയത്തെല്ലാം സങ്കടത്തോടുകൂടി ഇതെല്ലാം കൈവെട്ടെല്ലാം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞു. അതിന് മുമ്പ് അങ്ങനെയൊന്നും പുള്ളി പ്രത്യക്ഷത്തൊന്നും പറഞ്ഞില്ല. ഏതായാലും എൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം പതിപ്പിൻ്റെ പ്രകാശനം പുള്ളിയാണ് നടത്തത്, തൃശ്ശൂർ വെച്ച്. അപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ പുസ്തകത്തിൻ്റെ പുള്ളി പറഞ്ഞൊരു കാര്യം കോട്ട് ചെയ്തുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ അനർത്ഥമൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് പുള്ളി സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞ അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, താങ്കൾ നല്ല മർമ്മമുള്ള ഒരു സംഗതി എഴുതിയതുകൊണ്ടാണല്ലോ ഞാൻ അത് ഓർത്തിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ സങ്കടപ്പെടുക, എന്നോട് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഈ അതുവരെയുള്ള ജീവിതം മാറ്റിമറിച്ചത് നിങ്ങൾ പറഞ്ഞ ആ ഭ്രാന്തനാണ്. ഭ്രാന്തനില്ലായിരുന്നെങ്കിൽ ഇപ്പം എത്ര പുസ്തകം എഴുതി സാറ്? അങ്ങനെ ഭ്രാന്തന സ്തുതി എന്നാണ്. അതായത് ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ ജീവിതത്തെ ആ ഭ്രാന്തന് നമ്മൾ സ്തുതി പറയുന്നതായിട്ട് ആണ് അതിൻ്റെ തമാശ. എത്ര പുസ്തകം സാർ മൊത്തം എഴുതി? മൊത്തം അപ്പം അത് 3-ാമത്തെ പുസ്തകം. പിന്നെ 4-ാമത്തെ പുസ്തകം ഇങ്ങനെ ഒരു സഞ്ചാര സാഹിത്യമാണ്. സഞ്ചാര സാഹിത്യകൃതി ബാല്യവിലാസം സഞ്ചാരകഥ. അതായത് ഇങ്ങനെ അതിൻ്റെ അകത്തൊരു തമാശ ഇതാണ്, പിന്നെ ഈ കൈവെട്ടത് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, കാല് വെട്ടത് നടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞാൻ അതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്.
നടപ്പ് തന്നെ നടന്നിട്ടുള്ളതിന് ശേഷമാണ്. അപ്പോൾ ഒറ്റയടിക്കൊക്കെ ഞാൻ അയർലൻഡിൽ 3.5 മണിക്കൂർ കൊണ്ട് 22 കിലോമീറ്റർ നിർത്താതെ നടന്നു. കാലിന് യാതൊരു പ്രശ്നവുമില്ല? കാല് ഇടയ്ക്ക് ചില പ്രശ്നമൊക്കെ ഉണ്ട്, എന്നാലും നടക്കുന്നതിന് ചട്ടമൊന്നുമില്ല. ചിലപ്പോൾ മരപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ വേദനയൊക്കെ വരും. അത്രേ ഉള്ളൂ. കൈ ഉപയോഗിക്കുന്നതിനോ? കൈ വലത് കൈയും കൊണ്ട് നമുക്ക് എഴുതാനോ ഒരു സാധനം ഞുള്ളിയെടുക്കാനോ ഒന്നും പറ്റുകയില്ല. വിരലുകൾ ഈ തമ്മിൽ കൈ കൂട്ടിമുട്ടുകയില്ല. ആ കൈ അങ്ങനെ ഫിറ്റ് ചെയ്തിരിപ്പിക്കുന്നതല്ല, അത് കൈക്ക് ജീവനില്ലേ? കൈക്ക് ജീവനൊക്കെ ഉണ്ട്. കൈ അനങ്ങുമൊക്കെ ചെയ്യും. ഇത്രയൊക്കെ അനങ്ങുള്ളൂ. നമുക്ക് വലിയ സാധനങ്ങളൊക്കെ ഒരു അല്ല, അതിനെക്കൂടെ ഞരമ്പും ചോരയെല്ലാം ഉണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് ആ കൈ മരിച്ചു പോയെങ്കിലും അത് ജീവൻ വെച്ചു. അത് പിന്നെ അതിന് സെൻസേഷൻ കുറവായിരുന്നു. ഇപ്പം ഈ കൈയുടെ പോലെ ഇല്ല, എന്നാലും ഒരു പകുതി സെൻസേഷൻ ഉണ്ട്. അപ്പോൾ ആ കൈക്ക് നമ്മൾ കൈ മടക്കുകയും ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ വണ്ടി ഓടിക്കുന്നല്ല, സാധാരണക്കാർ ഓടിക്കുന്നവരെ ഓടിക്കും. അതിൻ്റെ പുസ്തകം യാത്ര അങ്ങനെ യാത്ര ചെയ്തത്. അപ്പം എഴുതാതിരിക്കാൻ വേണ്ടി കൈവെട്ടി, നടക്കാതിരിക്കാൻ വേണ്ടി കാലം വെട്ടി. അപ്പം നമ്മൾ അതിനുശേഷം എഴുത്തുകാരനായി, സഞ്ചാരിയായി, സഞ്ചാര സാഹിത്യം ഇപ്പം എഴുതി. അങ്ങനെയാണ് 4ാമത്തെ പുസ്തകം ബാല്യവിലാസം സഞ്ചാരകഥ കഴിഞ്ഞ ജനുവരിയിൽ പബ്ലിഷ് ചെയ്തത്. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതി അത് സമ്മതിക്കത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലേ? നമ്മൾ വീണ്ടും വരുമ്പം ഞാനിപ്പോൾ ഈ ലോകം മുഴുവൻ ഇപ്പം എവിടെയെല്ലാം ഇപ്പം അയർലൻഡിൽ പോയി, അമേരിക്കയിൽ പോയി, കാനഡയിൽ പോയി, ബ്രിട്ടനിൽ പോയി, വേറെ രാജ്യങ്ങളിലും പോയോ? ടാൻസാനിയ, കെനിയ, ഇന്തോനേഷ്യ, അതായത് ബാലിയിൽ. അവിടെല്ലാം ഈ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. ചിലർക്ക് നമ്മൾ പാക്കേജ് ടൂറായിട്ടാണ് പോകുന്നത്. ഇപ്പം അടുത്ത ആഴ്ച ഞാൻ ഈ ചൈന ടൂർ പോകുന്നുണ്ട്. ആണോ? ടൂറായിട്ട്? അത് പാക്കേജ് ടൂർ പോകുന്നതാണ്. ഈ യാത്രകളിൽ, പ്രത്യേകിച്ച് മലയാളി സമൂഹവുമായി മിങ്കിൾ ചെയ്തുള്ള യാത്രകളിൽ, ടൂർ യാത്രകളിൽ അങ്ങ് കണ്ടെത്തിയ തിരിച്ചറിവുകൾ എന്താണ് സമൂഹത്തോട് പറയുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് കാനഡയിൽ, അമേരിക്കയിൽ അങ്ങ് പോകുന്നു, അല്ലെങ്കിൽ അയർലൻഡിൽ അങ്ങയുടെ മകള്. ഇപ്പോൾ ഈ പ്രവാസികളോടോ അല്ലെങ്കിൽ ജോലി തേടി പോകുന്നവരോട് ഇതൊക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക്? അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ കാനഡയിലേക്കും ഒക്കെയാണ് ആളുകൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ അവർക്ക് ഒരു ഉപജീവന മാർഗം തേടി പോകുന്നതാണ്, ഒരു മൈഗ്രേഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈ 2 വർഷം മുമ്പ് ടാൻസാനിയ പോയി. അവിടെ പോയപ്പോൾ ഇങ്ങനെ ശരംഗട്ടി നാഷണൽ പാർക്കിൽ പോയി. അതായത് പിന്നെ കെനിയയുടെയും അതുപോലെ തന്നെ ടാൻസാനിയയുടെയും ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളാണ്, വനങ്ങളാണ്. അവിടെ ധാരാളം മൃഗങ്ങളുണ്ട്. ധാരാളം മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് മൃഗങ്ങളാണ്. അവിടെ എങ്ങും കാണാത്ത വൈൽഡ് ബീസ്റ്റ് എന്ന് പറയുന്ന മൃഗമുണ്ട്. എസ്കേപ്പറ്റ് കുതിരമാൻ എന്ന് വിളിക്കുന്നത് ഒരു ഷേപ്പുള്ളൊരു മൃഗമാണ്. അപ്പോൾ അവിടെ ഈ ടാൻസാനിയയിലെ ഈ പറയുന്ന ശരംഗട്ടി നാഷണൽ പാർക്കും ഈ മസായിമാര എന്ന് പറയുന്ന കെനിയയിലെ പാർക്കുണ്ടല്ലോ, രണ്ടിടത്തും 2 സമയത്താണ് മഴ പെയ്യുന്നതും പുല്ല് കിളിർക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 6 മാസം ഒരിടത്ത് വരൾച്ചാണെങ്കിൽ ആ സമയത്ത് മറുഭാഗത്ത് നല്ല സസ്യങ്ങൾ ഉണ്ട്, പുല്ലുണ്ട് സമയമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ മൃഗങ്ങൾ മുഴുവനും ടാൻസാനിയയിൽ പുല്ല് നിന്ന് അവിടുത്തെ വരൾച്ച ബാധിച്ച് പുല്ലെല്ലാം കരിഞ്ഞു പോകുമ്പോൾ, തിന്നാനൊന്നും ഇല്ലാതെ വരുമ്പോൾ ടാൻസാനിയയിൽ നിന്ന് ഈ പറയുന്ന കെനിയയിലേക്ക്, മസായിമാര എന്ന് പറയുന്ന നാഷണൽ പാർക്കിലേക്ക് പലായനം ചെയ്യും. അത് പുല്ല് തിന്നുന്ന ജീവികളാണ് പോകുന്നത്. മാന്, കാട്ടുപോത്ത്, പിന്നെ ഈ പറയുന്ന എത്ര കിലോമീറ്റർ കാണും? അത് പിന്നെ ആയിരക്കണക്കിന് 1500 അങ്ങനെ കിലോമീറ്റർ ഉണ്ട്. ഒരു പുഴയൊക്കെ കടന്ന് വേണം പോകാൻ. അതിന് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്നാണ് പറയുന്നത്. ദശലക്ഷക്കണക്കിന് മൃഗങ്ങളാണ് പോകുന്നത്. അതായത് എസ്കപ്പറ്റക്കാട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ബ്രിട്ടീഷ് റൂള് മറ്റേ അവിടെ ഈ ടാൻസാനിയയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ റെയിൽ പാളങ്ങളുണ്ടാക്കി, അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട്, ഗുഡ്സ് ട്രെയിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഈ വൈൽഡ് ബീസ്റ്റ് ഇങ്ങനെ പലായനം ചെയ്യുന്നത് അത് റെയിൽ പാളം ക്രോസ് ചെയ്തിട്ടാണ്. ആ സമയത്ത് 6 ദിവസം ഈ ട്രെയിനിന് പോകാൻ പറ്റാതെ ഇത് പോയി തീരാൻ കാത്തു കിടന്നു. അത്രയും ഇങ്ങനെ വരിവരിയായിട്ടൊന്നുമല്ല, പറ്റുമായിട്ട് പോകുന്ന അത്രയും മൃഗങ്ങളാണ് പോകുന്നത്. അതിനാണ് പറയുന്ന ഗ്രേറ്റ് മൈഗ്രേഷൻ. അവരൊരു സമയം ഫിക്സ് ചെയ്ത് അങ്ങ് പോകുക. അവർ അവിടെ ഇവിടുത്തെ പുല്ല് തീർന്നു, സസ്യങ്ങളെല്ലാം കരിഞ്ഞ് വരൾച്ചായി, വെള്ളം പോലും കുടിക്കാനില്ലെന്നായി. അവിടെ നേരം മഴ പെയ്ത് വെള്ളമായി, സസ്യങ്ങളായി, പുല്ലായി, ഇഷ്ടംപോലെ തിന്നാനുണ്ട്. അപ്പോൾ ഈ പുല്ല് തിന്നുന്ന സസ്യബുക്കായിട്ടുള്ള ജന്തുക്കൾ മുഴുവൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഈ പറയുന്ന മാന്, പിന്നെ സീബ്ര, അതുപോലെ തന്നെ ഈ പറയുന്ന കുതിരമാൻ എന്ന് പറയുന്നത് വൈൽഡ് ബീസ്റ്റ്, ഇതെല്ലാം അങ്ങ് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ മൃഗങ്ങളെ തിന്ന് ജീവിക്കുന്ന സിംഹം, കടുവായൊക്കെ ഇവിടെ ഇരുന്ന് അവർ പട്ടിണിയാകില്ലേ, അവരും ആ കൂടെ പോകും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടുമോ? കിട്ടുകയില്ല. ഇപ്പം സിംഹം, കടുവായൊക്കെ ഭക്ഷിച്ചതിൻ്റെ ബാക്കി വരുന്നതിനെയാണ് ഈ ചെന്നായ, ഹയന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൃഗങ്ങൾ തിന്നുന്നത്. അവർക്കൊരു കാട്ടുപോത്തിനെ സ്വന്തമായിട്ട് വേട്ടയാടി പിടിക്കാനും പറ്റില്ല. സിംഹമൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിന്നാണ്. അതും തിന്നു കഴിഞ്ഞിട്ടാണ് കഴുകന്മാർ പോലെയുള്ള പക്ഷികൾ അതിൻ്റെ ആരാം വാരിയുടെയൊക്കെ എല്ലുവരെയും കൊത്തി നല്ല അസ്ഥികൂടം, മൃഗത്തിൻ്റെ അസ്ഥികൂടം പോലെ തെളിച്ചെടുക്കും. അപ്പം
എല്ലാം പോവുകയാണ്. മൃഗസഞ്ചയം മുഴുവനും പുല്ല് തിന്നുന്നതിനെ ആശ്രയിച്ച് അവർ പോകുന്ന കൂട്ടത്തിൽ ഇവർ മുഴുവനും പോവുകയാണ്. അതിനാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. തിരിച്ചിങ്ങോട്ടും പോരും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കേരളത്തിലെ ഈ കുട്ടികൾ. ഇപ്പം 2 കൊല്ലം മുമ്പ് ഒരു ട്രാവൽ ഏജൻസി സാന്റാ മോണിക്ക എന്ന ട്രാവൽ ഏജൻസി ഒറ്റയടിക്ക് 7000 ചില്ലുവാനും പേരെയാണ് കാനഡയിലേക്ക് കടത്തിവിട്ടത്. അവർ അത്രയും കുട്ടികൾക്ക് ഒരുമിച്ചൊരു സെമിനാർ തന്നെ നടത്തി. പോകുന്നതിന് മുമ്പ് എറണാകുളത്ത് വെച്ചിട്ട് ഒരു സമ്മേളനം തന്നെ നടത്തി. അപ്പം 7000 കുട്ടികളെ ഒരു വർഷം കാനഡയിലേക്ക് വിടുന്നത് ഒരു ഏജൻസിയാണ്. അങ്ങനെ എത്രയോ ഏജൻസി കാനഡയിലേക്കും US-ലേക്കും ഒക്കെ കുട്ടികളെ വിടുന്നുണ്ട്, യൂറോപ്പിലേക്കൊക്കെ. അപ്പോൾ അവരെന്തിനാണ് പോകുന്നത്? അവർ പോകുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്, അന്നം തേടി പോകുന്നവരാണ്. അങ്ങനെ അന്നം തേടി പോകുന്ന അവരുടെ പിന്നാലെ ചൂഷകരായിട്ടുള്ള ഇവരുടെ കാശും കൊണ്ട് ജീവിക്കുന്ന ഈ പറയുന്ന മറ്റേ ഗ്രേറ്റ് മൈഗ്രേഷനിൽ ഈ പറയുന്ന സിംഹവും കടുവായും പുലിയും കഴുകനും ഒക്കെ പോകുന്ന പോലെ ഇവിടുത്തെ മതത്തിൻ്റെ ആളുകൾ, അതായത് വൈദികർ, മുക്രിമാർ, സന്യാസിമാർ, ഈ പറയുന്ന അമ്പലങ്ങളിലെ പൂജാരിമാർ എല്ലാം അവിടെ അമ്പലം ഉണ്ടാക്കി പള്ളിയും ഉണ്ടാക്കി പോവുകയാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ അവർ പിന്തുടരുകയാണ്. പുല്ല് തിന്ന് ജീവിക്കുന്ന ഈ മൃഗങ്ങളെ ടാൻസാനിയയിലും കെനിയയിലും മറ്റ് ഹിംസ്രജന്തുക്കൾ പിന്തുടരുന്നത് പോലെ അന്നം തേടി ജീവിക്കാൻ പോകുന്ന ഈ കുട്ടികളെ അവരുടെ പങ്ക് പറ്റാനും വേണ്ടിയിട്ട്, അവരുടെ അധ്വാനത്തിൻ്റെ പങ്ക് പറ്റാനും വേണ്ടിയിട്ട് ഈ പറയുന്ന കേരളത്തിൽ നിന്നും വൈദികരും അതുപോലെ തന്നെ മറ്റ് മതത്തിൻ്റെ പിണിയാളുകളും അങ്ങ് പോവുകയാണ് അവരെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടുന്ന് അന്നം തേടിപ്പോകുന്ന നിങ്ങൾ, അതായത് കാനഡയിലേക്ക് പോകുന്നവരും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നവരും ജാഗ്രതയുള്ളവരാവണം. ഈ കാര്യം ഓർമ്മ വെക്കണം എന്നാണ് എനിക്ക് ഈ പറയുന്ന ഐ ഹാവ് നോ കമൻറ്റ്സ് ഈ പറയുന്ന ആളുകളോട് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിയുമ്പോൾ സാർ ആലോചിക്കുമ്പോൾ സാർ ജീവിതത്തിൽ സംതൃപ്തനാണ്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അറ്റ് ദിസ് ടൈം അല്ലേ, അതെനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു ജീവിത വീക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിലൊരു വഴിയുണ്ട്, അത് ആ വഴി നമ്മൾ പോകുക എന്നേ ഉള്ളൂ. അതിൽ നഷ്ടങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വേദനകളും സങ്കടങ്ങളും നിറഞ്ഞതാണെന്ന് എല്ലാ മനീഷികളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ അനുഭവം അത് തന്നെയാണ്. അപ്പം ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവാം. ഏതായാലും നമ്മുടെ മുമ്പിലുള്ള വഴി നമ്മൾ ഭംഗിയായി നടന്നു തീർക്കുക. അഭിനയിക്കുകയല്ല, നടന്നു തീർക്കുക. നമ്മൾ പരമാവധി ആരെയും ദ്രോഹിക്കാതെ, ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരെയും ദ്രോഹിക്കാതെ നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുക, നമ്മുടെ ഡെസ്റ്റിനി കണ്ടെത്തുക, അതിന് മുമ്പോട്ട് പോകുക. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി തന്നെ കൈകാര്യം. തടസ്സങ്ങൾ വരും. നമ്മളുള്ള ജീവിതം നമ്മൾ ആഘോഷഭരിതമായിട്ട് ജീവിക്കുക. അപ്പം അതിൽ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കൂടുതൽ രോഗികളാവുകയാണ് ചെയ്യുന്നത്. എനിക്ക് ജീവിതത്തിലെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പരമാവധി ഈ ഫ്രീ ക്യാമ്പയിൻ നടത്തണമെന്നാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളുള്ളത്. കാരണം വെച്ചാൽ അവർ കോടികൾ മുടക്കി അവർക്ക് അനുകൂലമായ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ ക്യാമ്പയിനെതിരെ 1 രൂപ പോലും ആരോടും കൈപ്പറ്റാതെ അത് ചെയ്ത് റിസൾട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും ചെയ്യണമെന്നില്ല. അതെൻ്റെ സാധിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഞാനതിൽ എൻജോയ് ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ കണ്ട ഒരു രീതിയിൽ നിന്നും എന്തൊക്കെ ഇവർ കോടികൾ മുടക്കി കോടികൾ വാരിയെറിഞ്ഞ് ഇവരെ തെരഞ്ഞെടുപ്പിൽ ഇമേജ് ഉണ്ടാക്കുമ്പോൾ 1 രൂപ പോലും ആരോടും കൈപ്പറ്റാതെ ആ ഇമേജ് മുഴുവൻ തകർക്കുക എന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ ഗൂഢാലോചന ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ മെയ് 4 ഫലം വന്ന് ഇവർക്ക് അധികാരം നഷ്ടപ്പെടണം. അത് സാധാരണയുള്ള നിഷ്പക്ഷത എനിക്ക് കാര്യത്തിലില്ല. സാറിൻ്റെ നിലപാട് വേറെ ആയിരിക്കാം. ഞാൻ പച്ചയ്ക്ക് ഇവർക്കെതിരെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നറിയാം. അതോ ഞാനും ഇതിനെ ഡെസ്റ്റിനി ആയിട്ടാണ് കാണുന്നത്. സാറിൻ്റെ ഡെസ്റ്റിനി പൂർത്തിയാക്കിയതുപോലെ തന്നെ ഞാനും എൻ്റെ ഡെസ്റ്റിനി പൂർത്തിയാക്കി. എനിക്കിപ്പം പിന്നെ കുറേ പണ്ടത്തെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സഭ ആയിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞാലും എനിക്കിപ്പോൾ എന്തെങ്കിലും സുഹൃത്തുക്കളാണ്. കൂടുതലായി ലോകം മുഴുവനും എന്നെ സ്നേഹിക്കുന്നവർ, എന്നോട് അനുഭവമുള്ളവർ കൂടിയില്ലേ. അപ്പോൾ എൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇസ്ലാമിക ഭീകരവാദത്തോട് വിയോജിപ്പുള്ളവരാണോ അതോ അല്ലാത്ത ആളുകളുണ്ടോ? അല്ലാത്ത ആളുകളുണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ ഒരിക്കലും ആളുകളെ മോശം പറയുന്നില്ല, പരമാവധി മോശം പറയാതിരിക്കുന്നു. നമ്മുടെ അഭിപ്രായം പറയുന്നത് ഇതാരെങ്കിലുമൊക്കെ പറയണ്ടേ. ഇപ്പം നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്. ഈ സ്വതന്ത്ര ചിന്തയും അതുപോലെ തന്നെ മാനവികതയും ലോകത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന
രീതിയിൽ മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കുക, സ്വതന്ത്രമായ അഭിപ്രായം പറയുക. ഈ മതങ്ങളെന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് പിന്നെ രാജാക്കന്മാർ അവരുടെ പിന്നെ ഭരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രജകളുടെ വിശ്വാസത്തെ എല്ലാം പിന്നെ ഒരുമിപ്പിച്ച് ഒരു വിശ്വാസത്തിന് കീഴിൽ പല ഗോത്രങ്ങളുടെയൊക്കെ വിശ്വാസങ്ങൾ പലതാണ്, അവരെ എല്ലാം കൂടെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മതസംഹിത ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ നിർത്തിയതാണ്. ഇപ്പോഴും നമ്മളങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം രാജഭരണമല്ല, ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഡെമോക്രസി പിന്നെ ജനാധിപത്യം വികസിക്കാതെ നമ്മളിപ്പോഴും പ്രജകളായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന പ്രജകളുടെ മനസ്സാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. അതിന് കാരണം എന്താണ്? മതങ്ങളാണ് നമ്മളെ അടിമകളാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ആ അടിമച്ചങ്ങളെ ജനാധിപത്യം തന്നെ ഇന്ത്യയിൽ വളരണമെങ്കിൽ, വികസിക്കണമെങ്കിൽ മതങ്ങളെ പ്രമാണിത്വം പോകണം, മതങ്ങൾ തകരണം. മതങ്ങൾ തകരുന്നിടത്തെ, അല്ലെങ്കിൽ മതങ്ങൾക്ക് ജനങ്ങളുടെ മേൽ സ്വാധീനമില്ലാത്ത സ്ഥലത്ത് മാത്രമേ ജനാധിപത്യം വികസിക്കുള്ളൂ. ഈ മതങ്ങൾക്ക്, ഈ വ്യവസ്ഥാപിത മതങ്ങൾക്ക് കുഴപ്പമുണ്ടെന്ന് പറയുമ്പോഴും ഈ സമൂഹത്തിൻ്റെ ഒരു ക്രമത്തെ സംരക്ഷിക്കാൻ ഒരു പരിധിവരെ ഈ പാപബോധവും മറ്റും നല്ലതല്ലേ? അതായത് ഇപ്പം ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാം, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഒന്നെങ്കിൽ ഹൂറിയെ കിട്ടണം, അല്ലെങ്കിൽ മാലാകമാരോടൊപ്പം കഴിയുന്നതിന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മര്യാദക്കാരനായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അവിടുത്തെ ആളുകൾ പിന്നെ ഈ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. അവിടുത്തെ ജയിലുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കുറച്ച് ജനങ്ങളല്ലോ. അവിടെ ജനങ്ങൾ അവിടെ പിന്നെ അവരെ അങ്ങനെ പഠിപ്പിക്കും. അവർ ആധുനിക പൗരന്മാരായിട്ട് മാറി. അല്ല, അത് ലെവലാ സാറേ. അതായത് അത് കുറച്ച് ജനങ്ങളേ ഉള്ളൂ, വിദ്യാഭ്യാസമുണ്ട്. നമ്മളിതുപോലെ 140 ജനങ്ങളിൽ നമ്മൾ കുറച്ച് ജനങ്ങളേ ഉള്ളൂ. ഇവർക്കെല്ലാം വിദ്യാഭ്യാസം ഒരു കാലത്ത് കിട്ടേണ്ടതല്ലേ? അല്ല, അത് പുരോഗമിക്കുന്നതനുസരിച്ച് എത്ര മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ അപരിഷ്കൃതമായ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഒരു പരിധി വരെ അതെ പെട്ടെന്ന് മാറുകയല്ല. ഒരു പരിധി വരെ മതങ്ങളുടെ മൂല്യങ്ങൾ, മതങ്ങൾ തീവ്രമാവുകയും മതങ്ങൾ അതിൻ്റെ പേരിൽ ഈ എന്താ പറയണത് കൈവെട്ടുകയും അല്ലെങ്കിൽ മതങ്ങൾ അതിൻ്റെ പേരിൽ മനുഷ്യന് ഭയം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നത് ഒഴിച്ചാൽ ഈ മതങ്ങളാണ് ഈ പറയുന്ന അത് ഒരു ഭയങ്കര ഒരു ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ നമ്മുടെ ഒരു സാൻമാർഗിക ബോധം ഉരുത്തിരിയാൻ മതങ്ങൾ വേണ്ടേ എന്നാണ്. മതങ്ങൾ ആവശ്യമില്ല. അതായത് ഈ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് നമുക്ക് അത്ര ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുട്ടികളെ എന്ത് പഠിപ്പിക്കും? 2 കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി. ഒന്നാമത്, നമ്മൾ ഈ മനുഷ്യരാണ്, മറ്റു മനുഷ്യരെ ദ്രോഹിക്കരുത്, മറ്റു മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യരുത്. അതായത് ഈ മഹാഭാരതത്തിലൊക്കെ ഉള്ളൊരു ആശയമുണ്ട്. അത് അവിടെയും അവർ എഴുതിയെന്നേ ഉള്ളൂ. അതായത് നമ്മളെല്ലാവർക്കും അനുവർത്തിക്കാവുന്ന ഒരു ആശയമാണത്. അതായത് മറ്റുള്ളവർ നിന്നോട് ചെയ്യുന്നതിൽ നിനക്ക് അഹിതമെന്ന് തോന്നുന്നത് നീ അവരോടും ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടല്ലോ, അത് അവരോട് ചെയ്യാതിരുന്നാൽ മതി. നമ്മളെ മർദ്ദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ദേഹോദ്രവം ഏൽപ്പിക്കുന്നത്, നമ്മളെ ഭർഷിക്കുന്നത്, നമ്മളെ അവമാനിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ. അതെല്ലാം നീ മറ്റുള്ളവരോടും ചെയ്യരുത്. ഈ ഒറ്റ കാര്യത്തിൽ ശ്രദ്ധ വെച്ചാൽ മതി. അതായത് മനുഷ്യർക്ക്, മനുഷ്യരാശിയോട്, മനുഷ്യൻ എന്ന ജീവിവർഗത്തോട് മാത്രം ഒരു ബാധ്യത ഉണ്ടായാൽ മതി. അല്ലാതെ ആടിനോടും കാളയോടും പോത്തിനോടും ഒക്കെ നമുക്ക് അങ്ങനത്തെ മമത വെക്കാൻ പറ്റിയല്ലോ. നമുക്ക് ഭക്ഷണമൊക്കെ അല്ലേ അത്. അപ്പോൾ മനുഷ്യരാശിയോട്, മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻസിനോട് നമ്മൾ അവരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക. ഒറ്റ കാര്യത്തിലാണ് ഏറ്റവും ശ്രദ്ധ വയ്ക്കേണ്ടത്. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക. രണ്ടാമത് എന്ത് ചെയ്യണം? എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഈ മതങ്ങളൊക്കെ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ യേശു പറയുന്നുണ്ട്, മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് അവർക്ക് ചെയ്തു കൊടുക്കുക. അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രമാണവുമില്ല, ഒരു നിയമവുമില്ല, ഒന്നുമില്ല. യേശു പറഞ്ഞതാണ്. അതിനപ്പുറത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രവാചകൻ്റെ, നിയമത്തിൻ്റെ, മതത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് യേശു പറഞ്ഞിരിക്കുന്നതാണ്. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് അവർക്ക് ചെയ്തു കൊടുക്കുക. അല്ലാതെ അങ്ങനെ പഠിപ്പിക്കുന്ന മതത്തെ പിന്നെ അത് മതമല്ലല്ലോ പഠിപ്പിക്കുന്നത്. അത് മതമല്ലാത്ത ഇത് 2 കാര്യങ്ങൾ ഇതൊക്കെ പണ്ടത്തെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഈ മത്തായിയൊക്കെ എടുത്ത് അന്ന് സുവിശേഷം ചേർത്തതല്ലേ യേശു വചനങ്ങളാക്കി. ഇതൊക്കെ മാനവ കുലത്തിൻ്റെ മൂല്യങ്ങളാണ്. മനുഷ്യർ സ്വയമേ നല്ലത് തന്നെയാണ്. അവർക്ക് ഇങ്ങനെ മനുഷ്യരോട് തിന്മ ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളൊക്കെ ഒരു സിനിമ കാണുമ്പം നമുക്ക് നന്മ ജയിക്കണമെന്നുള്ള ആഗ്രഹം, അതിൻ്റെ അകത്ത് വില്ലന്മാരായിട്ട് വരുന്നൊരു തോക്കണമെന്നല്ല ആഗ്രഹം. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കെപ്പോഴും നന്മയുടെ പക്ഷത്താണ് നമ്മുടെ മനസ്സ്. മനുഷ്യൻ്റെ മനസ്സ് മുഴുവനും, ഏതൊരു ഭാവനയുള്ളവൻ്റെ മനസ്സ് മുഴുവനും നന്മയുടെ പക്ഷത്താണ്. നന്മ ജയിക്കണമെന്നാണ്. ഏതൊരു കള്ളനും കൊലപാതകയും വിചാരിക്കുന്നത് അതിലെ കള്ളൻ ജയിക്കണമെന്നല്ലല്ലോ, വില്ലൻ ജയിക്കണമെന്നല്ലല്ലോ, നായകൻ ജയിക്കണമെന്നല്ലേ. അപ്പം സ്വതസിദ്ധമായിട്ട് നമുക്കുടെ ഉള്ളിലൊരു നന്മയുണ്ട്. അതിനെയാണ് മതങ്ങൾ കെടുത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ ലോകമഹായുദ്ധങ്ങളും ഇപ്പോഴത്തെ യുദ്ധങ്ങളുമൊക്കെ അതിന് കാരണമായിട്ട് ഭവിക്കുന്നത്. ഈ 2 കാര്യം മതി. അതിന് നമ്മൾ കുട്ടികളെ വളരെ ചെറിയ ഉപദേശം കൊടുത്ത് വളർത്തിയാൽ മതി. അപ്പോൾ വളരെയധികം സന്തോഷം. ഈ ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട ഈ സംഭാഷണത്തിന് വളരെയധികം നന്ദി. അങ്ങയുടെ കഥ
പുസ്തകം വായിച്ചവർക്കൊക്കെ അറിയാം. എങ്കിൽ പോലും എൻ്റെ പ്രേക്ഷകരിൽ ആരെങ്കിലും, മറുനാടൻ്റെ പ്രേക്ഷകരിൽ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അറിയട്ടെ എന്നതും, അങ്ങയുടെ വാക്കിലൂടെ തന്നെ, വായിക്കുന്നത് പോലെയല്ല അങ്ങയുടെ നാവിലൂടെ തന്നെ കേൾക്കട്ടെ എന്നതും ഒക്കെയുള്ളതാണ് ലക്ഷ്യം. എന്തായാലും നന്ദി. താങ്ക് യു. താങ്ക് യു.